ന്യൂസിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ അനു സൂരജ്. ഞാൻ വീണ പ്രസാദ്. നമുക്ക് നിരവധി വാർത്തകൾ ഉണ്ടെങ്കിലും ഇന്നലെ രാത്രി കോതമംഗലത്ത് നടന്ന ആ ദുരന്ത വാർത്തയിലേക്ക് നമുക്ക് ആദ്യം എത്തേണ്ടതുണ്ട്. കാരണം കാട്ടാന ആക്രമണം, അതിനെ തുടർന്നൊരു യുവാവ് മരിക്കുന്നു. ഇതിൽ പ്രതിഷേധം മുഖം നാട്ടുകാർ തുറക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ടായി. രാത്രി എത്രയോ മണിക്കൂറുകളോളം അവർ ആ പ്രതിഷേധം തുടരേണ്ടി വന്നു. കാരണം അവരുടെ നിരന്തരമായ ആവശ്യങ്ങൾ അധികൃതർ കണ്ണടച്ചു, അല്ലെങ്കിൽ ആവശ്യങ്ങൾക്ക് നേരെ അധികൃതർ കണ്ണടച്ചു എന്നത് വാസ്തവം തന്നെയാണ്. ഇത് കോതമംഗലത്തെ മാത്രം പ്രശ്നമല്ല എന്നറിയുമ്പോഴാണ് അവരുടെ ആ പ്രതിഷേധത്തിൻ്റെ ആഴം എത്രത്തോളം ഉണ്ട് എന്ന് മലയാളത്തിന് മനസ്സിലാവുന്നത്. നാട്ടുകാർക്ക് അറിയാം എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, എന്തൊക്കെ ഇടപെടലുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു, അടിയന്തരമായിട്ടുള്ള നടപടികൾക്ക് അപ്പുറത്തേക്ക് ശാശ്വതമായ എന്ത് പരിഹാരം ഉണ്ടാകുന്നു എന്നൊക്കെയുള്ള ഈ വിഷയമൊക്കെ നമുക്ക് വിശദമായി തന്നെ നോക്കണം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. കാട്ടാന ഭീതിയൊഴിയാതെ കേരളം. കോതമംഗലത്ത് യുവാവിനെ കാട്ടാന ചവിട്ടിക്കൊന്നു. മരിച്ചത് കണാശ്ശേരി സ്വദേശി എൽദോസ്. പ്രദേശത്ത് വൻ പ്രതിഷേധവുമായി നാട്ടുകാർ. മൃതദേഹം നീക്കം ചെയ്തത് 7 മണിക്കൂറിന് ശേഷം. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബിൽ ഇന്ന് പാർലമെന്റിൽ. കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘ്വാൾ ലോക്സഭയിൽ അവതരിപ്പിക്കും. എല്ലാ എംപിമാർക്കും വിപ്പ് നൽകി BJP. വടകരയിൽ ജനവാസ മേഖലയിൽ ഖബർസ്ഥാൻ പണിയാൻ നീക്കം. നിയമങ്ങൾ കാറ്റിൽ പറത്തിയുള്ള പഞ്ചായത്ത് ഭരണസമിതി നീക്കം മുസ്ലിം ലീഗിന്റെ പിന്തുണയോടെ. പിന്നിൽ ഗൂഢലക്ഷ്യങ്ങളെന്ന ആരോപണം. വിവരാവകാശ രേഖകൾ ജനം TVക്ക്. കോളേജ് കോമ്പൗണ്ടിനകത്ത് മുഖം മറയ്ക്കാൻ പാടില്ലെന്ന നിയമം നടപ്പാക്കാൻ ശ്രമിച്ച പ്രിൻസിപ്പലിനെതിരെ പ്രതിഷേധവുമായി മുസ്ലിം സംഘടനകൾ. മലപ്പുറം തിരൂരങ്ങാടി PSMO കോളേജിലാണ് മുഖം പൂർണ്ണമായി മറച്ച് പരീക്ഷയ്ക്കെത്തിയ വിദ്യാർത്ഥിനികളെ വിലക്കിയത്. നിഖാബ് അനുവദിക്കില്ലെന്ന നിലപാടിൽ ഉറച്ച പ്രിൻസിപ്പൽ ഡോക്ടർ അസീസ്. മരണപാതകളായി സംസ്ഥാനത്തെ നിരത്തുകൾ. റോഡ് അപകടങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഗതാഗത വകുപ്പ് മന്ത്രി വിളിച്ച യോഗം ഇന്ന്. അപകടങ്ങൾ കുറയ്ക്കാനുള്ള റിപ്പോർട്ടുകളും നിർദ്ദേശങ്ങളും ചർച്ചയാകും. ക്രിസ്മസ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം ആരംഭിച്ചു. യൂട്യൂബ് ചാനൽ ഉടമയുടെ മൊഴിയെടുക്കും. സർക്കാർ സ്കൂൾ അധ്യാപകരുടെ സ്വകാര്യ ട്യൂഷനും അന്വേഷണ പരിധിയിൽ. ബ്രിസ്ബെയിൻ ടെസ്റ്റിൽ ഓസ്ട്രേലിയക്കെതിരെ തകർന്നടിഞ്ഞ് ഇന്ത്യ. ഒന്നാം ഇന്നിംഗ്സിൽ 74 റൺസ് നേടുന്നതിനിടെ ഇന്ത്യക്ക് ആദ്യ 5 വിക്കറ്റുകൾ നഷ്ടം. ശരണമെൻ്റെയ്യപ്പ പവർഡ് ബൈ അഴകുള്ള മുടിക്ക് വേണം ടോട്ടൽ കെയർ ഫ്രം എവിഎ കോട്ടക്കൽ ആയുർവേദ. ശരിയായ ആയുർവേദം, ശരിയായ ഫലപ്രാപ്തി. പവർഡ് ബൈ ഇനി എന്നും നിങ്ങളുടെ പ്രഭാത ഭക്ഷണം BKD സ്റ്റീം പുട്ടുപൊടി, റിച്ച് ആൻഡ് സോഫ്റ്റ്. ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്, കേരള, തമിഴ്നാട് ആൻഡ് പോണ്ടിച്ചേരി. ഗോൾഡ് ഡയമണ്ട് ജെംസ്. ആതുര സേവന രംഗത്ത് സമർപ്പിത സേവനത്തിന്റെ 50 വർഷങ്ങൾ. ഭാരത് ഹോസ്പിറ്റൽ ഇൻ അസോസിയേഷൻ വിത്ത് മകരജ്യോതി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, പൂനെ, മഹാരാഷ്ട്ര. ഇനി നമ്മുടെ വീട്ടിൽ ഉദയഭാരത് കലണ്ടർ തന്നെ. രാമരാജനറിയാം മലയാളക്കര. പതിവ് പോലെ പുത്തൻപുലരെ ആരംഭിക്കുന്നത് അയ്യൻ്റെ സന്നിധിയിൽ നിന്നാണ്. ശരണമന്ത്ര മുഖരിതമായി ശബരിമല സന്നിധാനം. ഇന്നും ഭക്തജന തിരക്കാണ് അവിടെ. ഇന്നലെ 85,481 പേരാണ് ദർശനത്തിനായി എത്തിയത്. വരും ദിവസങ്ങളിലെ മണ്ഡലമാസ പൂജയ്ക്കായുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ സന്നിധാനമുള്ളതും. മനോജ് അവിടെ നിന്ന് ചേരുകയാണ്. മനോജ്, സോമശരണം, രാവിലെ മുതൽ വലിയ ഭക്തജന തിരക്ക് അവിടെ അനുഭവപ്പെടുന്നുണ്ട് ഇന്നും എന്ന് മനസ്സിലാക്കുന്നു.
സ്വാമി ശരണം ഇന്നും അങ്ങനെ തന്നെയാണ്. സന്നിധാനത്ത് വലിയ തരത്തിലുള്ള ഭക്തജന തിരക്കുണ്ട്. അതോടൊപ്പം തന്നെ ഭക്തിസാന്ദ്രമായി അങ്ങനെ തന്നെ ശരണമന്ത്ര മുഖരിതമായി സന്നിധാനം പുലർച്ചെ മുതൽ, അതായത് നട തുറന്നത് മുതൽ അങ്ങനെ നിൽക്കുകയാണ്. എന്തായാലും വരും ദിവസങ്ങളിൽ ഈ മണ്ഡലകാല പൂജയ്ക്കുള്ള ഒരുക്കങ്ങളിലാണ് നിരവധി ഭക്തജനങ്ങൾ അങ്ങനെ ഇപ്പോൾ ഈ സന്നിധാനത്ത് മുകളിൽ മേൽപ്പാലത്തിലൊക്കെ നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഈ മണ്ഡലകാല പൂജ ഈ മണ്ഡലമാസത്തിലെ ഏറ്റവും വലിയ സംഖ്യയാണ്. അതായത് ഓരോ വർഷവും ഇങ്ങനെ ഭക്തജനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നെങ്കിലും കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് വലിയ തരത്തിലുള്ള ഒരു വർധനവ് തന്നെയാണ് ഈ ഭക്തജനങ്ങളെ, ഇങ്ങോട്ടേക്ക് എത്തുന്ന ഭക്തജനങ്ങളെ സംബന്ധിച്ചുണ്ടാകുന്നത്. അതോടൊപ്പം വരുമാനത്തിലും ഉണ്ടാകുന്നത്. എന്തായാലും ഈ മണ്ഡല പൂജയ്ക്കുള്ള ഒരുക്കങ്ങളൊക്കെ ആരംഭിച്ചു എന്നാണ് അറിയുവാൻ സാധിക്കുന്നത്. 25-നാണ് ഈ തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധന നടക്കുക. അതിനു മുമ്പായി തന്നെ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നും ഞായറാഴ്ചയോടെ തങ്കയങ്കി ഘോഷയാത്ര ആരംഭിക്കും. പിന്നീട് ഓരോ തവണയും, അതായത് ഈ കർപ്പൂരാഴിയുണ്ട്, അതോടൊപ്പം തന്നെ ഇവിടേക്ക് തങ്കയങ്കി കൊണ്ടുവന്ന ശേഷം വലിയ തരത്തിലുള്ള ഒരുക്കങ്ങളാണ് നടത്തിയിട്ടുള്ളതെന്നാണ് അധികൃതരൊക്കെ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഇപ്പോൾ ഭക്തജനങ്ങൾ ഇങ്ങനെ ഈ മേൽപ്പാലം വഴി താഴേക്ക് ഇറങ്ങി വരുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. അതോടൊപ്പം തന്നെ 18-ാം പടിക്ക് താഴെയും വലിയ തരത്തിലുള്ള ഭക്തജന തിരക്കുണ്ട്. ഈ തിരക്ക് എല്ലാ ദിവസവും പുലർച്ചെ മുതൽ, അതായത് 3:30-ക്ക് നട തുറക്കുന്നു, 3 മണിക്ക് നട തുറക്കുന്നു, 3:30-ക്ക് നെയ്യഭിഷേകം തുടങ്ങുന്നു. ആ സമയത്തൊക്കെ തന്നെ വലിയ തരത്തിലുള്ള ഭക്തജന തിരക്ക് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ വൈകിട്ടും അതുപോലെ തന്നെയാണ്. ദീപാരാധന സമയമൊക്കെ തന്നെ വലിയ ഭക്തജന തിരക്ക് സന്നിധാനത്തുണ്ടാകുന്നു. ഓരോ തവണയും ഇവിടേക്ക് എത്തുന്നവർ അവർ വീണ്ടും വീണ്ടും എല്ലാ മണ്ഡലകാലത്തും അയ്യനെ കാണുവാൻ വേണ്ടി ഇവിടേക്ക് എത്തുന്നു എന്നുള്ളതാണ്. അവർ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ് ഏറ്റവും കൂടുതലായി ഇങ്ങോട്ടേക്ക് എത്തുന്നത്. മലയാളികൾ, അതോടൊപ്പം തന്നെ മറ്റ് തെലങ്കാന, ആന്ധ്ര, അതോടൊപ്പം നിരവധിയായിട്ടുള്ള ഭക്തജനങ്ങൾ എത്തുന്നു എന്നുള്ളതാണ്. ഓരോ വർഷവും ഈ ശബരിമലയുടെ കീർത്തി അങ്ങനെ ലോകമെമ്പാടും വ്യാപിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എല്ലാ ഭക്തരിലേക്കും അയ്യപ്പൻ എന്നുള്ള ആ ഒരു വികാരം അവരുടെ ഉള്ളിലേക്ക് എത്തുകയാണ് എന്നുള്ള കാര്യം. എന്തായാലും ഈ ഒരു ശ്രീകോവിലിന് മുന്നിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇരുമുടിക്കെട്ടുമായി അങ്ങനെ അയ്യപ്പ ഭക്തർ ദർശനത്തിനായി കാത്തു നിൽക്കുകയാണ്. വരി മുൻപോട്ട് നീങ്ങുകയാണ്. ഈ ഇവിടേക്ക് എത്തുന്ന ഭക്തരൊക്കെ തന്നെ അതായത് 18-ാം പടി കഴിഞ്ഞ് ആ ഫ്ലൈ ഓവറിൽ അങ്ങനെ കാത്തു നിൽക്കും. അതിനുശേഷമാണ് ഈ സോപാനത്തിലേക്ക് ഇങ്ങനെ ഇറങ്ങുക. അവർ അതിനുശേഷം മുന്നോട്ട് നീങ്ങുകയാണ്. അതിനുശേഷം ഈ മാളികപ്പുറത്തോട്ട് അവർക്ക് ഇതുവഴി പോകാൻ സാധിക്കുമെന്നുള്ളതാണ്. എന്തായാലും ഭക്തരൊക്കെ തന്നെ അങ്ങനെ ഈ ഒരു അന്തരീക്ഷത്തിൽ രാവിലെ നെയ്യഭിഷേകത്തിനായൊക്കെ എത്തിയ ആളുകളുണ്ട്. ഈ ശ്രീകോവിലിന് വശത്തായി നെയ്യഭിഷേകത്തിന് കൊണ്ടുവന്നിട്ടുള്ള നെയ്യ് നൽകിയ ശേഷം അവിടെ ഭക്തർ കാത്തു നിൽക്കും. അയ്യപ്പന് നെയ്യഭിഷേകം നടത്തിയ ശേഷം, നെയ്യഭിഷേക പ്രിയനായ അയ്യപ്പന് ഈ നെയ്യഭിഷേകം നടത്തിയ ശേഷം അവർ ആ നെയ്യ് വാങ്ങി തിരികെ പോകുമെന്നുള്ളതാണ്. എന്തായാലും ഓരോ മനസ്സുകളും അങ്ങനെ അയ്യപ്പന് വേണ്ടിയിട്ടുള്ള ആ നെയ്ത്തേങ്ങിൽ ആ നെയ്യ് നിറച്ച് ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇരുമുടിക്കെട്ടുമായി ഇങ്ങോട്ടേക്ക് വരുന്ന ഭക്തരെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. കുട്ടികളുണ്ട്, കുഞ്ഞയ്യപ്പന്മാരും കുഞ്ഞു മാളികപ്പുറങ്ങളും എല്ലാവരും ഒരേ മനസ്സോടെ ഇങ്ങോട്ടേക്ക് എത്തുകയാണ്. എന്തായാലും വലിയ തരത്തിലുള്ള ഒരു തിരക്ക് നമുക്ക് അനുഭവപ്പെടും. കഴിഞ്ഞ ദിവസം തന്നെ 85,000-ത്തിലധികം പേരാണ് ശബരിമലയിലേക്ക് എത്തിയത്. അത്തരത്തിൽ ഓരോ ദിവസവും ഇങ്ങനെ കണക്ക് നോക്കുന്ന സമയത്ത് അത്രയധികം ഭക്തജനങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തുന്നു. അതോടൊപ്പം തന്നെ വരുമാനവും വലിയ വർധനമാണ്. 163 കോടിയിലധികം രൂപയാണ് ഇത്തവണ ഈ 29 ദിവസത്തെ വരുമാനം നോക്കുമ്പോൾ മനസ്സിലാകുന്നത്. ഇനിയും ഓരോ ദിവസം കഴിയുന്തോറും അത്രയധികം വർധനവ് നടവരവിൽ ഉണ്ടാകുമെന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഭക്തജന തിരക്കും അധികം തന്നെയാണ്. അതായത് ഈ വിർച്വൽ ക്യൂ വഴി വരുന്നതും സ്പോട്ട് ബുക്കിങ്ങിലൂടെയൊക്കെ വരുന്നതും ഒക്കെ വെച്ച് ആ കണക്കുകളാണ് നമുക്ക് ലഭിക്കുന്നത്. അതിലൂടെയാണ് നമ്മൾ ഓരോ ദിവസത്തെയും ഇത്തരത്തിൽ എത്രത്തോളം ഭക്തജനങ്ങളാണ് ശബരിമലയിലേക്ക് എത്തുന്നത് എന്ന് മനസ്സിലാക്കുന്നത്. എന്തായാലും ഭക്തരൊക്കെ തന്നെ അങ്ങനെ കാത്ത് നിൽക്കുകയാണ്. സ്വാമി ശരണം. ആന്ധ്രയിൽ നിന്ന് വന്നു. അപ്പോൾ ഓരോ സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന ഭക്തരങ്ങനെ കാത്തു നിൽക്കുന്നു. കുഞ്ഞയ്യപ്പന്മാരുണ്ട്, അവരൊക്കെ ഇടിമുടിക്കെട്ടുമായി വന്നിരിക്കുകയാണ്. അവരൊക്കെ ഈ കന്നിമലക്കാരുണ്ടാവാം, അതോടൊപ്പം തന്നെ മുൻപ് വന്ന ഈ കുഞ്ഞയ്യപ്പന്മാരുണ്ടാകാം. അവർക്കൊക്കെ പറയാൻ നമ്മളൊക്കെ ചോദിക്കുമ്പോൾ പറയാൻ വലിയ തരത്തിൽ അവർക്ക് ഭയങ്കര സന്തോഷത്തോടു കൂടിയാണ് അവർ പ്രതികരിക്കുന്നത്. കാരണം ശബരിമലയിൽ എത്തുക എന്നുള്ളത് അവർക്കൊക്കെ ഒരു വലിയൊരു ആഗ്രഹം തന്നെയാണ്. കേരളത്തിലുള്ളതും അതോടൊപ്പം തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ കുട്ടികളെത്തുമ്പോൾ അവർ
അവർ അങ്ങനെ അത് ഈ മല യാത്ര എന്ന് പറയുന്നത് തന്നെ വളരെയധികം ആസ്വദിച്ചുകൊണ്ട് മല കയറാൻ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ പോലും അതൊന്നും വകവയ്ക്കാതെ അതൊക്കെ ആസ്വദിച്ചുകൊണ്ട് ആ കല്ലും മുള്ളും ചവിട്ടി ഇങ്ങോട്ടേക്ക് അയ്യൻ്റെ സന്നിധിയിലേക്ക് എത്തുകയാണ്. അത് തന്നെയാണ് ഈ കരിമല കയറ്റം കഠിനം എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ ആ കഠിനം അത് മനസ്സും ശരീരവും ഒക്കെ തന്നെ അതിന് തയ്യാറെടുത്തുകൊണ്ട് ആ വ്രതം നോറ്റുകൊണ്ട് മാലയിട്ട് ശരണമന്ത്ര മുഖരിതമായി ശരണമന്ത്രങ്ങൾ ഇങ്ങനെ ഉരുവിട്ടുകൊണ്ട് ആ മല ചവിട്ടി ഇങ്ങോട്ടേക്ക് എത്തുന്നവരാണ്. അയ്യൻ്റെ തിരുസന്നിധിയിലെത്തി അയ്യനെ കണ്ട് വണങ്ങുമ്പോൾ അവരുടെ മനസ്സിൽ ആത്മസംതൃപ്തിയോടുകൂടിയാണ് അവർ അടുത്ത കാര്യങ്ങളിലേക്ക് കടക്കുന്നത്. ആ ഒരു ദർശനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു തിരക്ക് തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അവർ ഓരോരുത്തരും അങ്ങനെ സ്വാമി ശരണം എന്നുള്ള ആ ഒരു ശരണമന്ത്രങ്ങളൊക്കെ ഉരുവിട്ടുകൊണ്ട് അങ്ങനെ ആ ശ്രീകോവിലിനരികേക്ക് എത്തുകയാണ്. അവരുടെ മുഖത്ത് ആ ഒരു ഓരോരുത്തരുടെയും മുഖത്തുള്ള ആ തെളിച്ചം നമുക്ക് മനസ്സിലാക്കാം. കാരണം ശ്രീകോവിലിന് മുന്നിലെത്തുമ്പോൾ അയ്യനെ ഒന്ന് തൊഴുത് വണങ്ങി, അതായത് അധിക നേരം അവിടെ നിൽക്കാൻ സാധിക്കില്ല. വേഗം തന്നെ ഓരോ ഭക്തനും തൊഴുതുകൊണ്ട് മുന്നോട്ട് പോകണം. ആ സമയം കിട്ടുന്ന ഒരു ചെറിയ സമയം അയ്യപ്പനെ ഒന്ന് കാണുവാൻ വേണ്ടിയിട്ടുള്ള ആ കാത്തിരിപ്പിലാണ് ഇവിടെയുള്ള ഓരോ ഭക്തരും എന്ന് നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും ഓരോ തവണ മണ്ഡലകാലം വരുമ്പോഴും ഭക്തർ അങ്ങനെ എത്തുകയാണ്, ഒഴുകിയെത്തുകയാണെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. കാരണം ഇവിടെ നിന്ന് അങ്ങോട്ട് പമ്പയിലോട്ടൊക്കെ പോകുമ്പോൾ വലിയ തരത്തിലുള്ള ഒരു തിരക്ക് അനുഭവപ്പെടുന്നു എന്നുള്ളതാണ്. മല ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് ഭക്തരൊക്കെ തന്നെയും. ഇനിയും വരും ദിവസങ്ങളിൽ ഈ മണ്ഡല പൂജയ്ക്കൊക്കെ ആ സമയത്തൊക്കെ ആകുമ്പോഴേക്കും വലിയ തിരക്ക് വീണ്ടും അനുഭവപ്പെടും എന്നുള്ളതാണ്. ഇനി കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ ശേഷം നടയടച്ച് പിന്നീട് ഈ മകരവിളക്കിലോട്ട് പോകും. ഇനിയുള്ള ദിവസങ്ങളൊക്കെ അത്തരത്തിലുള്ള പൂജകൾക്കും അതോടൊപ്പം തന്നെ അതിൻ്റെ തയ്യാറെടുപ്പിലൊക്കെയാണ്. എന്തായാലും ഈ ഒരു മണ്ഡലകാലത്ത് ഇവിടേക്ക് എത്തുന്ന ഭക്തരെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ദിവസം മഴ ഉണ്ടായിരുന്നു. കുറച്ച് ദിവസം മുൻപ് ഈ 2-3 ദിവസങ്ങൾ അങ്ങനെ മഴ നീണ്ടു നിന്നിരുന്നു. അത് ചെറിയ ബുദ്ധിമുട്ട്, അതായത് ഇവിടേക്ക് എത്തുന്ന ഭക്തർക്ക് അവർക്ക് നനഞ്ഞുകൊണ്ട് മാത്രമേ എത്താൻ സാധിക്കുകയായിരുന്നുള്ളൂ. മറ്റ് പ്ലാസ്റ്റിക് കോട്ടുകളൊക്കെ തന്നെ ഇവിടെ വിൽപ്പന നിരോധിച്ചിരുന്നു. അതോടൊപ്പം തന്നെ അതിനുശേഷം 2 ദിവസം കഴിഞ്ഞ ശേഷം വലിയ മഴയില്ല. ഇന്ന് പൂർണ്ണമായും മഴയില്ല എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇവിടേക്ക് എത്തുന്ന ഭക്തരൊക്കെ അങ്ങനെ വേഗത്തിലെത്തുകയാണ്. ഈ 18-ാം പടിയെ സംബന്ധിച്ചിടത്തോളം 18-ാം പടിയിൽ അങ്ങനെ ഭക്തരെത്തുമ്പോൾ അവരെ എത്രയും വേഗം മുകളിലോട്ട് കയറ്റുക എന്നുള്ളതാണ് പോലീസുകാരുടെ ഉത്തരവാദിത്തം. കാരണം അവിടെ കുറച്ച് താമസം വന്നാൽ പിന്നെ ഇങ്ങോട്ടേക്ക് തിരക്ക് ആ 18-ാം പടിക്ക് താഴെ വലിയ തിരക്കുണ്ടാകും എന്നുള്ളത് തന്നെയാണ്. എന്തായാലും നമുക്ക് ഭക്തരിലേക്ക് കൂടെ പോകേണ്ടതുണ്ട്. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ എത്തുന്ന ഭക്തരുണ്ട്. അതോടൊപ്പം കുഞ്ഞ് അയ്യപ്പന്മാരുണ്ട്. സ്വാമി ശരണം. എവിടുന്നാ? ഞങ്ങൾ കോഴിക്കോട്. ആദ്യത്തെ മലയാണോ? ആദ്യമായിട്ടാ? ഇരുമുടിക്കെട്ടില്ല? ഇരുമുടിക്കെട്ട് രണ്ടാമത്തെ പ്രാവശ്യം കാണാൻ വരാം. രണ്ടാമത്തെ പ്രാവശ്യം അയ്യപ്പനെ തൊഴാൻ വരാ? ആദ്യം രാവിലെ എത്തിയോ? രാവിലെ ഇന്നലെ വൈകുന്നേരം ഒക്കെ ആകുമ്പോഴത്തേക്ക് എത്തി. വീണ്ടും തൊഴാൻ പോവാ. അപ്പൊ അതാണ് എത്ര തൊഴുതിട്ടും, അതായത് അയ്യപ്പനെ എത്ര കണ്ടിട്ടും മതിയായില്ല എന്നുള്ളതാണ്. ആ കുഞ്ഞു മനസ്സിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഇരുമുടിക്കെട്ടുമായി വന്നു അയ്യപ്പനെ തൊഴുതു, അതിനുശേഷം വീണ്ടും വിരിവച്ച ശേഷം വീണ്ടും എത്തിയിരിക്കുകയാണ്. ശരി മനോജ്, നമുക്കിനി ഇതിന് ശേഷം മറ്റ് ചില വിശേഷങ്ങൾ കൂടി ശബരിമലയുമായി ബന്ധപ്പെട്ടും ഒക്കെ തന്നെയാണ് മുമ്പോട്ട് പോകേണ്ടത്. മണ്ഡല പൂജയ്ക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയ കാര്യം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് ഞായറാഴ്ച തങ്കയങ്കി ഘോഷയാത്ര ആരംഭിക്കും. 25-നാണ് തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധന നടക്കുക. ശരണമന്ത്ര മുഖരിതമായി സന്നിധാനം. മണ്ഡലകാല തീർത്ഥാടന കാലം അവസാനിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കി. ഇത്തവണ വലിയ ഭക്തജനത്തിരക്കാണ് ഓരോ ദിവസവും ശബരിമലയിൽ അനുഭവപ്പെടുന്നത്. ഒപ്പം വരുമാനത്തിലും വലിയ വർധനവാണുള്ളത്. ഇനി മണ്ഡലപൂജയ്ക്കായുള്ള തയ്യാറെടുപ്പിലാണ് സന്നിധാനം. ഈ മാസം 22-ന് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് തങ്കയങ്കി ഘോഷയാത്രയ്ക്ക് തുടക്കമാകും. 23, 24 തീയതികളിലാണ് കർപ്പൂരാഴി നടക്കുക. 25-ന് തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധന. മണ്ഡലപൂജയ്ക്ക് വിപുലമായ ക്രമീകരണങ്ങൾ ഒരുക്കാനാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ തീരുമാനം. മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിന് വേണ്ടി കുറച്ചുകൂടി പോലീസ് ഫോഴ്സുണ്ട്. തീർച്ചയായിട്ടും അത് ഉണ്ടാവും. ഏതാണ്ട് 2000-ലധികം പോലീസുകാരെ അന്ന് പ്രത്യേകമായി നിയോഗിക്കുന്നുണ്ട്. ഞാൻ മകരവിളക്കിന്റെ കാര്യമാണ്. തങ്കയങ്കിയുമായി ബന്ധപ്പെട്ടാലും സ്പെഷ്യൽ പോലീസ് ക്രമീകരണങ്ങൾ ഉണ്ടാവും.
ക്രൗഡ് മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട ഇതുണ്ടാകും. അവർ 25-നാണ് ഇവിടെ എത്തുന്നത്. 25-ന് വൈകുന്നേരം 5 മണിക്ക് അവരെ ദേവസ്വം ബോർഡ് സ്വീകരിക്കും. 6:30-ക്ക് തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധന നടക്കും. പോലീസിന്റെ ഭാഗത്തു നിന്നും ഇക്കാര്യത്തിൽ വിപുലമായ ആലോചനകൾ നടക്കുകയാണ്. സംയുക്ത യോഗങ്ങളിൽ ക്രമീകരണങ്ങൾ സംബന്ധിച്ച വിലയിരുത്തലുകൾ ഉണ്ടാകും. ഭക്തരുടെ എണ്ണം കൂടിയാലും എല്ലാവർക്കും സുഗമമായ ദർശനത്തിനുള്ള സൗകര്യമൊരുക്കാനാണ് ശ്രമം. പൂജകൾക്ക് ശേഷം 26-ന് രാത്രിയോടെ ഹരിവരാസനം പാടി നടയടയ്ക്കും. പിന്നീട് മകരവിളക്ക് തീർത്ഥാടനത്തിന് ഈ മാസം 30-നാണ് നട തുറക്കുക. വലിയ തിരക്ക് തന്നെയാണ് ഈ ദിവസങ്ങളിലും പ്രതീക്ഷിക്കുന്നത്. ജനം, സന്നിധാനം. തൃശൂർ പൂങ്കുന്നം ദേശവിളക്ക് ഭക്തി നിർഭരമായി. 1 മാസം നീണ്ടുനിന്ന ആഘോഷങ്ങൾ ഇന്നലെയോടെയാണ് സമാപിച്ചത്. 100 കണക്കിന് ഭക്തരാണ് വിളക്കിന്റെ ഭാഗമായി നടന്ന ഉത്സവാഘോഷങ്ങളിൽ പങ്കെടുത്തത്. ശങ്കരൻകുളങ്ങര അയ്യപ്പസേവാ സംഘത്തിന്റെ നേതൃത്വത്തിലാണ് വിളക്ക് സംഘടിപ്പിച്ചത്. നവംബർ 16-ന് ആരംഭിച്ച വിളക്ക് മഹോത്സവം 1 മാസം നീണ്ടുനിന്ന് ഡിസംബർ 16-നാണ് സമാപിച്ചത്. വിളക്കിനോടനുബന്ധിച്ച വിവിധ സാംസ്കാരിക പരിപാടികളാണ് പൂങ്കുന്നം ശിവക്ഷേത്ര മൈതാനിയിൽ നടന്നത്. സമാപന ദിവസമായ ഇന്നലെ ശങ്കരൻകുളങ്ങര ക്ഷേത്ര സന്നിധിയിൽ നിന്നും വൈകിട്ട് ഗജവീരന്മാരുടെ അകമ്പടിയോടെ നടന്ന വിളക്കെഴുന്നള്ളിപ്പ് ഭക്തി നിർഭരമായി. താലങ്ങളും നിരവധി ക്ഷേത്രകലകളും എഴുന്നള്ളിപ്പിനെ മാറ്റുകൂട്ടി. നൂറുകണക്കിന് പേരാണ് സമാപന ദിവസം ക്ഷേത്ര സന്നിധിയിലെത്തിയത്. ജനം, തൃശൂർ. എറണാകുളം കോതമംഗലം കുട്ടമ്പുഴ ഈ യുവാവിനെ കാട്ടാന ചവിട്ടിക്കൊന്നതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിലേക്ക്. കാരണം കണാച്ചേരി സ്വദേശി എൽദോസ് മരിച്ചതിനെ തുടർന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് നാട്ടുകാർ അവിടേക്ക് എത്തിയിരുന്നു. ഇന്നലെ ബസ് ഇറങ്ങി ഇദ്ദേഹം വീട്ടിലേക്ക് പോകുമ്പോഴായിരുന്നു ഈ ദുരന്തം സംഭവിച്ചത്. 7 മണിക്കൂർ സമയം മൃതദേഹം അവിടെ തന്നെ കിടന്നിരുന്നു നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന്. അതിനുശേഷമാണ് ആശുപത്രിയിലേക്ക് മാറ്റിയത് പോലും. എൽദോസിൻ്റെ പോസ്റ്റ്മോർട്ടം ഇന്ന് രാവിലെ 9 മണിയോടെ കളമശ്ശേരി മെഡിക്കൽ കോളേജിലായിരിക്കും നടക്കുക. തുടർന്ന് മൃതദേഹം വിലാപയാത്രയായി കുട്ടമ്പുഴ കണാച്ചേരിയിൽ എത്തിക്കും. ഇന്ന് ജനകീയ ഹർത്താൽ കൂടിയാണ് പ്രദേശത്ത്. നാട്ടുകാരുടെ ഒരു പ്രതിഷേധം അത് കളക്ടറുടെ ഇടപെടലോടുകൂടി ഇന്നലെ താൽക്കാലികമായി ഒരുങ്ങിയെങ്കിലും ഇനി വരും ദിവസങ്ങളിൽ ചർച്ചയുണ്ടാകും. ഇവരുടെ പ്രതിഷേധം, ഇവരുടെ ആശങ്കകൾ, ആകുലതകളൊക്കെ കേൾക്കാമെന്നുള്ള ഉറപ്പിന്മേലാണ് ഈ പ്രതിഷേധം ഇന്നലെ അവസാനിച്ചതും. അതായത് അതിക്രൂരമായാണ് ആന ആക്രമിച്ചിരിക്കുന്നത്. എൽദോസിനെ അടിച്ച് മൃതദേഹം ഛിന്ന ഭിന്നമായി പോകുന്നൊരവസ്ഥയിലേക്കാണ് വന്നത്. അതായത് അത്ര ആക്രമണകാരിയായ ഒരു ആനയായിരുന്നു അത്. ആ ആന ജനവാസ മേഖലയിൽ തുടരുക എന്ന് പറയുന്നത് ജനങ്ങളെ സംബന്ധിച്ച് എത്രത്തോളം ആശങ്ക ഉണ്ടാക്കുന്ന ഒന്നാണ് എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അവരുടെ സ്വൈര്യ ജീവിതത്തിന് തടസ്സം നിൽക്കുന്ന ഒരവസ്ഥ. നമുക്കേതായാലും ഇപ്പോൾ കോതമംഗലം താലൂക്ക് ആശുപത്രിയിൽ നിന്ന് സുധീഷ് ഗോപാൽ ചെയ്യുന്നുണ്ട്. സുധീഷിലേക്ക് പോകാം. സുധീഷ്, നമ്മളിപ്പോൾ സൂചിപ്പിച്ചതുപോലെ അത്ര കണ്ട് പ്രതിഷേധം ഉണ്ടാകാനുള്ള കാരണം ആ മൃതദേഹം കണ്ടെടുക്കുമ്പോൾ അത്ര ഭയചകിതരായി പോയി ആ നാട്ടുകാർ എന്നുള്ളതാണ്. ഏതായാലും നമുക്കിപ്പോൾ അറിയേണ്ടത് ഈ മൃതദേഹം അവിടെ നിന്ന് മാറ്റാൻ തന്നെ മണിക്കൂറുകൾ എടുത്തു. ഇനി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം നാട്ടുകാരുടെ നിലപാട് എന്താണ്? ഇപ്പോൾ ജനകീയ ഹർത്താൽ പുരോഗമിക്കുകയാണ്. അപ്പോൾ അതിൽ അവരെത്രത്തോളം വലിയ പ്രതിഷേധം രേഖപ്പെടുത്തുന്നുണ്ട്? വീണ, കുട്ടമ്പുഴയെ സംബന്ധിച്ചിടത്തോളം അവിടെ കാട്ടാനശല്യം അതിരൂക്ഷമായ ഒരു മേഖലയാണ്. അതുതന്നെയാണ് അവരുടെ പ്രതിഷേധത്തിൻ്റെ പ്രധാന കാരണവും. 6 മാസം മുമ്പും ഇന്ദിര എന്നൊരു വീട്ടമ്മ സമാന രീതിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. അതിന് ശേഷം ഇപ്പോൾ വീണ്ടും അന്ന് നൽകിയ ചില വാഗ്ദാനങ്ങളുണ്ട്. ഫെൻസിങ്, ട്രെഞ്ചിങ് തുടങ്ങിയ വിവിധ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുന്നതും തെരുവ് വിളക്കുകൾ തെളിയിക്കുന്നതുമായിരുന്നു അതിൽ ഏറ്റവും പ്രധാനം. എന്നാൽ ഇതിനൊന്നും ഒരു നടപടിയും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ ജില്ലാ കളക്ടർ എത്തി നാട്ടുകാരുമായും ജനപ്രതിനിധികളോടും ഇത്തരം വാഗ്ദാനങ്ങൾ നൽകുമ്പോൾ പോലും അതിനെ വിശ്വാസത്തിലെടുക്കാൻ നാട്ടുകാർ തയ്യാറായിരുന്നില്ല. തുടർന്ന് ഈ വരുന്ന 27-ാം തീയതി ഇന്നലെ നൽകിയ വാഗ്ദാനങ്ങളിലെ എന്തൊക്കെ നടപടികൾ മുന്നോട്ട്
പോയി എന്നത് സംബന്ധിച്ചുള്ള ഒരു അവലോകന യോഗം കുട്ടമ്പുഴയിൽ വെച്ച് തന്നെ ജില്ലാ കളക്ടറുടെ സാന്നിധ്യത്തിൽ നടത്തുമെന്ന് കൂടി ഉറപ്പ് നൽകിക്കൊണ്ടാണ് ഈ പ്രഖ്യാപനങ്ങളെല്ലാം ജനങ്ങളെ വിശ്വാസത്തിലെത്തിച്ചത്. അതിനുശേഷമാണ് മൃതദേഹം മാറ്റാൻ പോലും കഴിഞ്ഞത്. അപ്പോഴത്തേക്കും സമയം 1:30-2 മണിയോട് അടുത്തിരുന്നു. ഇവിടെ എത്തിച്ച് കോതമംഗലം താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച മൃതദേഹം പിന്നീട് കളമശ്ശേരിയിലേക്ക് മാറ്റുകയായിരുന്നു. കളമശ്ശേരി മെഡിക്കൽ കോളേജിലാണ് പോസ്റ്റ്മോർട്ടം ചടങ്ങുകൾ നടക്കുക. ഇതിൻ്റെ ഒരു പ്രധാന കാര്യം, ഇന്നലെ വൈകിട്ട് 7 മണിയോടുകൂടി ബസ് ഇറങ്ങി വീട്ടിലേക്കുള്ള സാധനവും വാങ്ങി നടന്നു പോകുമ്പോഴാണ് കാട്ടാനയുടെ ആക്രമണം ഉണ്ടാകുന്നത്. ഈ എൽദോസ് മരണപ്പെട്ട് കിടന്ന ആ പ്രദേശത്ത് പോലും ഒരു തുള്ളി പ്രകാശം പോലും എത്തിയിരുന്നില്ല. അതായത് തെരുവിളക്കുകൾ ഒരെണ്ണം പോലും പ്രകാശിക്കുന്ന ഒരു സാഹചര്യമായിരുന്നില്ല അവിടെ ഉണ്ടായിരുന്നത്. ഒരു പക്ഷേ അത്തരമൊരു തെരുവിളക്കുണ്ടായിരുന്നെങ്കിൽ പോലും കാട്ടാനയെ ദൂരെ നിന്ന് കാണാനും അതിൽ നിന്നും രക്ഷപ്പെടാനും സാധിക്കുമായിരുന്നു. ഏറ്റവും പ്രധാനമായും അതാണ് നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നത്. പിന്നെ ഫെൻസിങ് അടക്കമുള്ള സുരക്ഷാ സംവിധാനങ്ങൾ, സൗരോർജ്ജ ഫെൻസിങ് അടക്കം സ്ഥാപിക്കുമെന്ന് നേരത്തെ തന്നെ പ്രഖ്യാപിച്ച് ടെൻഡർ നടപടികൾ അടക്കം കഴിഞ്ഞിരുന്നെങ്കിലും പിന്നീട് ഒരു നടപടിയുമില്ല. അതുപോലെ തന്നെ ട്രെഞ്ചിങ് നടത്തുന്നതിനുള്ള കാര്യങ്ങൾ, ഇത് എല്ലാം തന്നെ പ്രഖ്യാപനത്തിൽ ഒതുങ്ങുന്ന ഒരു സാഹചര്യത്തിലാണ് കടുത്ത പ്രതിഷേധം നാട്ടുകാരിൽ നിന്നും ഉണ്ടായത്. ഇത്തരം സുരക്ഷാ സംവിധാനങ്ങൾ, ഇതൊരു ജനവാസ കേന്ദ്രമാണ്. ആ ജനവാസ കേന്ദ്രത്തിലേക്ക് കാട്ടാന നിരന്തരം എത്തുന്നു. അവിടുത്തെ കർഷകർ തന്നെ പറയുന്നു, അവിടെ നട്ടിരുന്ന റബ്ബർ മരങ്ങളും എല്ലാം തന്നെ കാട്ടാനകളുടെ നിരന്തര സാന്നിധ്യം കൊണ്ട് നശിക്കുന്ന ഒരു സാഹചര്യം. അതുകൊണ്ട് ഇപ്പോൾ ആ പ്രദേശങ്ങളിലൊന്നും കൃഷി തന്നെ ഇല്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു. ഇത്തരം സ്വൈര്യ ജീവിതത്തിന് വെല്ലുവിളിയാവുമ്പോഴും ഒരു തരത്തിലുള്ള നടപടിയും വനം വകുപ്പിൻ്റെ ഭാഗത്തുനിന്നായാലും തദ്ദേശ സ്ഥാപനങ്ങളുടെ ഭാഗത്തുനിന്നായാലും ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അതിലെ അമർഷം കൂടിയാണ് ഇന്നലെ എൽദോസിൻ്റെ മരണത്തെ തുടർന്നുണ്ടായത്. അവർ പ്രധാനമായും ഉന്നയിച്ച മറ്റൊരു ആവശ്യം, ആ കുടുംബത്തിനുള്ള ഏക ആശ്രയമായിരുന്നു എൽദോസിൻ്റെ ഈ ഒരു ജീവൻ നഷ്ടപ്പെട്ടതോടെ സഹോദരിക്ക് ഒരു ജോലി നൽകണമെന്നൊരു ആവശ്യം ഉന്നയിച്ചിരുന്നു. അടിയന്തര സഹായം ലഭ്യമാക്കണമെന്ന് പറഞ്ഞ് അതിൽ 5 ലക്ഷം രൂപ ഇന്നലെ തന്നെ ജില്ലാ കളക്ടർ ചെക്കായി കൈമാറി. 5 ലക്ഷം രൂപ എത്രയും വേഗം തന്നെ നൽകുമെന്നും പറയുന്നു. 10 ലക്ഷം രൂപയാണ് ഇപ്പോൾ പ്രാഥമികമായി പ്രഖ്യാപിച്ചിട്ടുള്ളതും. അത് അടക്കമുള്ള കാര്യങ്ങളിലും മറ്റ് സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുന്നതിലടക്കമുള്ള പ്രവർത്തികൾ ഇന്ന് തന്നെ ആരംഭിക്കുമെന്ന ഉറപ്പിലുമാണ് ഇന്നലെ പ്രതിഷേധം കെട്ടടങ്ങിയതും. ആ ഒരു സാഹചര്യത്തിൽ ഇന്നും മറ്റ് പ്രതിഷേധങ്ങളിലേക്ക് പോകുമോ എന്നതിനെക്കുറിച്ച് ഒരു വ്യക്തമായ സൂചന ലഭിക്കില്ല. എന്ത് തന്നെയായാലും പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം വിലാപയാത്രയായി നാട്ടിലെത്തിച്ച് സംസ്കാര ചടങ്ങുകൾ ഇന്ന് തന്നെ ഉണ്ടാകുമെന്നതാണ് നമുക്കിപ്പോൾ പറയാൻ കഴിയുന്നതും. വീണ. സുധീഷ്, അതോടൊപ്പം തന്നെ ഇന്ന് ജനകീയ ഹർത്താലാണ് പ്രദേശത്ത്. മാത്രമല്ല ഈ കുടുംബത്തിന് ധനസഹായം ഉൾപ്പെടെയുള്ളവ ഇന്നലെ കളക്ടറുടെ മധ്യസ്ഥതയിൽ നടന്ന ചെറിയ യോഗത്തിൽ തീരുമാനമായിരുന്നു. മറ്റെന്തൊക്കെ ഉറപ്പായിരുന്നു കളക്ടർ നൽകിയിരുന്നത്? ഇന്നലെ കളക്ടർ നൽകിയ ഏറ്റവും പ്രധാനമായിട്ടുമുള്ള ഉറപ്പ് 10 ലക്ഷം രൂപ ഈ കുടുംബത്തിനുള്ള ഏറ്റവും പ്രാഥമികമായ സഹായം. അത് ഇന്നലെ 5 ലക്ഷം രൂപയുടെ ചെക്ക് കൈമാറി. ബാക്കി 5 ലക്ഷം രൂപ കാലതാമസം ഒഴിവാക്കി എത്രയും വേഗം തന്നെ കൈമാറുമെന്ന ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ തെരുവ് വിളക്കുകളെല്ലാം തെളിയിക്കുന്നതിനുള്ള നടപടി, അതോടൊപ്പം തന്നെ ഫെൻസിങ്ങിനുള്ള നടപടി ഇന്ന് തന്നെ അതിൻ്റെ പ്രവർത്തനങ്ങൾ, സൗരോർജ്ജ ഫെൻസിങ്ങിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കും. അതോടൊപ്പം തന്നെ ട്രെഞ്ചിങ്, അത് 8 കിലോമീറ്റർ ദൈർഘ്യത്തിൽ ട്രെഞ്ചിങ് ഉൾപ്പെടെയുള്ള സുരക്ഷാ സംവിധാനങ്ങളും ഒരുക്കുമെന്നതായിരുന്നു ഏറ്റവും പ്രധാനമായിട്ടുള്ള വാഗ്ദാനം. അതിനുള്ള ഒരു കാലതാമസവും ഒഴിവാക്കാനുള്ള നടപടികൾ ഉണ്ടാവും എന്നതാണ് അറിയിക്കുന്നത്. പിന്നെ ഈ കാട്ടാനെ ഇവിടെ നിന്നും പിടിച്ചുകൊണ്ടു പോകണമെന്നൊരാവശ്യം ഉന്നയിച്ച് അത് ജില്ലാ കളക്ടർക്ക് തനിയെ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ പറ്റുന്നതല്ലാതെ വനം വകുപ്പുമായും മറ്റും ആലോചിച്ച് അതൊരു ഉചിതമായ തീരുമാനത്തിലേക്ക് പോകും എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ ഇവിടുത്തെ ഒരു വനം വകുപ്പിനെ പോലും ഇവിടേക്ക് പെട്ടെന്ന് വിളിച്ചാൽ എത്തുന്നതിനുള്ള വാഹന സൗകര്യങ്ങളുടെ ഒരു അപര്യാപ്തത കൂടി പറഞ്ഞിരുന്നു. RRTക്ക് അടക്കം അത്തരമൊരു അസൗകര്യം പറഞ്ഞ് അതിന് വാടകയ്ക്ക് വാഹനം എടുക്കുന്നതിനുള്ള നടപടി അത് ഇന്നലെ തന്നെ സജ്ജീകരിച്ചിട്ടുണ്ട് എന്നതാണ് ജില്ലാ കളക്ടർ വ്യക്തമാക്കുന്നത്. ആ രീതിയിൽ മറ്റ് പ്രതിഷേധക്കാരുടെ ആവശ്യങ്ങളില്ല, നാട്ടുകാരുടെ ആവശ്യങ്ങളെല്ലാം തന്നെ അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകും എന്നത് തന്നെയാണ് ജില്ലാ കളക്ടർ ഉറപ്പ് നൽകിയത്. ഈ കാര്യങ്ങളിലെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് എത്രത്തോളം നീങ്ങി എന്നത് സംബന്ധിച്ചാണ് ഈ 27-ന് കുട്ടമ്പുഴ വെച്ച് തന്നെ ഇതിൻ്റെ അവലോകന യോഗം നടത്താനും ജില്ലാ കളക്ടറുടെ സാന്നിധ്യത്തിൽ അവിടെ വെച്ച് നടത്താനും തീരുമാനിച്ചിരിക്കുന്നതും. അനു. ഓക്കെ, ശരി സുധീഷ്, ഇതിൻ്റെ വിവരങ്ങളിലേക്കായി വീണ്ടും തിരിച്ചു വരാം. കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കണം. കാരണം അവിടെ ഈ കാട്ടാന ഉണ്ടാക്കിയ ഭീതി എങ്ങനെയാണ് നാട്ടുകാർ മറികടക്കുന്നത്, കാട്ടാന തിരിച്ച് ഇപ്പോൾ എവിടെയാണുള്ളത്, തന്നെ സ്പോട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ, അപ്പോൾ ആ ഭാഗത്ത് കൂടുതൽ വനപാലകർ എത്തിയിട്ടുണ്ടോ, അവർക്ക് സുരക്ഷ ഒരുക്കി, ഒരുപാട് ചോദ്യങ്ങൾ ബാക്കി കിടക്കുന്നു. അതിലേക്ക് വരാം. പക്ഷേ നമ്മളെ സംബന്ധിച്ച് വളരെ സുപ്രധാനമായ മറ്റ് ചില വാർത്തകൾ കൂടി നോക്കാനുണ്ട് അല്ലേ? ഇന്നത്തെ ദിവസം വളരെ പ്രധാനമാണ് രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം. തീർച്ചയായും. കാരണം ലോക്സഭയിൽ ഇന്ന് ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പ് ബിൽ അവതരിപ്പിക്കാനിരിക്കുകയാണ്. കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘ്വാളാണ് ബിൽ അവതരിപ്പിക്കുക. സഭയിൽ എത്താൻ ആവശ്യപ്പെട്ട് BJPയും
കോൺഗ്രസും തങ്ങളുടെ ലോക്സഭാ അംഗങ്ങൾക്ക് 3 ലൈൻ വിപ്പ് നൽകി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇന്ന് എന്തായാലും കാത്തിരുന്ന ബില്ലാണ്. ഇന്ന് ഉണ്ടാകുമോ ഉണ്ടാകില്ലേ എന്നൊരു സംശയം ഇന്നലെ നിലനിന്നിരുന്നു. പക്ഷെ വൈകുന്നേരത്തോടെ അതിന് വ്യക്തത കൈവന്നിരുന്നു. ഗൗതം അനന്തനാരായൺ ചേരുകയാണ് വിവരങ്ങളുമായി. ഗൗതം, ഏറെ നിർണായകമാണ് സുപ്രധാന ബിൽ ഇന്ന് ലോക്സഭയിൽ. ഇന്നിപ്പോൾ ലോക്സഭയിൽ ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പ് ബില്ല് അവതരിപ്പിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. BJPയും അതോടൊപ്പം തന്നെ ഇന്നിപ്പോൾ കോൺഗ്രസും തങ്ങളുടെ എംപിമാർക്ക് 3 ലൈൻ വിപ്പ് നൽകിക്കൊണ്ട് തീർച്ചയായും മുഴുവൻ എംപിമാരും എത്തണമെന്ന നിർദ്ദേശം പാർട്ടി തന്നെ നൽകിയിരിക്കുകയാണ്. ഇന്നലെ ഈ ബില്ല് അവതരിപ്പിക്കുമെന്ന് സംബന്ധിച്ചുള്ള ചില വാർത്തകൾ നേരത്തെ പ്രചരിച്ചിരുന്നുവെങ്കിലും ഇന്നലെ ബില്ല് അവതരണം ഉണ്ടായില്ല. ഇന്നലെ രാവിലെ തന്നെ ലിസ്റ്റ് ചെയ്ത കാര്യപദ്ധതികൾക്കകത്ത് വൺ നേഷൻ വൺ പോളുമായി ബന്ധപ്പെട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇന്നിപ്പോൾ ലോക്സഭയിൽ കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മെഗ്വാളാകും ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ബില്ല് അവതരിപ്പിക്കുന്നത്. പ്രധാനമായും 2 ബില്ലുകളാകും അവതരിപ്പിക്കുക. ഒന്ന് ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ടുള്ള ബില്ല്, അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പും അതോടൊപ്പം തന്നെ രാജ്യത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളും ഒരുമിച്ചാക്കുന്നതിന് ചില ഭരണഘടനാ ഭേദഗതികൾ നടത്തേണ്ടതുണ്ട്. ആർട്ടിക്കിളിൽ 82A എന്ന ഒരു പുതിയ ഭേദഗതി ഭരണഘടനയ്ക്കകത്ത് എഴുതി ചേർക്കേണ്ടതായിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ളൊരു ബില്ലും അതോടൊപ്പം തന്നെ കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ തെരഞ്ഞെടുപ്പുകൾ കൂടി ഇതിനൊപ്പം നടത്തുന്നത്. നമുക്കറിയാം രാജ്യത്തെ കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ 3 നിയമസഭകളുള്ളത്. ഒന്ന് രാജ്യ തലസ്ഥാനമായ ഡൽഹിയിൽ നിയമസഭയുണ്ട്. അതോടൊപ്പം തന്നെ ജമ്മു കാശ്മീരിലും ഒപ്പം പോണ്ടിച്ചേരിയിലും നിയമസഭകളുണ്ട്. അവിടുത്തെ തെരഞ്ഞെടുപ്പുകൾ കൂടി ഈ സംസ്ഥാന നിയമസഭകൾക്കൊപ്പവും അതോടൊപ്പം തന്നെ ലോക്സഭയ്ക്കൊപ്പവും നടത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ബില്ല് കൂടിയുണ്ട്. അങ്ങനെ 2 പ്രധാനപ്പെട്ട ബില്ലുകളാകും വൺ നേഷൻ വൺ പോളുമായി ബന്ധപ്പെട്ട് ഇന്നിപ്പോൾ കേന്ദ്ര സർക്കാർ ലോക്സഭയിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. എന്തായാലും വളരെ സുപ്രധാനമായ ഒരു നീക്കമാണ് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. BJPയെ സംബന്ധിച്ചിടത്തോളം ഇത് BJPയുടെ ഒരു പ്രഖ്യാപിതമായ നയമാണ്. 2014-ലും 2019-ലെയും ഈ കടന്നുപോയ 2024-ലെയും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP പ്രകടന പത്രികയിൽ തന്നെ വൺ നേഷൻ വൺ പോളിനെ പറ്റി പരാമർശിക്കുന്നുണ്ടായിരുന്നു. അതിന് പല കാരണങ്ങൾ സർക്കാർ അതോടൊപ്പം തന്നെ BJPയും വിശദീകരിക്കുന്നുണ്ട്. ഇതിലേറ്റവും നിർണായകമായത് 2023 സെപ്റ്റംബർ മാസത്തിലാണ് മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിൻ്റെ നേതൃത്വത്തിൽ ഒരു സമിതിയെ 8-അംഗ സമിതിയെ ഈ വിഷയം പഠിക്കുന്നതിന് വേണ്ടി സർക്കാർ നിയോഗിച്ചിരുന്നു. രാംനാഥ് കോവിന്ദ് സമിതി കഴിഞ്ഞ മാർച്ചിലാണ് ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിന് മുന്നിൽ വെച്ചത്. ആ റിപ്പോർട്ടിനകത്ത് സൂചിപ്പിക്കുന്നത് വൺ നേഷൻ വൺ പോൾ നടപ്പാക്കണമെന്ന ശുപാർശ തന്നെയാണ്. അതിന് പല കാരണങ്ങൾ രാംനാഥ് കോവിന്ദ് സമിതി കണ്ടെത്തിയിട്ടുണ്ട്. എന്തായാലും സമിതിയുടെ പ്രധാനപ്പെട്ട ശുപാർശ എന്നത് 2034 ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ കൂടി നടത്തുക എന്നതാണ്. നേരത്തെ പലരും സൂചിപ്പിച്ചിരുന്നത് 2029, അതായത് വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പമാകും നിയമസഭകളിലെയും അതോടൊപ്പം തന്നെ മറ്റ് തദ്ദേശ സ്ഥാപനങ്ങളിലെയും ഒക്കെ തെരഞ്ഞെടുപ്പ് ഒരുമിച്ച് നടത്തുക എന്നുള്ളതാണ്. പക്ഷേ അതിന് ചില സാങ്കേതികമായ ബുദ്ധിമുട്ടുകൾ രാംനാഥ് കോവിന്ദ് സമിതി മുന്നോട്ട് വെച്ചു. അതിനാൽ തന്നെ സമിതിയുടെ ശുപാർശ എന്നത് 2034 തെരഞ്ഞെടുപ്പുകൾ, അത് ലോക്സഭയ്ക്കൊപ്പം തന്നെ നിയമസഭകളിലേക്കും തെരഞ്ഞെടുപ്പ് നടത്തുക എന്നതാണ് ഒരു പ്രധാനപ്പെട്ട മാനദണ്ഡം സമിതി മുന്നോട്ട് വെച്ചത്. അതോടൊപ്പം തന്നെ രണ്ടാമതായി സമിതി പറഞ്ഞത് തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് ഉള്ള തെരഞ്ഞെടുപ്പ് 100 ദിവസങ്ങൾക്ക് ശേഷം, അതായത് നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടത്തുകയും അത് കഴിഞ്ഞ് 100 ദിവസങ്ങൾ കഴിഞ്ഞാൽ രാജ്യത്തെ പഞ്ചായത്ത് അതോടൊപ്പം തന്നെ മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പുകൾ നടത്തുക. ഈ ഒരു നിർദ്ദേശമാണ് ഈ സമിതി പ്രധാനമായും മുന്നോട്ട് വെച്ചത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ 12-ാം തീയതി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കേന്ദ്ര മന്ത്രിസഭാ യോഗം ഈ സുപ്രധാനമായ വൺ നേഷൻ വൺ പോളുമായി ബന്ധപ്പെട്ടുള്ള ഭരണഘടനാ ഭേദഗതിക്ക് അംഗീകാരം നൽകി. ഇതേ തുടർന്നാണ് ഇപ്പോൾ ഈ ബില്ല് ലോക്സഭയിൽ കേന്ദ്ര നിയമമന്ത്രി അവതരിപ്പിക്കാൻ പോകുന്നത്. അനു. ശരി ഗൗതം, എന്തായാലും സുപ്രധാന ബില്ലാണ്. രാജ്യം കാത്തിരുന്ന ദിവസം ഒരുപക്ഷെ ലോക്സഭയിൽ ഇന്ന് ധനാഭ്യർത്ഥന ബില്ലിന് ശേഷം അവതരിപ്പിക്കാനിരിക്കുന്ന ഈ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബിൽ, അതിനുള്ള ചർച്ചകൾ വരും ദിവസങ്ങളിൽ എന്തായാലും അത് കാണാം. രാജ്യസഭയിലും ഉണ്ട് ഇന്ന്, കാരണം ഭരണഘടനയിന്മേൽ ചർച്ച അവിടെ തുടരുകയാണ്. ഇന്ന് മറുപടി പ്രസംഗം ഭരണ അംഗങ്ങളിൽ നിന്നും ഉണ്ടാകും. എന്തായാലും പാർലമെന്റ് ഇന്നും സമ്പൽ സമൃദ്ധമായിരിക്കും അവിടെ നിന്നുള്ള വാർത്ത. തീർച്ചയായിട്ടും. തൃശൂർ പൂരം കലങ്ങിയ വിഷയത്തിലെ അന്വേഷണ പുരോഗതി ഹൈക്കോടതി സർക്കാരിനോട് ആരാഞ്ഞതോടെ സംഭവത്തിൽ CBI അന്വേഷണം ഉണ്ടാകുമോ എന്ന ആശങ്കയിൽ കൂടിയാണ് സംസ്ഥാന സർക്കാർ. സർക്കാരിന്റെ ത്രിതല അന്വേഷണം ഇഴഞ്ഞു നീങ്ങുന്നതായി നേരത്തെ തന്നെ വിമർശനം ഉയർന്നിരുന്നു. സംഭവത്തിൽ CBI അന്വേഷണം വേണമോ എന്ന് കേന്ദ്ര നിയമ മന്ത്രാലയം സർക്കാരിനോട് അഭിപ്രായം തേടിയിരുന്നു. ആനന്ദ് പുത്തൂർ ചെയ്യുന്നുണ്ട് വിവരങ്ങളുമായി. ആനന്ദ്, അപ്പോൾ എല്ലാം കറങ്ങിത്തിരിഞ്ഞ് CBI അന്വേഷണം എന്നതിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. അത്രയും ഗൗരവത്തോടെ ആ വിഷയം
കൈകാര്യം ചെയ്യേണ്ടി വരുന്നു എന്ന് കോടതിക്കും ബോധ്യമായിരിക്കുന്ന സാഹചര്യം. കേന്ദ്രം അത് ആവശ്യപ്പെട്ടിട്ടുമുണ്ട്, അതിൻ്റെ സാധ്യതകൾ പരിശോധിക്കാൻ. അപ്പോൾ സർക്കാർ വല്ലാതെ ഈ വിഷയത്തിൽ പ്രതിരോധത്തിലായിട്ടുണ്ട്. ഈ ത്രിതല സംവിധാനത്തിലൂടെ അന്വേഷിച്ചിട്ട് പോലും എവിടെയും എത്തില്ല, അല്ലെങ്കിൽ അത് എത്തിക്കില്ല എന്ന അവസ്ഥയിൽ കൂടി ആലോചിക്കുമ്പോഴാണ് ഈ CBI അന്വേഷണം കൂടി വരുന്നത്, അല്ലെങ്കിൽ അതിനുള്ള സാധ്യതകൾ കൂടി വരുന്നത്. ആനന്ദ്, തീർച്ചയായിട്ടും. അതായത് ഇതിൽ വളരെ കൗതുകകരമായ ഒരു കാര്യം, ഇനി തൃശ്ശൂർ പൂരം, അടുത്ത തൃശ്ശൂർ പൂരത്തിന് മാസങ്ങൾ മാത്രമേ, ഏതാണ്ട് 4 മാസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത്. കഴിഞ്ഞ തൃശ്ശൂർ പൂരം കലങ്ങിയ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണത്തിൽ ഇതുവരെ എവിടെയും എത്തിച്ചേർക്കാൻ സർക്കാരിന് സാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പ്രശ്നം. നമുക്കറിയാം, മുഖ്യമന്ത്രി കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തൃശ്ശൂർ പൂരം കലങ്ങിയിട്ടില്ല, ഈ വെടിക്കെട്ട് അല്പം വൈകുക മാത്രമാണ് ചെയ്തതെന്ന് പറഞ്ഞെങ്കിലും ആഭ്യന്തര മന്ത്രാലയം അപ്പുറത്ത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേസെടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വൈരുദ്ധ്യം ഈ സർക്കാർ തലത്തിൽ തന്നെ ഉണ്ടായിരുന്നു. തുടർന്ന് ഒരു ത്രിതല അന്വേഷണം പ്രഖ്യാപിക്കുകയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തിരുവമ്പാടി ദേവസ്വത്തിന്റെയും ഈ ആരോഗ്യ പ്രവർത്തനയും എല്ലാം മൊഴിയെടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് അന്വേഷണം ഒരു വഴിയിലൂടെ പോകുമ്പോഴും ഈ അന്വേഷണത്തിലെ പുരോഗതി, അതായത് അന്വേഷണം ഒരു കൃത്യമായിട്ടുള്ള ഒരു സമയത്തിനുള്ളിൽ തീർക്കാൻ സർക്കാരിന് ഇതുവരെ സാധിച്ചിട്ടില്ല. ഇത് തന്നെയാണ് വലിയ വിമർശനങ്ങൾക്ക് സർക്കാർ നേരിടേണ്ടി വന്ന പ്രധാനപ്പെട്ട കാരണം. ഈ CBI അന്വേഷണം, അതായത് ഈ പൂരം കലങ്ങിയ വിഷയത്തിൽ ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെ തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകിയിരുന്നു. ഇതുപോലെ തന്നെ നിരവധി പരാതികളാണ് ഈ വിഷയത്തിൽ CBI അന്വേഷണം വേണമെന്നുള്ള ആവശ്യമായി ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ച് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അടക്കം പരസ്യമായി തന്നെ ഈ വിഷയത്തിൽ CBI അന്വേഷണം വരണം എന്നും ആവശ്യപ്പെട്ടിരുന്നു. എന്തായാലും ഈ കേന്ദ്ര നിയമന്ത്രാലയം കുറച്ച് ആഴ്ചകൾക്ക് മുമ്പ് ഈ സർക്കാരിനോട് ഈ വിഷയത്തിൽ വിശദീകരണം ചോദിച്ചിരുന്നു. അതായത് എന്താ CBI അന്വേഷണം വേണമോ എന്നുള്ള ഒരു അഭിപ്രായം തേടിയിരുന്നു. ഇപ്പോൾ ഹൈക്കോടതിയും ഈ സർക്കാരിന്റെ ത്രിതല അന്വേഷണത്തിൽ ഈ പുരോഗതി സർക്കാരിനോട് തേടിയിരിക്കണം. എന്തായാലും സർക്കാർ ആശങ്കയിലാണ്. ഈ വിഷയത്തിൽ ഒരു CBI അന്വേഷണം വരുമോ എന്നുള്ള ഒരു ഭയം പൊതുവെ സർക്കാരിനുണ്ട്. ഈ പ്രധാനപ്പെട്ട കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇനി തൃശ്ശൂർ പൂരത്തിന്റെ ഒരുക്കങ്ങളെല്ലാം ആരംഭിച്ചു കഴിഞ്ഞു. 3 മാസം മാത്രമാണ് തൃശ്ശൂർ പൂരത്തിന് ബാക്കിയുള്ളത്. അപ്പോഴും ഈ അന്വേഷണം പൂർത്തീകരിക്കാൻ സർക്കാരിന് സാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് വലിയ വിമർശനത്തിന് വഴിവെക്കുന്നത്. ശരി, തീർച്ചയായും ഈ ത്രിതല അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നല്ലോ, അത് ഇഴഞ്ഞു നീങ്ങുകയും ചെയ്തിരിക്കുകയാണ്. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമാണോ ആനന്ദ്? ഈ അന്വേഷണ പുരോഗതിയെ സംബന്ധിച്ച് തീർച്ചയായും ഇത് ഒരു വൃദ്ധാവസ്ഥയിലാണ് എന്ന് മനസ്സിലാക്കുന്നത്. അതായത് കണ്ണിൽ പൊടിയിടാനെങ്കിലും എന്തെങ്കിലും സർക്കാർ ചെയ്തിട്ടുണ്ടോ എന്നുള്ള ചോദ്യമാണ് അവശേഷിക്കുന്നത്, നാട്ടുകാർ ചോദിക്കുന്നത്. അതായത് ഈ ത്രിതല അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ 3 സംഘങ്ങളുടെ മൊഴിയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഒന്ന് ആരോഗ്യ പ്രവർത്തകരുടെ മൊഴിയാണ്, 2 തിരുവമ്പാടി ദേവസ്വം അധികൃതരുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം മുൻ MLA കൂടിയായിരുന്ന VS സുനിൽകുമാറിന്റെ മൊഴിയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ അന്വേഷണം എവിടെ എത്തി, എന്താണ് അന്വേഷണത്തിന്റെ പുരോഗതി, അത്തരം കാര്യങ്ങളെക്കുറിച്ചൊന്നും യാതൊരു തരത്തിലുള്ള വിവരങ്ങളും എന്തായാലും പുറത്തു വന്നിട്ടില്ല. അടുത്ത തൃശ്ശൂർ പൂരത്തിന് മുൻപെങ്കിലും, അല്ലെങ്കിൽ അടുത്ത തൃശ്ശൂർ പൂരം കഴിയുന്നതിന് മുമ്പെങ്കിലും കഴിഞ്ഞ തൃശ്ശൂർ പൂരം കലങ്ങിയ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ, സത്യാവസ്ഥ ജനങ്ങൾക്ക് അറിയാൻ സാധിക്കും എന്നുള്ള ഒരു പ്രതീക്ഷ എന്തായാലും എത്രത്തോളം വെച്ച് പുലർത്തണം എന്നുള്ളൊരു ചോദ്യം അവിടെ അവശേഷിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഡിസംബർ മാസമായി മാർച്ച് ഏപ്രിലോട് കൂടി തന്നെ അടുത്ത വർഷത്തെ പൂരം ഉണ്ടാവും. അപ്പോഴും അന്വേഷണം ഇതേ മട്ടിൽ തന്നെ മൊഴിയെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുമോ എന്ന് തന്നെയാണ് ആളുകൾ ചോദിക്കുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി കഴിഞ്ഞ ദിവസം ഈ അന്വേഷണത്തിന്റെ പുരോഗതി സർക്കാരിനോട് തേടിയിട്ടുണ്ട്. അതുപോലെ തന്നെ കേന്ദ്ര നിയമമന്ത്രാലയവും കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുൻപ് ഇത്തരത്തിൽ CBI അന്വേഷണത്തിൽ ഒരു ആവശ്യമുണ്ടോ എന്നുള്ളൊരു ചോദ്യവും സർക്കാരിനോട് ചോദിച്ചിട്ടുണ്ടാലും സർക്കാർ ഇപ്പോൾ ഹൈക്കോടതിയുടെ ഇടപെടലോട് കൂടി തന്നെ അല്പം ആശങ്കയിലാണ്. അനു, ശരി ആനന്ദ്, ആ ആശങ്ക ആനന്ദിന്റെ മുഖത്തും കാണാമായിരുന്നു. എന്താണ് എന്ന് പറയാൻ കഴിയാത്ത. ഇത് മാത്രമല്ല, ആനന്ദ് തുടക്കത്തിൽ പറഞ്ഞു തുടങ്ങിയതും അത് തന്നെയാണ്. അടുത്ത പൂരം ആവാറായി, ഇപ്പോഴും കഴിഞ്ഞ പൂരം എന്തുകൊണ്ട് കലങ്ങി എന്ന് അന്വേഷിച്ച് തീർന്നിട്ടില്ല സർക്കാർ എന്നുള്ളതാണ്. അപ്പോൾ CBI അന്വേഷണത്തിന്റെ സാധ്യതകൾ അന്വേഷിക്കുന്നതിൽ തെറ്റില്ല. കാരണം ഒരു അന്വേഷണം, അതും ഏറ്റവും അധികം നാട്ടുകാരുടെ വികാരം വ്രണപ്പെടുത്തിയ ഒരു സംഭവം കൂടിയാണ്. അപ്പോൾ അതിന്മേലൊരു അന്വേഷണം നടത്തി ഒരു തീരുമാനത്തിലേക്ക് വരാൻ കഴിയുന്നില്ല എന്ന് പറയുന്നത് അത് മനഃപൂർവ്വമാണെന്ന് കരുതാനേ കഴിയുകയുള്ളൂ. ആരോപണങ്ങൾ മാത്രം മതിയാവില്ലല്ലോ. അതെ, ശരി, ഇനി മറ്റൊന്നിലേക്ക്. VC നിയമന പ്രതിഷേധങ്ങൾക്കിടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇന്ന് കേരള സർവകലാശാല ആസ്ഥാനത്തെത്തുകയാണ്. സർവകലാശാല സംസ്കൃത വിഭാഗം സംഘടിപ്പിക്കുന്ന സെമിനാറിൽ പങ്കെടുക്കാനാണ് ഗവർണർ എത്തുക. അന്നേരം ഗവർണറുടെ യൂണിവേഴ്സിറ്റി സന്ദർശനം 2 വർഷത്തിനിടെ ഇതാദ്യമായി എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. അതേസമയം പ്രതിഷേധ സാധ്യത കണക്കിലെടുത്ത് സുരക്ഷയും ഇവിടെ ശക്തമാക്കും. കാരണം ഗവർണർ ഈ വരുന്ന ഇടങ്ങളിലൊക്കെ SFI നേരത്തെ ബാനറൊക്കെ വെച്ച് പ്രതിഷേധിക്കുക എന്നുള്ളതൊരു കീഴ്വഴക്കം പോലെ ആയിട്ടുണ്ട് അവർക്ക്. അതുകൊണ്ട് തന്നെ ഇന്നും അത് പ്രതീക്ഷിക്കുന്നുണ്ട് എന്നതാണ്. പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുകയാണ്. പ്രശാന്ത്, എപ്പോഴാണ് ഈ സെമിനാർ നിശ്ചയിച്ചിരിക്കുന്നത്? ഗവർണർ എപ്പോഴായിരിക്കും എത്തുക?
അനു 11:30-നാണ് സെമിനാർ നടക്കുക. കേരള യൂണിവേഴ്സിറ്റിയുടെ സംസ്കൃത വിഭാഗം സംഘടിപ്പിക്കുന്ന സെമിനാറാണ്. ആ സെമിനാറിലാണ് ഗവർണർ പങ്കെടുക്കുന്നത്, ചാൻസലർ കൂടിയായ ഗവർണർ പങ്കെടുക്കുന്നത്. 2 വർഷത്തിന് ശേഷമാണ് ഗവർണർ കേരള യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനത്തേക്ക് എത്തുന്നത് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട് ഈ സന്ദർശനത്തിന്. കഴിഞ്ഞ 2 വർഷങ്ങൾക്ക് മുമ്പ് സമാനമായ രീതിയിൽ ഒരു പരിപാടി യൂണിവേഴ്സിറ്റി സംഘടിപ്പിച്ചിരുന്നു. എന്നാൽ തുടർന്ന് ഇതുപോലെ പ്രതിഷേധങ്ങൾ ഉണ്ടായ സാഹചര്യത്തിൽ പിന്നീട് അങ്ങോട്ട് എത്താൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവുകയും പരിപാടി മാറ്റിവെക്കുന്ന ഒരു നിലയിലേക്കൊക്കെ മാറുകയും ചെയ്തിരുന്നു. ഏതായാലും വീണ്ടും ഈ 2 വർഷങ്ങൾക്ക് ശേഷം ഗവർണർ വീണ്ടും കേരള യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനത്തേക്ക് എത്തുന്നു എന്നതാണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. മാത്രമല്ല, ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ ഒരു രാഷ്ട്രീയ പ്രാധാന്യവും അതുപോലെ തന്നെ ഈ വിഷയത്തിലുണ്ട്. കാരണം VC നിയമനവുമായി ബന്ധപ്പെട്ടെല്ലാം കടുത്ത തീരുമാനമെടുത്തിരിക്കുന്ന ഒരു സാഹചര്യമാണ്. സർക്കാരും അതുപോലെ തന്നെ ഇടത് സംഘടനകളടക്കം ഇപ്പോൾ ഈ ഗവർണർക്കെതിരെ പ്രതിഷേധം ഉയർത്തുന്ന സാഹചര്യമുണ്ട്. അതിനെല്ലാം തൃണവൽക്കരിച്ചുകൊണ്ട് ഗവർണർ മുന്നോട്ട് പോകുന്നൊരു സാഹചര്യമുണ്ട്. ഈ വിദ്യാഭ്യാസത്തെ എല്ലാം തകർക്കുന്ന, അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ തച്ചു തകർക്കുന്ന ഒരു ഇടതുപക്ഷത്തിന്റെ നയം, ആ നയത്തിന്റെ സർക്കാരിന്റെ നയത്തിനെതിരെ ഗവർണർ എടുത്ത സമീപനമെല്ലാം ഒരു പ്രശംസ അർഹിക്കുന്ന സമയത്താണ് കേരള യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനത്തേക്ക് ഗവർണർ എത്തുന്നു എന്നതും ഏറ്റവും പ്രത്യേകതയായി കാണുന്നുണ്ട്. എന്തായാലും മോഹൻ കുന്നുമേൽ അധ്യക്ഷത, VC വൈസ് ചാൻസലർ മോഹൻ കുന്നുമേലാണ് ഈ പരിപാടിയുടെ അധ്യക്ഷത വഹിക്കുന്ന പരിപാടിയിലേക്കാണ് ചാൻസലർ ആരിഫ് മുഹമ്മദ് ഖാൻ എത്തുന്നത്. 11:30 സെമിനാർ സംഘടിപ്പിക്കുക. ആ സെമിനാറിൽ ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കേരള യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനത്തേക്ക് എത്തുന്നത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നേരത്തെ സിൻഡിക്കേറ്റ് അംഗങ്ങളിൽ ഒരു പത്രസമ്മേളനം കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. ഈ സിൻഡിക്കേറ്റ് അംഗങ്ങൾ പരിപാടിയിൽ പങ്കെടുക്കില്ല, ബഹിഷ്കരിക്കുമെന്ന് അറിയിക്കുകയും ചെയ്തു. എന്നാൽ ഗവർണറെ തടയുന്നതടക്കമുള്ള നടപടികൾ ഉണ്ടാകില്ല എന്ന് അവർ പറഞ്ഞെങ്കിൽ പോലും പ്രതിഷേധത്തിന് സാഹചര്യമുണ്ടെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. മറ്റ് വിദ്യാർത്ഥി സംഘടനകൾ ഉണ്ടാകും, ഇടത് വിദ്യാർത്ഥി സംഘടനകൾ, അവർ പ്രതിഷേധിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പോലീസിന്റെ ഒരു സുരക്ഷയും ഉണ്ടാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ നിലവിൽ പ്രതിഷേധിക്കുന്നതടക്കമുള്ള പ്രതിഷേധത്വം സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ വിദ്യാർത്ഥി സംഘടനകളുടെ ഭാഗത്തുനിന്ന് ഒരു അറിയിപ്പ് കിട്ടിയിട്ടില്ലെങ്കിൽ പോലും അതിന്റെ സാധ്യതകളുണ്ട്, തള്ളിക്കളയാൻ കഴിയില്ല. ഇനി ഈ പരിപാടി നടക്കുന്ന സ്ഥലത്തേക്ക് തള്ളിക്കയറാനുള്ള ഒരു സാഹചര്യവും കാണുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടൊരു സുരക്ഷയും ഒരുക്കുന്നുണ്ട്. എന്തായാലും കേരള യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനത്തേക്ക് ചാൻസലർ കൂടിയായിട്ടുള്ള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എത്തുന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അനു, അതേസമയം എങ്ങനെയായിരിക്കും ഈ പ്രതിഷേധത്തിന്റെ സ്വഭാവം എന്നതിനനുസരിച്ച് എന്തെങ്കിലും പ്ലാനുകൾ അവർക്കുണ്ടോ പ്രശാന്ത്? കാരണം ഭരണഘടനാപരമായ ഒരു സ്ഥാനത്തിരിക്കുന്ന ഒരാളെ ഇത്തരത്തിൽ ഒരു വിദ്യാർത്ഥി യുവജന സംഘടന തെരുവിൽ നേരിടുക എന്ന് പറയുന്നത് എത്രത്തോളം നമ്മുടെ നാടിൻ്റെ യശസ്സിനെ കളങ്കപ്പെടുത്തുന്നതായിരുന്നു എന്ന് നമുക്ക് കഴിഞ്ഞ കാലങ്ങളിലുള്ള വാർത്തകൾ ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലാകും. അപ്പോൾ ഇന്ന് അദ്ദേഹം വരുമ്പോൾ ഇത് തടയുന്നതിനായോ അത് അങ്ങനെ സംഭവിക്കരുതെന്ന് നിർദ്ദേശമോ എന്തെങ്കിലും നൽകിയതായും അറിയാമോ? വീണ, നിലവിൽ അത്തരം നിർദ്ദേശങ്ങൾ നൽകിയിട്ടുള്ള വിവരം നമുക്ക് ലഭിച്ചിട്ടില്ല. ഈ SFI അടക്കമുള്ള സംഘടനകളുടെ ഒരു രീതി നമുക്കറിയാം. കാരണം നേരത്തെ എല്ലാം ഗവർണർ പങ്കെടുക്കുന്ന പരിപാടികളെല്ലാം ഈ പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മാത്രമല്ല, ഈ പ്ലക്കാർഡുകൾ കൊണ്ടും അതുപോലെ തന്നെ ബാനറുകൾ കൊണ്ടും ഈ പ്രതിഷേധം നടത്തുകയും ഗവർണറെ അറ്റാക്ക് ചെയ്യുന്ന നിലയിലെല്ലാം പല രീതിയിലുള്ള ശ്രമങ്ങളെല്ലാം നടത്തിയിരുന്നു. അതെല്ലാം നമുക്കറിയാം. ആ ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല, ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഈ VC നിയമനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലെല്ലാം ഗവർണർ കടുത്ത ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുന്ന സമയം കൂടിയാണ്. സർക്കാരിന് പോലും ഈ വിഷയത്തിൽ ഒന്നും ചെയ്യാൻ കഴിയാത്ത രീതിയിലേക്ക് നിൽക്കുന്നൊരു സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഒരു ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളടക്കം ഇപ്പോൾ ഈ പരിപാടി ബഹിഷ്കരിക്കുകയും ചെയ്യുന്നത്. നേരത്തെ ഇതിനു മുമ്പ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഈ സെമിനാറിന്റെ ഭാഗമായിട്ടൊരു യോഗം ചേർന്നിരുന്നു. സെമിനാറിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടൊരു യോഗം ചേർന്നിരുന്നു. ആ യോഗത്തിലടക്കം സിൻഡിക്കേറ്റ് അംഗങ്ങൾ പങ്കെടുക്കില്ല, യോഗം ബഹിഷ്കരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഇന്നലെ ഒരു പത്രസമ്മേളനം വിളിക്കുകയും ചെയ്തത്. എന്തായാലും ഈ ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല, സർക്കാരുമായും അതുപോലെ തന്നെ ഇടത് സംഘടനകളുമായും എല്ലാം ഗവർണർ ഇപ്പോൾ ഇടഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. കാരണം ഈ ഗവർണർ ഈ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ ഈ ഇടത് സംഘടനകളുടെ അല്ലെങ്കിൽ സർക്കാരിന്റെ എല്ലാം തെറ്റായ നയങ്ങൾക്കെതിരെ മുന്നോട്ട് പോകുന്നൊരു സാഹചര്യമാണുള്ളത്. അതിൽ തന്റേതായ ഒരു സമീപനം സ്വീകരിച്ചുകൊണ്ട് ആ നിലപാടുമായി ഗവർണറും മുന്നോട്ട് പോകുന്നൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതാണ് ഈ VC നിയമനം അടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം മറ്റൊരു അഭിപ്രായം തേടാതെ അതുമായി മുന്നോട്ട് പോവുകയും ഒക്കെ ചെയ്തൊരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ സർക്കാരും വെട്ടിലായിരിക്കുന്ന സമയമാണ്. എന്നാൽ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് നേരിട്ടൊരു പരാമർശങ്ങളൊന്നും ഉണ്ടാകുന്നില്ലെങ്കിൽ പോലും ഇത്തരത്തിൽ ഈ ഇടത് സംഘടനകളുടെ ഭാഗത്തു നിന്ന് പ്രതിഷേധത്തിന്റെ സാഹചര്യം ഉണ്ട് എന്നാണ് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമുക്കറിയാം,
മുൻകാലങ്ങളിൽ അടക്കം ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനും അപ്പുറത്തേക്ക് ഈ കേരള യൂണിവേഴ്സിറ്റി സന്ദർശിക്കുക എന്നതൊരു അഭിമാന പ്രശ്നത്തിന്റെ ഭാഗം കൂടിയാണ്. കാരണം കഴിഞ്ഞ തവണയും 2 കൊല്ലങ്ങൾക്ക് മുമ്പ് അദ്ദേഹം എത്തിയപ്പോഴെല്ലാം പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. അതിനൊക്കെ അവഗണിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ ആ പ്രതിഷേധത്തെയൊക്കെ അവഗണിച്ചുകൊണ്ടാണ് ഇത്തവണ അദ്ദേഹം കേരള യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനത്തേക്ക് ഗവർണർ എത്തുന്നത്. അതുകൊണ്ട് തന്നെ പ്രതിഷേധം ഉണ്ടാകാൻ സാധ്യത തള്ളിക്കളയാനാകില്ല. ഇതുവരെ വിദ്യാർത്ഥി സംഘടനകൾ അങ്ങനെ പ്രതിഷേധിച്ചിട്ടില്ല. മാത്രമല്ല SFIയുടെ ഭാഗത്തുനിന്നും അങ്ങനെ ഒരു വിവരം നമുക്ക് ലഭിച്ചിട്ടില്ല, അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് ലഭിച്ചിട്ടുമില്ല. പക്ഷേ അങ്ങനൊരു സാഹചര്യം ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അത് എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യങ്ങൾക്കാണ്. നേരിട്ട് അദ്ദേഹം ഈ ക്യാമ്പസിലേക്ക് എത്തുന്ന സമയത്ത് പ്രതിഷേധിക്കുകയാണോ അതോ പ്രതിഷേധങ്ങൾക്കിടയിലാണ് ഗവർണർ ഇങ്ങനെ കേരള സർവകലാശാല ആസ്ഥാനത്തേക്ക് എത്തുന്നത് എന്ന പ്രത്യേകതയാണ് ഉള്ളത്. എന്തായാലും മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കൂടി കടക്കേണ്ടതുണ്ട്. കാരണം കോളേജ് കോമ്പൗണ്ടിനകത്ത് മുഖം മറയ്ക്കാൻ പാടില്ല എന്ന നിയമം നടപ്പിലാക്കാൻ ശ്രമിച്ച പ്രിൻസിപ്പലിനെതിരെ പ്രതിഷേധമാണ്. പറഞ്ഞു വരുന്നത് മലപ്പുറം തിരൂരങ്ങാടി PSMO കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ അസീസിനെതിരെയുള്ള പ്രതിഷേധത്തെക്കുറിച്ചാണ്. മുഖം പൂർണ്ണമായും മറച്ച് പരീക്ഷയ്ക്കെത്തിയ വിദ്യാർത്ഥികളോട് കോളേജിനകത്ത് നിഖാബ് അനുവദിക്കില്ല എന്ന് പ്രിൻസിപ്പൽ അറിയിച്ചിരുന്നു. സ്വാഭാവികമായി പരീക്ഷയാണല്ലോ. ഇതോടെയാണ് എതിർപ്പുമായി മുസ്ലിം സംഘടനകൾ രംഗത്തെത്തിയത്. പ്രതിഷേധം വ്യാപകമായതോടെ പരിഹാരം ആവശ്യപ്പെട്ട സിൻഡിക്കേറ്റ് അംഗം AK അനുരാജ് വൈസ് ചാൻസലർക്ക് കത്ത് നൽകിയ സാഹചര്യം കൂടിയുണ്ട്. ഇതിലും അനഘ ഹർഷനാണ് അവിടെ നിന്ന് ചേരുന്നത് വിവരങ്ങളുമായി. അനഘ, എന്താണ് സംഭവിച്ചത്? ആദ്യം വിശദാംശങ്ങളിലേക്ക്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വിദൂര വിദ്യാഭ്യാസത്തിന്റെ പരീക്ഷാ കേന്ദ്രമാണ് ഈ PSMO കോളേജ്. ഈ കോളേജിലേക്കാണ് 35ഓളം വരുന്ന വിദ്യാർത്ഥികൾ, അതായത് വെള്ളിമുക്ക് ക്രസന്റ് SNEC കോളേജിലെ 35ഓളം വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതാൻ ഈ കോളേജിലേക്ക് എത്തുന്നു. തുടർന്ന് ഈ വിദ്യാർത്ഥികൾ കൃത്യമായി തന്നെ പരീക്ഷ എഴുതുന്നു. ഈ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതാൻ എത്തിയ വേഷം എന്ന് പറയുന്നത് പർദ്ദ ധരിച്ച്, ഈ തട്ടം ധരിച്ച്, അതിനു മുകളിൽ നിക്കാബ് ധരിച്ച്, അതായത് മുഖം കാണാത്ത വ്യക്തമല്ലാത്ത രീതിയിലുള്ള വസ്ത്രം ധരിച്ചുകൊണ്ടായിരുന്നു ഈ വിദ്യാർത്ഥികൾ, ഈ 35 വിദ്യാർത്ഥികളും പരീക്ഷ എഴുതാൻ എത്തിയത്. അന്ന് കൃത്യമായി തന്നെ ഈ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതി. ഈ പരീക്ഷ എഴുതി പുറത്തു വന്ന വിദ്യാർത്ഥികളോട് കോളേജ് പ്രിൻസിപ്പൽ ആയിട്ടുള്ള അസീസ് മാഷ കൃത്യമായി തന്നെ ഇത്തരത്തിലുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് പരീക്ഷ എഴുതാൻ വരരുത്, നാളെ മുതൽ കൃത്യമായി ഈ നിഖാബ് ധരിക്കാതെ വേണം പരീക്ഷ എഴുതാൻ വരാൻ എന്ന് തുടങ്ങുന്ന കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായി കുട്ടികളോട് ഈ അസീസ് മാസ്റ്റർ പറയുകയുണ്ടായി. എന്നാൽ അതിനുശേഷം ഈ കാര്യങ്ങളൊക്കെ കേട്ടതിന് ശേഷം വിദ്യാർത്ഥികൾ വീട്ടിലെത്തി ഈ കാര്യം രക്ഷിതാക്കളോട് സംസാരിക്കുന്നു. ഈ രക്ഷിതാക്കളാണ്, ഇതിൽ ഒരു കുട്ടിയുടെ രക്ഷിതാവാണ് പിന്നീട് അസീസ് കോളേജ് പ്രിൻസിപ്പാളിനെ ഫോണിൽ വിളിക്കുന്നു. ഇത്തരത്തിലൊരു നിയമം മറ്റെവിടെയും ഇല്ല, താൻ JNUവിൽ പഠിപ്പിച്ച ആളാണ് എന്ന് തുടങ്ങുന്ന അർത്ഥത്തിൽ പറഞ്ഞുകൊണ്ട് ഈ പ്രിൻസിപ്പാളിനോട് തട്ടിക്കേറുന്ന രീതിയിൽ തന്നെയായിരുന്നു ആ രക്ഷിതാവ് സംസാരിച്ചത്. ആ ഓഡിയോ ക്ലിപ്പ് വലിയ രീതിയിൽ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് തന്നെ മുസ്ലിം വിദ്യാർത്ഥി സംഘടനകളൊക്കെ തന്നെ രംഗത്ത് വന്നിട്ടുണ്ട്. കൃത്യമായി തന്നെ SDPI ഈ വിഷയത്തിൽ പറഞ്ഞിരിക്കുന്നത് വിദ്യാർത്ഥികളുടെ സ്വാതന്ത്ര്യത്തിന്റെ ലംഘനമാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ SDPI പറഞ്ഞിട്ടുണ്ട്. ഈ വിഷയത്തിലാണ് ഇപ്പോൾ കാലിക്കറ്റ് സിൻഡിക്കേറ്റ് അംഗമായിട്ടുള്ള AK അനുരാജ് ഈ കാലിക്കറ്റ് വൈസ് ചാൻസലർക്ക് ഒരു കത്ത് നൽകിയിരിക്കുന്നത്. ഇത്തരത്തിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ പരീക്ഷ നടക്കുന്ന കാര്യങ്ങളിൽ കൃത്യമായ ഒരു ചട്ടം കൊണ്ടുവരണം. വേഷവിധാനവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ മുഖം മറച്ച് എത്തുന്ന വിദ്യാർത്ഥികളെ കൃത്യമായി അവരുടെ ഐഡന്റിറ്റി തിരിച്ചറിയാൻ സാധിക്കാത്ത ഒരു കാര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള പരീക്ഷ എഴുത്ത് കേന്ദ്രങ്ങളിലൊക്കെ തന്നെ കൃത്യമായ ഒരു നിയമം, ഒരു ചട്ടം വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ട് കൊണ്ടുവരണം എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് AK അനുരാജ് ഒരു കത്ത് നൽകിയിരിക്കുന്നത്, കാലിക്കറ്റ് വൈസ് ചാൻസലർക്ക് നൽകിയിരിക്കുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ അധ്യാപകന് വലിയ രീതിയിലുള്ള സൈബർ ആക്രമണങ്ങളും അത് തന്നെ അധ്യാപകനെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന രീതിയിലേക്കും ഒക്കെ തന്നെയാണ് ചർച്ച പോകുന്നത്. പക്ഷെ ആ അധ്യാപകൻ ചെയ്തിരിക്കുന്നത് കൃത്യമായ കാര്യം തന്നെയാണ്. കാരണം ഒരു പരീക്ഷ നടക്കുന്ന സമയത്താണ് ആരാണ് പരീക്ഷ എഴുതുന്നത്, ആരാണ് പരീക്ഷ എഴുതാൻ വന്നിരിക്കുന്നത്, ഈ കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ ആ വിദ്യാർത്ഥികളുടെ മുഖം കാണണം. അങ്ങനെ മുഖം പോലും മറച്ച് ആ പരീക്ഷ എഴുതാൻ വന്ന 35 വിദ്യാർത്ഥികളിൽ ചിലരൊക്കെ തന്നെ കണ്ണ് പോലും കാണാത്ത രീതിയിലായിരുന്നു വസ്ത്രം ധരിച്ചിരുന്നത്. അതായത് ഈ നിഖാബിന് മുകളിൽ ഒരു നെറ്റ് പോലുള്ള ഒരു സാധനം ധരിച്ചുകൊണ്ടായിരുന്നു അതിൽ ചില വിദ്യാർത്ഥികൾ എത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ ആരാണ് പരീക്ഷ എഴുതാൻ വരുന്നത്, ഒരു ആൾമാറാട്ടം നടത്താനുള്ള ഒരു സാധ്യതയുണ്ട്, പരീക്ഷയിൽ കോപ്പി അടിക്കാനുള്ള സാധ്യതയുണ്ട്. ഇത്തരത്തിലുള്ള സാധ്യതകളൊക്കെ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഈ അസീസ് മാസ്റ്റർ ഇത്തരത്തിൽ ഈ വസ്ത്രം ധരിച്ചുകൊണ്ട്, അത് പർദ്ദ ധരിക്കരുത് എന്നല്ല പറഞ്ഞത്, തട്ടം ധരിക്കരുത് എന്നല്ല പറഞ്ഞത്, ഇതിനൊക്കെ അപ്പുറത്തേക്ക് മുഖം
മുഖം മറച്ചുകൊണ്ടുള്ള നിഖാബ് ധരിക്കരുത് എന്ന് മാത്രമാണ് ആ കോളേജ് പ്രിൻസിപ്പൽ കൃത്യമായി അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തമാണ് അദ്ദേഹം നിറവേറ്റിയിരിക്കുന്നത്. അതിന്റെ പേരിലാണ് ഇപ്പോൾ മുസ്ലിം സംഘടനകളൊക്കെ തന്നെ രംഗത്തെത്തിയിരിക്കുന്നത്. വലിയ രീതിയിലുള്ള സൈബർ ആക്രമണം തന്നെ ആ അസീസ് മാസ്റ്റർക്ക് നേരെ ഉണ്ടാകുന്നതും. വീണ. ഓക്കെ, ശരി അനഘ. മറ്റൊന്ന്, കോഴിക്കോട് വടകരയിൽ ജനവാസ മേഖലയിൽ ഖബർസ്ഥാൻ പണിയാൻ മുസ്ലിം ലീഗിന്റെ പിന്തുണയോടെ RMP ഭരിക്കുന്ന പഞ്ചായത്ത് ഭരണസമിതിയുടെ നീക്കമെന്ന വാർത്തയാണ്. എല്ലാ നിയമങ്ങളും കാറ്റിൽ പറത്തിയാണ് കനാലിനു വേണ്ടി ഏറ്റെടുത്ത സ്ഥലത്തിനോട് ചേർന്ന് ഈ ഖബർസ്ഥാൻ പണിയുന്നത് എന്നതാണ് വാർത്ത. ഈ വിവരാവകാശ രേഖ ജനം TVക്ക് ലഭിച്ചു. ഈ പ്രദേശത്ത് തന്നെ ഖബർസ്ഥാൻ പണിയണമെന്ന വാശിക്ക് പിന്നിൽ മറ്റ് പല ഗൂഢലക്ഷ്യങ്ങളുമുണ്ട് എന്നുള്ള ആരോപണം കൂടി ശക്തമാവുകയാണ്. അനഘ തന്നെയാണ് ഈ വാർത്തയുടെ വിവരങ്ങളും നൽകുക. അനഘ, ഈ ഖബർസ്ഥാൻ പണിയുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ്? ഈ കനാലിന് സമീപമുള്ള ഭൂമിയിൽ എന്ത് വിശദീകരണമാണ് അവർ നൽകുന്നത്? കൃത്യമായി തന്നെ എല്ലാ നിയമങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഈ ഖബർസ്ഥാൻ പണിയാനുള്ള ഒരു നീക്കം ഈ വടകര ഒഞ്ചിയം പഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. അതായത് ഈ പ്രദേശത്ത് ഒരു പള്ളിയുണ്ട്. ഈ പള്ളിയോട് ചേർന്ന് ഒരു ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലമുണ്ട്. ഈ പ്രദേശത്തോട് ചേർന്ന് നിരവധി ആളുകൾ, അതായത് 100-ലധികം ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു ജനവാസ മേഖലയാണ്. ഇവിടെയാണ് ഈ ഖബർസ്ഥാൻ പണിയാനുള്ള നീക്കം ഉണ്ടായിരിക്കുന്നത്. ഇത് കൃത്യമായി തന്നെ മുസ്ലിം ലീഗിന്റെ പിന്തുണയോടെ RMP ഭരിക്കുന്ന ഈ പഞ്ചായത്താണ്. ഈ പഞ്ചായത്ത് കൃത്യമായി തന്നെ പഞ്ചായത്ത് എല്ലാ നിയമങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഈ ഖബർസ്ഥാൻ പണിയാനുള്ള അപേക്ഷയ്ക്ക് പൂർണ്ണ പിന്തുണ നൽകിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട വിവരാവകാശ രേഖകളൊക്കെ തന്നെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും ആദ്യം പറയേണ്ടത്, ഇത്തരത്തിൽ ഒരു പ്രദേശത്ത് ഇത്തരത്തിൽ ഖബർസ്ഥാൻ പോലുള്ള ശ്മശാനം അടക്കമുള്ള കാര്യങ്ങൾ പണിയുന്ന സമയത്ത് ഇത് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ഒരു ആപ്പ് ഉണ്ട്, സങ്കേതം ആപ്പ് ഉണ്ട്. ഈ ആപ്പിലാണ് അപേക്ഷ ആദ്യം സമർപ്പിക്കേണ്ടത്. എന്നാൽ നമ്മൾ വിവരാവകാശ പ്രകാരം ചോദിച്ചത് പ്രകാരം ഇത്തരത്തിൽ ഈ അപേക്ഷ സങ്കേതം ആപ്പ് വഴി നൽകിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ അങ്ങനെ നൽകിയിട്ടില്ല എന്ന വിവരാവകാശ രേഖയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അതായത് ആദ്യത്തെ നിയമലംഘനം ഇവിടെ തുടങ്ങുന്നു എന്നതാണ്. ഈ പഞ്ചായത്ത് സെക്രട്ടറിക്ക് നേരിട്ട് ഇതുമായി ബന്ധപ്പെട്ട അപേക്ഷ ഈ പള്ളിയുമായി ബന്ധപ്പെട്ട പള്ളി കമ്മിറ്റിക്കാർ നേരിട്ട് നൽകുകയാണ് ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ നിയമലംഘനം ഇവിടെ തുടങ്ങുന്നു. മറ്റൊന്ന്, ഇത്തരത്തിൽ ഒഞ്ചിയം പോലുള്ള ഒരു ഗ്രാമപ്രദേശത്ത് ഇത്തരത്തിലൊരു ശ്മശാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് അവിടെ ഗ്രാമസഭ കൂടണം. ആ സഭ കൂടി അതിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യണം. അങ്ങനെ ഒരു ഗ്രാമസഭ കൂടിയിട്ടില്ല, ഇത്തരത്തിലൊരു കാര്യവും ചർച്ച ചെയ്തിട്ടില്ല എന്നതാണ് രണ്ടാമത്തെ നിയമലംഘനം. മറ്റൊന്ന്, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങൾക്കിടയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ട്. അവർ സമരം സംഘടിപ്പിച്ചിട്ടുണ്ട്, കൃത്യമായി അവരുടെ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഒരു മുഖവിലക്കെടുക്കാതെയാണ് പഞ്ചായത്ത് അധികൃതർ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മറ്റൊന്ന്, ഇതിനുമായി ബന്ധപ്പെട്ട ഈ സ്ഥലത്ത് ഇത്തരത്തിലൊരു ഖബർസ്ഥാൻ പണിയാനുള്ള ഒരു സ്ഥലത്ത് ഈ പ്രദേശവുമായി ബന്ധപ്പെട്ട എഞ്ചിനീയർ വന്ന് പരിശോധിക്കുന്ന ഒരു നടപടിക്രമങ്ങളുണ്ട്. അതും നമ്മൾ വിവരാവകാശ പ്രകാരം ചോദിച്ചിരുന്നു. ഇത്തരത്തിൽ എഞ്ചിനീയർ വന്ന് ഈ സ്ഥലം പരിശോധിച്ചിട്ടുണ്ടോ എന്നത്. എന്നാൽ അങ്ങനെ ഒരു പരിശോധന നടന്നിട്ടില്ല എന്നാണ് നമുക്ക് വിവരാവകാശ പ്രകാരം ലഭിച്ചിരിക്കുന്നത്. അങ്ങനെ എല്ലാ രീതിയിലുമുള്ള ഗവൺമെന്റിന്റെ എല്ലാ ചട്ടങ്ങളും ലംഘിച്ചുകൊണ്ട് തന്നെയാണ് ഈ ഖബർസ്ഥാൻ പണിയാനുള്ള ഒരു നീക്കം ഇവിടെ വടകര ഒഞ്ചിയം പഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. നാട്ടുകാരുടെ എതിർപ്പുണ്ട്, വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ട്. കാരണം ഈ പ്രദേശത്തോട് ചേർന്ന് ഒരു കനാലുള്ള സ്ഥലം അക്വയർ ചെയ്തിരിക്കുന്ന ഒരു സ്ഥലമാണ്. ആ കനാലിനെ വരുന്നത് പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു വലിയ വിഭാഗം അവിടെയുണ്ട്. കാരണം ശുദ്ധജലം ലഭിക്കുന്ന ഒരു കനാലാണ് വരാൻ പോകുന്നത്. പക്ഷെ ആ കനാൽ വരുന്നതിനോട് ചേർന്ന് തന്നെയാണ് ഇവർ ഇപ്പോൾ ഖബർസ്ഥാൻ പണിയാനുള്ള ഒരു നീക്കം ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഈ ഖബർസ്ഥാൻ അവിടെ വരികയാണെങ്കിൽ അത് കുടിവെള്ളത്തിന് വലിയ രീതിയിലുള്ള ബാധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രദേശത്തെ ജനങ്ങളൊക്കെ ഇതിൽ വലിയ രീതിയിൽ പ്രതിഷേധം ഉണ്ടാകുന്നത്. മറ്റൊന്ന്, ഈ ജനവാസ മേഖലയിൽ 50 മീറ്റർ പരിധിക്കുള്ളിൽ ഒരിക്കലും ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശത്ത് ഖബർസ്ഥാൻ പണിയാൻ പാടില്ല എന്നൊരു നിയമം കൂടിയുണ്ട്. അങ്ങനെ എല്ലാ നിയമങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ട് ഒരു പ്രത്യേക വിഭാഗത്തിന് അവരുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി ആണ് ഇപ്പോൾ ഖബർസ്ഥാൻ പണിയാനുള്ള ഒരു അപേക്ഷ അല്ലെങ്കിൽ അതിനുള്ള നീക്കം പഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് പ്രത്യക്ഷ സമരത്തിലേക്ക് തന്നെ കടക്കാനാണ് ആ ഒഞ്ചിയത്തെ പ്രദേശവാസികളുടെ നീക്കം. ഓക്കെ, ശരി അനഘ. അത് ഒക്കെയും ഈ നാട്ടുകാരുടെ എതിർപ്പിനെ മറികടന്നുകൊണ്ടുള്ള ചില നീക്കങ്ങളിലേക്ക് പോകും. പ്രത്യേകിച്ച് ഈ ഖബർസ്ഥാൻ പോലെയുള്ള ഇടങ്ങൾ സ്ഥാപിക്കുമ്പോൾ അതിന് നാട്ടുകാരുടെ കൂടി അവരെ കൂടി വികാരം കണക്കിലെടുക്കേണ്ടതുണ്ട് അല്ലേ?
അത് ഇല്ലാതെ പോകുന്നു എന്ന് പറയുന്നത് സങ്കടകരമാണ്. പക്ഷേ ഏതായാലും പ്രതിഷേധം അവിടെ ഉണ്ടാകുമ്പോൾ അതേ തലത്തിലേക്ക് ഇനി നീങ്ങും എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. തുടർ വാർത്തകൾ ഉണ്ടാകും തീർച്ചയായും. അതുപോലെ തന്നെ മറ്റൊരു വിഷയമാണ് ഈ ക്രിസ്മസ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ച. അതുമായി ബന്ധപ്പെട്ട് പ്രത്യേക സമിതിയുടെയും ക്രൈംബ്രാഞ്ചിൻ്റെയും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. MS സൊല്യൂഷൻസ് യൂട്യൂബ് ചാനൽ ഉടമയുടെ മൊഴി ഇന്ന് അന്വേഷണ സംഘം രേഖപ്പെടുത്തിയേക്കും. സർക്കാർ സ്കൂളുകളിലെ അധ്യാപകരുടെ സ്വകാര്യ ട്യൂഷൻ പ്രാക്ടീസും ഇതിൻ്റെ അന്വേഷണ പരിധിയിൽ വരും എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. രശ്മി കാർത്തിക ചേരുന്ന വിവരങ്ങളുമായി. രശ്മി, ആ വഴിയിലൂടെ ആയിരിക്കണമല്ലോ ഒരുപക്ഷെ ഈ ചോദ്യപേപ്പറിൻ്റെ ചോർച്ച ഉണ്ടായിരിക്കുന്നത് എന്ന ബോധം ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പിന് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൂടി അന്വേഷണ പരിധിയിൽ കൊണ്ടുവരുന്നത് സ്വാഗതാർഹമായ കാര്യമാണ്. പക്ഷേ അതിന് ഒരു തീരുമാനം ഉണ്ടാകുമോ, ഒരു കണ്ടെത്തൽ ഉണ്ടാകുമോ എന്നുള്ളതും നമ്മൾ നോക്കേണ്ട കാര്യമാണ്. രശ്മി, ഇന്ന് അന്വേഷണം ആരംഭിക്കുകയാണ്. ചോദ്യപേപ്പർ ചോർച്ചയിൽ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം ഇന്ന് ആരംഭിക്കും. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസമാണ് പ്രത്യേക സമിതിയെ രൂപീകരിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവ് പുറത്തിറക്കിയത്. വിദ്യാഭ്യാസ ഡയറക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ ഒരു 6 അംഗ സമിതിയാണ് ഈ കേസ് അന്വേഷിക്കുക. ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണവും ഇന്ന് മുതൽ ആരംഭിക്കും. MS സൊല്യൂഷന്റെ ഉടമയെ ഉൾപ്പെടെ ഇന്ന് ചോദ്യം ചെയ്യും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ ഈ സർക്കാർ സ്കൂളിലെ അധ്യാപകർ സ്വകാര്യ ട്യൂഷൻ പ്രാക്ടീസ് നടത്തുന്നത് അതും പ്രധാനമായും അന്വേഷണ പരിധിയിൽ വരും. ആ വഴിയാണ് ഈ ചോദ്യപേപ്പർ ചോർന്നത് എന്നുള്ള ഒരു സംശയം നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല MS സൊല്യൂഷനുമായി വിരമിച്ച ഒരു സർക്കാർ അധ്യാപകന് ബന്ധമുണ്ട് എന്നുള്ളത് DDയുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. ആ റിപ്പോർട്ട് വിദ്യാഭ്യാസ വകുപ്പിന് കൈമാറിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അത് വിശദമായി പരിശോധിക്കാൻ തീരുമാനമെടുത്തത്. പക്ഷേ മുൻകാലങ്ങളിലും സമാനമായിട്ടുള്ള രീതിയിൽ ഈ ചോദ്യപേപ്പർ ചോർന്നിട്ടുണ്ട്. ഓണപരീക്ഷയ്ക്ക് ഉൾപ്പെടെ ആ ഒരു സമയത്ത് കൃത്യമായൊരു ഇടപെടൽ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തു നിന്നോ പോലീസിന്റെ ഭാഗത്തു നിന്നോ ഉൾപ്പെടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കില്ലായിരുന്നു. കഴിഞ്ഞ ദിവസം യോഗത്തിന് ശേഷം വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ അദ്ദേഹത്തോട് ചോദ്യം ചോദിക്കുകയുണ്ടായി. നേരത്തെ ഉണ്ടായ ചോദ്യപേപ്പർ ചോർച്ചയിൽ കൃത്യമായ ഇടപെടൽ ഉണ്ടായിരുന്നോ, അന്വേഷണം നടത്തിയോ എന്നൊക്കെ. ഇപ്പോൾ അദ്ദേഹത്തിന്റെ മറുപടി വളരെ വിചിത്രമായ ഒരു മറുപടിയായിരുന്നു. അന്വേഷണങ്ങൾ ഇതൊന്നും വലിയ രീതിയിൽ പർവ്വതീകരിച്ച് കാണിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ചെറിയ അന്വേഷണങ്ങളൊക്കെ നടത്തി അത് വിദ്യാഭ്യാസ വകുപ്പിൽ തന്നെ അത്തരം അന്വേഷണം നടത്തി അവസാനിപ്പിക്കുകയാണ് പതിവ് എന്നുള്ളത്. ഈ വിഷയങ്ങളെ വളരെ നിസാരവൽക്കരിച്ചുകൊണ്ടുള്ള മറുപടിയാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ആദ്യ ഘട്ടത്തിൽ തന്നെ ഇത്തരത്തിലുള്ള ഒരു വീഴ്ച അല്ലെങ്കിൽ ചോദ്യപേപ്പർ ചോരുമ്പോൾ അതിൽ കൃത്യമായി തന്നെ പോലീസിന്റെ അന്വേഷണം അല്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പ് തന്നെ കൃത്യമായൊരു അന്വേഷണം നടത്തുകയും അവർക്കെതിരെ ശക്തമായൊരു നടപടിയുമായിരുന്നു കൈക്കൊള്ളേണ്ടത്. ഇതിൽ തന്നെ പോലീസിന് വിദ്യാഭ്യാസ വകുപ്പ് പരാതി കൈമാറി ദിവസങ്ങളോളം കഴിഞ്ഞ് അതിൽ അന്വേഷണം ആരംഭിക്കുന്നതിൽ തന്നെ വിമർശനം നിലനിൽക്കുന്നുണ്ട്. ഏതായാലും ഇത് വ്യാപകമായി വിമർശനങ്ങൾ ഉയർന്ന പശ്ചാത്തലത്തിലാണ് ഏതായാലും സമിതിയെ രൂപീകരിക്കുകയും അതോടൊപ്പം തന്നെ ക്രൈംബ്രാഞ്ച് അന്വേഷണം ആരംഭിക്കുകയും ചെയ്ത് MS സൊല്യൂഷൻസിന്റെ ഉടമയിൽ നിന്നുൾപ്പെടെ ഇന്ന് മൊഴി രേഖപ്പെടുത്തും. ഇതിൽ അധ്യാപകരുടെ പങ്ക് എത്രത്തോളം ഉണ്ട്, ഈ സ്വകാര്യ ട്യൂഷൻ സെന്ററുകളിൽ പ്രാക്ടീസ് നടത്തുന്നവരാണോ ഇതിന് പിന്നിൽ എന്നതടക്കമുള്ള കാര്യങ്ങൾ വിശദമായി പരിശോധിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഇതിൽ ഈ അധ്യാപകരുടെ രാഷ്ട്രീയ ബന്ധം ഉൾപ്പെടെ കൃത്യമായൊരു നടപടി സ്വീകരിക്കാതിരിക്കാനുള്ള കാരണങ്ങളാണ്. ഏതായാലും ഈ അന്വേഷണ റിപ്പോർട്ട് ഏത് രീതിയിലാകും, എന്ത് നടപടി കൈക്കൊള്ളും എന്നുള്ളതൊക്കെ കണ്ടറിയേണ്ടിയിരിക്കുന്നു. വീണ. ഓക്കെ, ശരി രശ്മി സൂചിപ്പിച്ചതാണ് ഈ അന്വേഷണ റിപ്പോർട്ടിന് എന്താകും എന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കും. തീർച്ചയായിട്ടും ഏറ്റവും പ്രധാനപ്പെട്ട തലക്കെട്ടുകളിലേക്ക് വീണ്ടും. लगातार इस सिलसिला चलता रहा। 1947 से लेकर के अब तक 209 हिंदुओं की निर्मम हत्या वहां हुई है संभल के अंदर, 209 हिंदुओं की। और സംഭൽ സംഘർഷത്തിൽ പ്രതിപക്ഷത്തെ കടന്നാക്രമിച്ച യോഗി ആദിത്യനാഥ്. സ്വാതന്ത്ര്യത്തിന് ശേഷം സംഭലിൽ കൊല്ലപ്പെട്ടത് 209 ഹിന്ദുക്കൾ. ഇപ്പോൾ മുതലക്കണ്ണീർ ഒഴുക്കുന്നവർ അതേപ്പറ്റി മൗനം പാലിക്കുന്നു. അടുത്തിടെ നടന്ന സംഘർഷത്തിന് കാരണം ചിലരുടെ വർഗീയ പ്രസംഗമെന്നും UP മുഖ്യമന്ത്രി. കാട്ടാന ഭീതി ഒഴിയാതെ കേരളം. കോതമംഗലത്ത് യുവാവിനെ കാട്ടാന ചവിട്ടിക്കൊന്നു. മരിച്ചത് ക്നാച്ചേരി സ്വദേശി എൽദോസ്. പ്രദേശത്ത് വൻ പ്രതിഷേധവുമായി നാട്ടുകാർ. മൃതദേഹം നീക്കം ചെയ്തത് 7 മണിക്കൂറിന് ശേഷം. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബിൽ ഇന്ന് പാർലമെന്റിൽ കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘ്വാൾ ലോക്സഭയിൽ അവതരിപ്പിക്കും. എല്ലാ MP-മാർക്കും വിപ്പ് നൽകി BJP.
വടകരയിൽ ജനവാസ മേഖലയിൽ ഖബർസ്ഥാൻ പണിയാൻ നീക്കം. നിയമങ്ങൾ കാറ്റിൽ പറത്തിയുള്ള പഞ്ചായത്ത് ഭരണസമിതി നീക്കം മുസ്ലിം ലീഗിന്റെ പിന്തുണയോടെ. പിന്നിൽ ഗൂഢലക്ഷ്യങ്ങളെന്ന ആരോപണം. വിവരാവകാശ രേഖകൾ ജനം ടിവിക്ക്. കോളേജ് കോമ്പൗണ്ടിനകത്ത് മുഖം മറയ്ക്കാൻ പാടില്ലെന്ന നിയമം നടപ്പിലാക്കാൻ ശ്രമിച്ച പ്രിൻസിപ്പലിനെതിരെ പ്രതിഷേധവുമായി മുസ്ലിം സംഘടനകൾ. മലപ്പുറം തിരൂരങ്ങാടി PSMO കോളേജിൽ മുഖം പൂർണ്ണമായി മറച്ച് പരീക്ഷയ്ക്കെത്തിയ വിദ്യാർത്ഥികളെ വിലക്ക്. നിഖാബ് അനുവദിക്കില്ലെന്ന നിലപാടിൽ ഉറച്ച പ്രിൻസിപ്പൽ ഡോക്ടർ അസീസ്. മരണപാതകളായി സംസ്ഥാനത്തെ നിരത്തുകൾ. റോഡപകടങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഗതാഗത മന്ത്രി വിളിച്ച യോഗം ഇന്ന്. അപകടങ്ങൾ കുറയ്ക്കാനുള്ള റിപ്പോർട്ടുകളും നിർദ്ദേശങ്ങളും ചർച്ചയാകും. ബ്രിസ്ബെയിൻ ടെസ്റ്റിൽ ഓസ്ട്രേലിയക്കെതിരെ തകർന്നടിഞ്ഞ ഇന്ത്യ. ഒന്നാം ഇന്നിംഗ്സിൽ 150 റൺസ് നേടുന്നതിനിടെ ഇന്ത്യക്ക് 6 വിക്കറ്റ് നഷ്ടം. ഇപ്പോൾ വനമന്ത്രി A.K. ശശീന്ദ്രൻ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. കേൾക്കാം അദ്ദേഹത്തിന്റെ വാക്കുകൾ. ഉയർന്നു വരികയുണ്ടായി. അതിൽ അസ്വാഭാവികമായി ഒന്നുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു ചെറുപ്പക്കാരൻ അതിദാരുണമായി കൊല്ലപ്പെടുക എന്നത് ആർക്കും അംഗീകരിക്കാനോ ഉൾക്കൊള്ളാനോ കഴിയാവുന്ന ഒരു കാര്യമല്ല. എന്നാൽ ആ സംഭവം അറിഞ്ഞ ഉടനെ തന്നെ കളക്ടർമാരുമായി ഞാൻ ബന്ധപ്പെടുകയുണ്ടായി. എറണാകുളം ജില്ലാ കളക്ടർ ആ കാര്യത്തിൽ മോണിറ്ററിംഗ് നടത്തുന്നതിനുള്ള നിർദ്ദേശവും നൽകി. അവിടെ ഉദ്യോഗസ്ഥന്മാർ വനം വകുപ്പിലെയും റവന്യൂവിലെയും ഉദ്യോഗസ്ഥന്മാരെത്തുകയും ജനങ്ങളുമായി സംസാരിക്കുകയും ചെയ്തെങ്കിലും ജില്ലാ കളക്ടർ എത്തി അവരുടെ ആശങ്കകൾ പരിഹരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് ഉറപ്പ് കിട്ടിയാൽ മാത്രമേ മൃതദേഹം കൊണ്ടുപോകാൻ കഴിയുള്ളൂ എന്ന നിലപാട് അവർ സ്വീകരിച്ചു. ഇതേ തുടർന്ന് വളരെ വൈകിയാണെങ്കിലും രാത്രി വൈകിയാണെങ്കിലും ജില്ലാ കളക്ടർ അവിടെ എത്തുകയും ബന്ധപ്പെട്ടവരുമായി കൂടിയാലോചിച്ച് പരിഹാരമാർഗങ്ങൾ നിർദ്ദേശിക്കുകയും അവ നടപ്പിലാക്കാനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുകയും ചെയ്തതോടുകൂടിയാണ് സംഘർഷത്തിന് അയവ് വന്നിട്ടുള്ളത്. ഇപ്പോൾ മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. പോസ്റ്റ്മോർട്ടം തുടങ്ങിയ സാധാരണ നടത്തിവരുന്ന നിയമപരമായ നടപടികൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. ഇന്നലത്തെ കലക്ടറുമായി സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ളത് അവർക്ക് കൊടുക്കാനുള്ള സഹായധനം 10 ലക്ഷം 2 ഗഡുക്കളായിട്ടാണ് കൊടുക്കേണ്ടതെങ്കിലും ഒരുമിച്ച് ഇന്ന് തന്നെ കൊടുക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് നിർദ്ദേശം അങ്ങനെ ചെയ്യാമെന്ന് അവരോട് ഉറപ്പ് നൽകിയിട്ടുമുണ്ട്. പിന്നെയുള്ളത് ഈ വരുന്ന വഴിയിൽ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ വീഴ്ചയുണ്ടായിട്ടുണ്ട് എന്നാണ്. അത് നേരത്തെ കിട്ടിയ ഫെൻസിങ്ങുകൾ ഏരിയകളെല്ലാം തന്നെ നഷ്ടപ്പെട്ടിട്ടുണ്ട്, നശിച്ചു പോയിട്ടുണ്ട്. ട്രെഞ്ച് കുഴിക്കാനുള്ള നിർദ്ദേശങ്ങൾ തുടങ്ങാൻ കഴിഞ്ഞിട്ടിരുന്നില്ല. എന്നാൽ ഇന്നലെ തന്നെ കളക്ടറും കൂടി നടത്തിയ ചർച്ചയിൽ അവിടെ വഴിവിളക്കുകൾ സ്ഥാപിക്കാനും ട്രെഞ്ച് കുഴിക്കാനും മറ്റ് സ്ഥലങ്ങളിൽ സോളാർ ഹാങ്ങിങ് ഫെൻസിങ് സ്ഥാപിക്കാനുമുള്ള നടപടികൾ പൂർത്തിയാക്കുകയുണ്ടായി. കാരണം നടപടി പൂർത്തിയാക്കിയെന്ന് പറഞ്ഞാൽ ഇതിനുള്ള അനുവാദം നേരത്തെ നൽകിയിട്ടുള്ളതാണ്. ടെൻഡർ നടപടികൾ ആരംഭിച്ചു. 3 പ്രാവശ്യം ടെൻഡർ ചെയ്തിട്ടും ആരും വരാം. അപ്പോൾ ഒരു നടപടിക്രമങ്ങളുടെ ഒരു പ്രശ്നമുണ്ട്. ആരും വരാതിരുന്നാൽ മാത്രമേ നെഗോസിയേഷന് സാധിക്കുകയുള്ളൂ. ഇന്നലെ തന്നെ ഇന്ന് ട്രെഞ്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാനുള്ള നടപടികൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. കോതമംഗലം MLA ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ അവിടെ എത്തുകയും ജനങ്ങളുമായി സംസാരിക്കുകയും സമാധാന അന്തരീക്ഷം നിലനിർത്തുന്നതിനുള്ള ശ്രമങ്ങൾ ഏർപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അവിടെ സമാധാന അന്തരീക്ഷമുള്ളത് ജില്ലാ കളക്ടർ മുഖാന്തരം ഗവൺമെൻറ് നൽകിയ ഉറപ്പുകൾ സമയബന്ധിതമായി പാലിക്കുന്നതിനുള്ള എല്ലാ നടപടികളും സ്വീകരിക്കാനാണ് വനം വകുപ്പ് തീരുമാനിച്ചിട്ടുള്ളത്. ഇതിനകത്ത് ഈ നാട്ടുകാർ തന്നെ പലതവണ ഈ വനംവകുപ്പിനെ ബന്ധപ്പെടുമ്പോൾ ഈ വനംവകുപ്പ് ഒരു നിരുത്തരവാദിത്തപരമായിട്ട് പെരുമാറുന്നു, അല്ലെങ്കിൽ വാഹനമില്ല എന്നുള്ള പ്രശ്നമൊക്കെ ഉണ്ട്. നിലവിൽ അങ്ങനെ ഈ മറ്റ് ഓഫീസുകളിൽ കൊടുക്കുന്ന തരത്തിലുള്ള വാഹനങ്ങൾ അവിടെ ലഭ്യതക്കുറവാണോ? എന്താണ് അവിടുത്തെ അടിസ്ഥാന പ്രശ്നം? എന്താണ്?
അല്ല, വാഹനക്കുറവിൻ്റെ ഒരു പ്രശ്നം RRT രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് നിലവിലുണ്ടായിരുന്നു. അതും ബഹുമാനപ്പെട്ട MLA തന്നെ അതിനുള്ള വാഹനം വാങ്ങിക്കാനുള്ള പണം MLA ആസ്തി വികസന ഫണ്ടിൽ നിന്നും കൊടുക്കാൻ തീരുമാനിച്ചത്. അപ്പോൾ നടപടിക്രമം പൂർത്തിയാക്കി ടെൻഡർ വിളിച്ച് വാഹനങ്ങളൊക്കെ വാങ്ങിക്കാൻ പറ്റും. നമ്മൾ സ്വകാര്യ വ്യക്തി ഒരു കടയിൽ പോയി വാഹനം വാങ്ങിക്കുന്നത് പോലെ വനം വകുപ്പിനോ MLA ഫണ്ട് ഉപയോഗിച്ച് വാങ്ങിക്കാൻ പറ്റില്ല. ആ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ എടുത്ത സമയമാണ് ഇതിനൊക്കെ. കഴിഞ്ഞ 2 ആഴ്ച മുമ്പേ തന്നെ ഞാൻ എറണാകുളം കോതമംഗലം MLA-യുമായി ഇവിടെ അവിടുത്തെ ജനപ്രതിനിധികളുമായി സംസാരിച്ചപ്പോൾ അവരും ഈ പ്രശ്നം പറഞ്ഞു, ഇതിനൊരു കാലതാമസം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ടെൻഡർ നടപടികൾക്കുള്ള കാലതാമസം ഒരു പ്രശ്നമാണ്. ഒന്നാമത് വനം വകുപ്പിലെ ചെറിയ ചെറിയ പ്രവൃത്തികൾ ഏറ്റെടുക്കാൻ കരാറുകാർ തയ്യാറാകുന്നില്ല. അപ്പം അതിന് പ്രധാന കാരണം അവർക്ക് യഥാസമയം അതിൻ്റെ പണം കിട്ടുന്നില്ല എന്നുള്ളതാണ്. പണം ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ട്. ഇപ്പോൾ ഈ കുട്ടമ്പുഴ, കോതമംഗലം ആ റേഞ്ചുമായി ബന്ധപ്പെട്ട പ്രദേശങ്ങളിലുള്ള ഹാങ്ങിങ് ഫെൻസിങ് സ്ഥാപിക്കുന്നതിനും ട്രെഞ്ചുകൾ സ്ഥാപിക്കാനുള്ള പണം അനുവദിക്കുകയും ടെൻഡർ നടപടിയിൽ പോവുകയും ചെയ്തതാണ്. ആ ടെൻഡർ നടപടി പൂർത്തിയാക്കുന്നതിനുള്ള കാലതാമസമാണ് അവിടെ ഉണ്ടാകാൻ കാരണം. വഴിവിളക്കുകൾ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം, പക്ഷേ അത് ചെയ്യേണ്ടത് എല്ലാം വനംവകുപ്പിൻ്റെ തന്നെയാണ്. വഴിവിളക്കുകൾ സ്ഥാപിക്കേണ്ട ചുമതലയൊന്നും വനംവകുപ്പിനല്ല, പക്ഷേ ചുമതല വനംവകുപ്പിൻ്റെ എല്ലാം ഇപ്പോൾ അവിടെ പറഞ്ഞാൽ നടക്കില്ല. പക്ഷെ ഓരോരുത്തർക്കും ഓരോ ചുമതലയുണ്ടല്ലോ. റോഡുകളിൽ വഴിവിളക്കുകൾ സ്ഥാപിക്കൽ വനപ്രദേശത്ത് പിന്നെ ഈ വനപ്രദേശങ്ങളിൽ കൂടുതൽ റോഡുകൾ ഉണ്ടാക്കുന്നത് ഒരു ദൂഷണമാണോ എന്നൊരു ചോദ്യം ഇതിലൂടെ വരുന്നുണ്ട്. രാത്രിയും പകലും ഇല്ലാതെ ആളുകൾക്ക് സഞ്ചരിക്കാനുള്ള സാഹചര്യം കൂടുതൽ ഒരുക്കി കൊടുക്കുന്നതിനനുസരിച്ച്, അതിനുള്ള അനുവാദം കൊടുക്കുന്നതിനനുസരിച്ച് ഇത്തരം അപകടങ്ങൾ മൂർച്ഛിക്കുകയാണ് എന്ന വസ്തുത ഈ കൂട്ടത്തിൽ നമ്മൾ വിസ്മരിച്ചു പോകരുത്. ഈ പറയുന്നത് പോലെ നിരവധി തവണ ഈ ഫെൻസിങ് ആവശ്യമൊക്കെ അവർ ഉന്നയിച്ചതാണല്ലോ, പക്ഷെ അന്നൊന്നും അല്ല, അതിപ്പോൾ ഞാൻ പറഞ്ഞു, ഇന്ന് നിങ്ങളൊരു ആവശ്യം ഉന്നയിച്ചു, അടുത്ത നടപടി എന്താ? പിറ്റേന്ന് രാവിലെ പ്രവൃത്തി തുടങ്ങലാണ്. പ്ലീസ് 1 മിനിറ്റ്. അതിന് സർക്കാരിനങ്ങനെ അതിന് പണം കണ്ടെത്തണം, നിയമപരമായ പരിശോധന നടക്കണം, ഉത്തരവുകൾ പാസ്സാക്കണം. അത് താഴെത്തരം തൊട്ട് മേലേത്തരം വരെയുള്ള ഉദ്യോഗസ്ഥന്മാർ ഉത്തരവ്. ഈ നടപടിക്രമങ്ങളൊന്നും ഇല്ലാതെ ഒരു സ്വകാര്യ വ്യക്തി പണം ചെലവ്, ഇപ്പം ഞാൻ പറഞ്ഞു, ഈ പണം കിട്ടിയതുകൊണ്ട്, അപേക്ഷ കിട്ടിയതും അത് പരിഗണിച്ചുകൊണ്ടാണല്ലോ ഇപ്പോൾ ഈ 3 മാസം കൊണ്ട് ഈ കാര്യങ്ങളൊക്കെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി പണം അനുവദിച്ചത്. അല്ല, അവരോട് പറഞ്ഞിട്ടുണ്ട്. അവർ ഉറപ്പ് കിട്ടിയെന്ന് പറഞ്ഞാൽ അവിടുത്തെ MLA ജനപ്രതിനിധികളും വന്നപ്പോൾ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പണം അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ടെൻഡർ ക്ഷണിച്ചുകൊണ്ടുള്ള ഉത്തരവിൻ്റെ കോപ്പി കൊടുത്തിട്ടുണ്ട്. ഉറപ്പ് കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ അവിടെ ജനപ്രതിനിധികളോടല്ലേ എല്ലാവരോടും നമ്മൾ സംസാരിച്ചിട്ടില്ലല്ലോ. ആ ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ഉത്തരവുകൾ കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നാണ് പരിശോധിക്കേണ്ടത്. ആ ഉത്തരവുകൾ നടപ്പിലാക്കാനുള്ള സ്വാഭാവികമായ ഒന്നാമത്തെ ടെൻഡർ കഴിഞ്ഞു, ആരും വന്നില്ല. പിന്നെ 15 ദിവസം കൊടുത്തില്ലേ രണ്ടാമത്തെ ടെൻഡറിന്, അടുത്ത 15 ദിവസം കൂടി കൊടുത്താലേ മൂന്നാമത്തെ ടെൻഡർ ആകും. അതും കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് ആലോചിക്കണം. ഇത് നമ്മുടെ സർക്കാർ സംവിധാനത്തിലെ നടപടിക്രമങ്ങളുടെ ഫലമായി ഉണ്ടാകുന്ന കാലതാമസം ഒഴിച്ച് ഒരു കാലതാമസവും കുട്ടമ്പുഴയിൽ ഉണ്ടായിട്ടില്ല. അതിനകത്ത് വേറെ പ്രശ്നം, ഈ ഇന്നലെ വൈകിട്ട് ജോലി കഴിഞ്ഞ് അവിടെ മടങ്ങിയ പല ആളുകളും ഈ വനംവകുപ്പിന്റെ ഓഫീസിൽ അവിടെ ആനയുണ്ട്, വഴിയിൽ ആന നിൽക്കുന്നതായിട്ടുള്ള കാര്യം വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ അറിയിച്ചിരുന്നു. പക്ഷെ അവർ ഒരു നിർദ്ദേശം, ഒരു അലേർട്ട് കൊടുക്കാനോ അങ്ങനെ ഒരു തരത്തിലുള്ള നടപടിക്കും വനംവകുപ്പ് മുന്നോട്ട് വന്നില്ല എന്നുള്ള ആക്ഷേപമാണ് പ്രധാനമായിട്ട് ഉയർന്നത്. ജനപ്രതിനിധികളാരും അങ്ങനെ പറഞ്ഞില്ല. അവിടെ ഓരോ വ്യക്തികൾക്ക് ഒരുപാട് അഭിപ്രായം, അവിടെ കൂടിയ 100 പേർക്ക് 100 അഭിപ്രായം ഉണ്ടാവില്ല. അല്ലാതെ അങ്ങനെ ഒരു പ്രശ്നം അവിടെ ഉണ്ടായെന്ന് എനിക്ക് തോന്നുന്നില്ല. ജനപ്രതിനിധികൾ അങ്ങനെ ഉദ്യോഗസ്ഥന്മാരെന്ന് പറഞ്ഞാൽ അവിടെ ആ സ്പോട്ടിലല്ലല്ലോ ഉള്ളത്. 35-40 കിലോമീറ്റർ അകലെയുള്ള ഓഫീസുകളിൽ ഇവിടുത്തെ DF എന്ന് പറഞ്ഞാൽ മൂന്നാറിൽ നിന്ന് കുട്ടമ്പുഴ എത്താൻ സമയത്തിലെടുക്കും. ജില്ലാ കളക്ടർക്ക് എറണാകുളത്ത് നിന്ന് കോതമംഗലത്ത് കുട്ടമ്പുഴ എത്താൻ സമയമെടുക്കും. ആ സമയത്തിനൊന്നും നമുക്ക് ആ കാലതാമസമാണ്, ഉദാസീനതയാണെന്ന് പറഞ്ഞങ്ങനെ കുറ്റപ്പെടുത്താമോ? എടുക്കേണ്ട സമയത്തിനും അപ്പുറം, യഥാർത്ഥത്തിൽ അനിവാര്യമായ സമയത്തിനും അപ്പുറം കാലതാമസം ഉണ്ടാക്കിയെങ്കിൽ മാത്രമേ അല്ലേ. എന്തുകൊണ്ടാണ് നിങ്ങൾ എന്നിരുന്നാലും അവിടുത്തെ സംഭവങ്ങൾ സംബന്ധിച്ച് ഒരു റിപ്പോർട്ട്, പൂർണ്ണതോതിലുള്ള റിപ്പോർട്ട് സമർപ്പിക്കാൻ വേണ്ടി നിർദ്ദേശിച്ചിട്ടുണ്ട്. വന്യജീവി മനുഷ്യ സംഘർഷവുമായി ബന്ധപ്പെട്ട് നിരവധി പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിൻ്റെ ഏതെങ്കിലും ഈ ഫണ്ടുകളെ സംബന്ധിച്ച് നൽകാനുള്ള ഈ പ്രതിരോധ പ്രവർത്തനത്തിനും ഫെൻസിങ്ങിനും ഒക്കെ നൽകാനുള്ള തുക നമുക്ക് കേന്ദ്രത്തിൽ നിന്ന് യഥാവധി ലഭിക്കുന്നുണ്ടോ? ഏതെങ്കിലും പെൻഡിങ് ഉണ്ടോ? ഈ മാസം കഴിഞ്ഞ 27-ാം തീയതി ഞങ്ങൾ കേന്ദ്ര വനം വകുപ്പ് മന്ത്രിയെ കണ്ടിരുന്നു. കണ്ടപ്പോൾ കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം അവിടുത്തെ പ്രോജക്റ്റുകൾ പൂർത്തിയാക്കുന്നതോടൊപ്പം തന്നെ
വന്യജീവി സംഘർഷം അവസാനിപ്പിക്കാൻ ആവശ്യമായ നടപടികൾക്കായി പ്രത്യേക ധനസഹായം വേണമെന്ന് ആവശ്യപ്പെട്ടു. പരിശോധിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്, തരുമായിരിക്കാം. പക്ഷേ ഇവിടെ 2021 തന്നെ ഇവിടുത്തെ ഗുരുതരമായ പ്രശ്നം കേരളത്തിൻ്റെ വനമേഖലയിലെ കർഷകർ നേരിടുന്ന പ്രശ്നം എന്നുള്ള നിലക്കാണ് വന്യജീവി മനുഷ്യ സംഘർഷത്തെ സർക്കാർ കണ്ടത്. ഒരു വലിയ പാക്കേജ് ഞങ്ങൾ തയ്യാറാക്കി. ദീർഘകാല അടിസ്ഥാനത്തിൽ ഒരു 11 കൊല്ലം കൊണ്ട് പൂർത്തിയാക്കാൻ കഴിയുന്ന ദീർഘകാല അടിസ്ഥാനത്തിലുള്ള പ്രോജക്റ്റ് തയ്യാറാക്കി. ആ പ്രോജക്റ്റിന് പ്രത്യേകമായി സാമ്പത്തിക സഹായം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് 2021 തന്നെ ഞാൻ മന്ത്രിയായതിനു ശേഷം 2-3 മാസം കഴിഞ്ഞതിന് ശേഷം ഡൽഹിയിൽ ചെന്ന് ബഹുമാനപ്പെട്ട മന്ത്രിയെ കണ്ടിരുന്നു. ചെയ്യാം എന്ന് പറഞ്ഞതല്ലാതെ ഒന്നും പറഞ്ഞില്ല. പിന്നീട് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ഞാനും ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രിയും പോയി അവിടുത്തെ പട്ടയ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾക്ക് വേണ്ടി പരിഹാരം നിർദ്ദേശിച്ചുകൊണ്ടുള്ള പരിഹാരം തേടിയുള്ള സന്ദർശനം നടത്തിയിരുന്നു. ചെയ്യാമെന്ന് പറഞ്ഞതല്ലാതെ ചെയ്യാതെ ഇന്നലെയും പറഞ്ഞതെന്താണ്? പക്ഷെ ഒരു കാര്യം 27-ാം തീയതി കണ്ട് പറഞ്ഞു, ആ 620 കോടി രൂപയുടെ പാക്കേജിന് ഒരു കാശ് പോലും തരാൻ കഴിയില്ല. കുട്ടമ്പുഴയിൽ എൽദോസിനെ കാട്ടാൻ ആക്രമിച്ച് കൊലപ്പെടുത്തിയതിലാണ് വനമന്ത്രിയുടെ പ്രതികരണം മാധ്യമങ്ങൾ തേടിയത്. സഹായധനം ഇന്ന് തന്നെ നൽകും. എൽദോസിൻ്റെ കുടുംബത്തിന് 10 ലക്ഷം രൂപയായിരുന്നല്ലോ നൽകാൻ തീരുമാനിച്ചിരുന്നത്. അത് ഇന്ന് തന്നെ നൽകുമെന്ന് പറയുന്നു. പക്ഷേ അത് എൽദോസിൻ്റെ കുടുംബത്തിന് മാത്രം ഒരു സഹായമെന്ന് പറയുമ്പോൾ തന്നെ ആ നാട്ടുകാർ ഒന്നടങ്കം ആശങ്കയിലാണെന്നുള്ള കാര്യം അദ്ദേഹത്തിനെ ധരിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ സംഭവം അറിഞ്ഞ ഉടനെ തന്നെ കളക്ടറുമായി ബന്ധപ്പെട്ടു. കൂടുതൽ ഫെൻസിങ് ആ ഭാഗത്ത് നടത്താനുള്ള തീരുമാനങ്ങളിലേക്ക് വന്നിട്ടുണ്ടെന്നും ഇന്ന് തന്നെ ട്രഞ്ചിങ് ആരംഭിക്കുമെന്നും അവിടെ വഴിവിളക്കുകൾ സ്ഥാപിക്കുന്നുമൊക്കെ പറയുന്നുണ്ട്. ഇത് നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്ന കാര്യമാണ്. കോതമംഗലം കുട്ടപ്പുഴയിൽ മാത്രമല്ല പലയിടങ്ങളിലും ഇത്തരം നടപടികൾ ഉണ്ടാകുന്നത് ഒരു ജീവൻ നഷ്ടപ്പെടുമ്പോഴാണ് എന്നുള്ളതാണ് അവർ ആശങ്കപ്പെടുത്തുന്നത്. അപ്പോൾ ഇനിയൊരു ജീവൻ നഷ്ടപ്പെടാനിരിക്കുകയാണോ മറ്റൊരിടത്ത് ഒരു നടപടി എടുക്കാമെന്നുള്ളതാണ്. ഇത്തരം സ്ഥലങ്ങൾ കണ്ടെത്തുന്നതിനോ മുൻകൂട്ടി തന്നെ നടപടികൾ സ്വീകരിക്കുന്നതിനോ ഒന്നും ഒരു നീക്കവും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും വനവകുപ്പിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല എന്ന് പറയുന്നതാണ് നാട്ടുകാരുടെ ആശങ്കയും ഇപ്പോൾ പ്രതിഷേധവും ഹർത്താലിലേക്ക് അവരെ നയിച്ചത്. അതെ, തീർച്ചയായും. എന്തായാലും ഇന്നലെ കാട്ടാന ആക്രമണം ഉണ്ടായ കോതമംഗലം കുട്ടമ്പുഴ നാച്ചേരിയിലേക്കാണ് ഇനി നമ്മൾ എത്തുന്നത്. ജോലിക്ക് പോയി വീട്ടിലേക്ക് മടങ്ങിയ എൽദോസ് കാട്ടാന ആക്രമണത്തിൽ കൊലപ്പെടുകയായിരുന്നു. സമാനതകളില്ലാത്ത പ്രതിഷേധത്തിന് ശേഷം കളക്ടർ നേരിട്ടെത്തി നാട്ടുകാരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചതൊക്കെ നമ്മൾ കണ്ടതാണ്. ഇതിന് ശേഷം മാത്രമാണ് മൃതദേഹം എടുത്ത് മാറ്റാൻ പോലും നാട്ടുകാർ അനുവദിച്ചത്. എന്തായാലും സംഭവ സ്ഥലത്ത് നിന്ന് സുബിൻ തോമസ് ചേരുകയാണ്. സുബിൻ, ഈ നാട്ടുകാരുടെ പ്രതിഷേധം വലിയ രീതിയിൽ നമ്മൾ കണ്ടതാണ്. അവരുടെ ആശങ്ക പരിഹരിക്കേണ്ടത് അനിവാര്യവുമാണ്. ഇപ്പോഴത്തെ സ്ഥിതി എന്താണ് അവിടെ നിന്നും? വീണാനും ഞാനിപ്പോൾ ഉള്ളത് ഇന്നലെ അപകടം നടന്ന അല്ലെങ്കിൽ കാട്ടാന ആക്രമണം നടന്ന കുട്ടമ്പുഴയിലെ ക്ലാച്ചേരിയിലാണ്. ഇവിടെ എൻ്റെ പിന്നിൽ കാണുന്ന ഈ സ്ഥലത്ത് വെച്ചാണ് ഇന്നലെ രാത്രി എൽദോസിനെ കാട്ടാന ആക്രമിക്കുന്നത്. ഇന്നലെ രാത്രി ഈ കാണുന്ന വഴിയിലൂടെ നമുക്ക് അഭിമുഖമായി കാണുന്ന ആ വഴിയിലൂടെ അദ്ദേഹം നടന്നു വരികയായിരുന്നു. ആ സമയത്താണ് പൊടുന്നനെ കാട്ടാനയുടെ മുന്നിൽ അദ്ദേഹം അകപ്പെടുന്നത്. ഇപ്പോൾ ഈ തിരിച്ചു വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഈ പോലീസ് ഈ തിരിച്ച് കയർ വെച്ച് കെട്ടിയിരിക്കുന്ന ഈ സ്ഥലത്ത് ആ ഒരു പ്ലാസ്റ്റിക് കവർ കിടക്കുന്ന ഒരു സ്ഥലത്ത് വെച്ചാണ് കാട്ടാനയുടെ ആക്രമണം എൽദോസ് നേരിട്ടത്. നടന്നു വരികയായിരുന്നു. അദ്ദേഹം എറണാകുളത്ത് ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, സെക്യൂരിറ്റി ജീവനക്കാരനാണ്. അവിടെ നിന്ന് നടന്നു വരുന്ന വീട്ടിലേക്ക് വരുന്ന വഴിക്കാണ് ഇത്തരത്തിൽ കാട്ടാനയുടെ മുമ്പിൽ പെടുന്നത്. നമുക്ക് ഈ വശത്ത് കാണുന്ന ഈ ഭാഗത്തായിട്ടാണ് കാട്ടാന ഉണ്ടായിരുന്നത്. അവിടെ നിന്നും ഈ എൽദോസ് വരുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ഈ കാട്ടാന മുമ്പോട്ട് വരികയും എൽദോസിനെ ആക്രമിക്കുകയുമായിരുന്നു. ചവിട്ടി കൊലപ്പെടുത്തുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിദാരുണമായ ഒരു സംഭവമാണ് ഉണ്ടായത് എന്ന് തന്നെ പറയാം. അതിനുശേഷം വലിയ രീതിയിലുള്ള പ്രതിഷേധം ഈ മേഖലയിലാകെ ഉടലെടുക്കുകയും ചെയ്തിരുന്നു. ഏകദേശം 6 മണിക്കൂറോളം സമയമെടുത്താണ് ഇവിടെ നിന്ന് മൃതദേഹം മാറ്റാൻ നാട്ടുകാർ സംബന്ധിച്ചത്. പ്രധാനമായും അവർ ഉന്നയിച്ച ഒരു ആരോപണം ഇത്തരത്തിൽ നിരന്തരമായ പരാതികൾ വ്യാപകമായി ഉന്നയിച്ചിരുന്നതാണ്. പക്ഷേ യാതൊരുവിധ നടപടിയും എടുക്കാൻ വനംവകുപ്പ് ഉദ്യോഗസ്ഥരോ മറ്റ് ജീവനക്കാരോ ശ്രമിച്ചില്ല എന്നുള്ളതാണ് അവർ പ്രധാനമായും മുമ്പോട്ട് വെച്ച ഒരു കാര്യം. അതിൽ വലിയ വീഴ്ച വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഇത്തരം കാര്യങ്ങളിൽ വലിയ വീഴ്ചകൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടതായിട്ടുള്ള ഒരു കാര്യവും. പ്രധാനമായും ഫെൻസിംഗ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുടെ അഭാവം അത് വലിയ രീതിയിൽ ഈ ഒരു അപകടത്തിന് കാരണമായിട്ടുണ്ട് എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. പലപ്പോഴായി ആവശ്യപ്പെട്ടിട്ടുള്ളതാണ് ട്രെഞ്ച് കുഴിക്കണം, അതുപോലെ തന്നെ ഈ ഫെൻസിംഗ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഒരുക്കണം എന്ന കാര്യങ്ങളെല്ലാം തന്നെ നേരത്തെ തന്നെ പറഞ്ഞിരുന്നതാണ്. പക്ഷെ അതിനൊന്നും തന്നെ കൃത്യമായ ഇടപെടൽ വനംവകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടാകാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതേ തുടർന്നാണ് ഇത്തരത്തിൽ ഈ ഒരു അപകടത്തിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു അപകടത്തിലേക്ക് ഈ കാര്യങ്ങൾ
എത്തിയത് എന്നുള്ളതാണ് പ്രധാനമായും ഇവിടെ നിന്നുള്ള പ്രദേശവാസികൾ പറയുന്നത്. അതിന്റെ ആ ഒരു രീതിയിൽ തന്നെയുള്ള ഒരു ജനരോക്ഷമാണ് ഇന്നലെ രാത്രിയിൽ ഈ പ്രദേശത്താകെ കണ്ടതും. ഇവിടെയുള്ള ഫെൻസിങ്ങിന്റെ ഒക്കെ അവസ്ഥ ഏകദേശം ഈ ഒരു രീതിയിലാണ്. പൂർണ്ണമായും തകർന്നു കിടക്കുന്ന ഒരു അവസ്ഥയിലാണ് ഈ ഫെൻസിങ് എല്ലാം തന്നെ ഉള്ളത്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്നുള്ളത് ഇവിടെ ഈ വഴിവിളക്കുകളുടെ അഭാവം വലിയ രീതിയിലുണ്ട് എന്നുള്ളതാണ്. അതായത് കത്തുന്ന 1-2 ലൈറ്റുകൾ മാത്രമാണ് ഈ ഒരു റോഡിലുള്ളത്. ഈ റോഡിൽ മറ്റ് ലൈറ്റുകൾ ഒന്നും തന്നെ ഇല്ല. ഈ ഇരുട്ട് ഉണ്ടായിരുന്നത് വലിയ രീതിയിൽ ഈ ഒരു അപകടത്തിന് അല്ലെങ്കിൽ ഈ ഒരു കാട്ടാന ആക്രമണത്തിന് കാരണമായി എന്നുള്ളതാണ്. അതായത് അദ്ദേഹം എൽദോസ് നടന്നു വരുന്ന വഴിക്ക് ഈ വെളിച്ച സംവിധാനങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ പ്രദേശത്ത് നിന്ന് ആനയെ കാണാൻ കഴിയുമായിരുന്നു. പക്ഷേ ആനയെ കാണാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായി. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഈ ആനയുടെ മുമ്പിൽ പെട്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഈ ഇപ്പോഴും ആ ഒരു ജനകീയ രോക്ഷം അടങ്ങാത്ത ഒരു സാഹചര്യമുണ്ട്. ഇന്നലെ കളക്ടർ എത്തി വലിയ രീതിയിലുള്ള ചർച്ചകളെല്ലാം നടത്തിയ ശേഷമാണ് ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നതും ഇവർ മുമ്പോട്ട് വയ്ക്കുന്ന ജനങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്ന ആവശ്യം അത് അംഗീകരിക്കാമെന്നുള്ളൊരു ഒരു ഉറപ്പിന്റെ പുറത്താണ് ഈ മൃതദേഹം ഇവിടെ നിന്ന് എടുത്തു മാറ്റാനുള്ള ഒരു തീരുമാനമൊക്കെ എടുത്തു മാറ്റാൻ നാട്ടുകാർ സമ്മതിക്കുകയൊക്കെ ചെയ്തു. എന്തായാലും രാവിലെ മുതൽ തന്നെ ആളുകൾ ഈ പ്രദേശത്തേക്ക് എത്തുന്നുണ്ട്. ഈ പ്രദേശവാസികളായിട്ടുള്ള ആളുകൾ എത്തുന്നുണ്ട്. അവർ പ്രധാനമായും പറയുന്നത് ഈ ഒരു വനംവകുപ്പിന് അല്ലെങ്കിൽ സർക്കാർ ഇടപെടൽ അത് കാര്യക്ഷമമായി ഉണ്ടായില്ല എന്നുള്ളത് തന്നെയാണ്. നമുക്ക് ഏതായാലും ഇവിടുത്തെ പ്രദേശവാസികളോട് തന്നെ ചോദിക്കാം. ചേട്ടാ, ഇവിടെ ഈ നിരന്തരമായി കാട്ടാനശല്യം രൂക്ഷമായിട്ടുള്ള ഒരു പ്രദേശമാണ്. എങ്ങനെയാണ് ഇവിടുത്തെ ഒരു അവസ്ഥ നിലവിൽ? ഇവിടുത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇതാണ്. ആന മൃഗശല്യം കാരണം ഇവിടെ ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യം. ബ്ലാവ്, ആന, അണ്ണ, കുരങ്ങ് ഇങ്ങനെയുള്ള ഇത് കാരണം ഒരു വിധത്തിലൂടെ മനുഷ്യന് ജീവിക്കാൻ പറ്റും. ഇന്നലെ സംഭവം നടന്ന സമയത്ത് എത്തിയിരുന്നു ഇവിടെ? നടന്ന ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനിവിടെ വന്നു അറിഞ്ഞപ്പോൾ. എങ്ങനെയാണ് ഈ റോഡിന്റെ ഒരു അവസ്ഥ? എന്താണ് വെളിച്ച സംവിധാനത്തിന്റെ അഭാവം ഉണ്ട്? ഇല്ലാത്തതാണ് മെയിൻ പ്രശ്നം. അത് കഴിഞ്ഞിട്ടുള്ളതാണ് ഈ വെള്ളം. മുമ്പ് ഇതുപോലെ മേഖലയിൽ കാട്ടാനാക്രമണം ഉണ്ടായിട്ടില്ലേ ഈ പ്രദേശത്ത്? നിങ്ങൾ ഇതിനു മുമ്പ് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഫെൻസിങ് ഉൾപ്പെടെയുള്ള സംവിധാനം വേണമെന്നാണ്? എല്ലാം പറയാറില്ല. പക്ഷേ ചെയ്യാമെന്ന് പറയും. എന്നും പറഞ്ഞിട്ട് അവർ ബാക്കി കാര്യങ്ങൾ നടത്തില്ല. ഇന്നലെ 8 മണി 8:15 നടന്ന സംഭവമായി. ബോഡി എടുക്കാൻ ആംബുലൻസൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ജനങ്ങൾ സമ്മതിച്ചില്ല. അവർ പറഞ്ഞ് തീരുമാനം ഉണ്ടാക്കിയിട്ട് എടുത്താൽ മതി. അങ്ങനെ പറഞ്ഞ് തീരുമാനിച്ച് കളക്ടർ വരെ വരണമായിരുന്നു. കളക്ടർ, DFO, റേഞ്ച് ഓഫീസർ, MLA മാർ, 2 MLA മാർ, മാത്യു വെള്ളനാടൻ ഉൾപ്പെടെ ഇവിടെ വരണമായിരുന്നു. അതിനുശേഷമാണ് ഈ ബോഡി എടുക്കാൻ സംബന്ധിച്ചത്. അതുപോലെ ജനരോഷാർ. ഈ എൽദോസിനെ പരിചയമുണ്ട്? എൽദോസിന്റെ വീട്ടിലെ സാഹചര്യങ്ങളൊക്കെ എങ്ങനെയാണ്? സാഹചര്യം എന്ന് പറഞ്ഞാൽ അതുങ്ങൾ തീരെ പാവങ്ങളാണ്. ഒരു 5 സെന്റ് സ്ഥലം, ഒരു വീട്, ഒരു വയസ്സ് എന്ന അപ്പനും അവരെ കൊണ്ടൊന്നും കൂലിപ്പണി എടുത്ത് പോലും ജീവിക്കാൻ പറ്റും. അത്രയും ഇവനാ വല്ലപ്പോഴുമൊക്കെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോകും. പിന്നെ ഈ പെൻഷനുമൊക്കെ കിട്ടിയ അതുങ്ങൾ കാര്യമില്ല. ഇപ്പം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു അടിയന്തര ഇടപെടൽ മറ്റു തരത്തിലുണ്ടാകണമെന്നൊരു ആവശ്യമുണ്ടോ? അതായത് ഫെൻസിംഗ് ഉൾപ്പെടെ? ഇന്നലെ പറഞ്ഞാൽ അതിനെ ഉറപ്പ് തന്നെ പിന്നെയാണല്ലോ ബോഡി എടുപ്പിച്ചത്. അവരിന്ന് ചെയ്യാന്നാ പറഞ്ഞു. ഇന്ന് മുതൽ തുടങ്ങാം, ഫെൻസിങ് ചെയ്യാം, വഴിവിളക്കിടാം. ഇതൊക്കെ ഇന്നലെ വാഗ്ദാനങ്ങൾ ഒത്തിരി തന്നപ്പോൾ. ഇതുപോലത്തെ വാഗ്ദാനങ്ങൾ ഒത്തിരി ലഭിച്ചിട്ടുള്ളതായിരിക്കുമല്ലോ നിങ്ങൾക്ക്. എന്തായാലും ഇനിയിപ്പോ ഇത് നടപടികൾ ഉണ്ടായില്ലെങ്കിൽ കൂടുതൽ ജനകീയ പ്രതിഷേധം ഉണ്ടാവാനുള്ള സാധ്യതയില്ല. തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ് ആളുകൾ മുമ്പോട്ട് വയ്ക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആവശ്യം അതുതന്നെയാണ്. ഇത്തരത്തിൽ ഒരു ശാശ്വത പരിഹാരം, ഈ വന്യമൃഗശല്യത്തിന് ശാശ്വതമായ ഒരു പരിഹാരം അടിയന്തരമായി തന്നെ ഉണ്ടാകണം എന്നുള്ളൊരു ആവശ്യമാണ് ജനങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്നത്. ഈ ആവശ്യം അവർ കാലാകാലങ്ങളായി മുമ്പോട്ട് വയ്ക്കുന്നതാണ്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് ഇതുവരെ യാതൊരുവിധ നടപടികളും ഉണ്ടായില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത്തരത്തിൽ വാഗ്ദാനങ്ങൾ ഇപ്പോഴും നൽകുന്നുണ്ടെങ്കിൽ പോലും അത് എന്ന് പാലിക്കപ്പെടും, അല്ലെങ്കിൽ എപ്പോൾ അത് അവർക്ക് ലഭിക്കും എന്നുള്ളത്, അല്ലെങ്കിൽ ഭയപ്പാടില്ലാതെ ഈ റോഡിലൂടെ നടന്നു പോകാൻ ഇന്ന് സാധിക്കുമെന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പോഴും ഒരു ആശങ്കയായി തന്നെ തുടരുന്നു. എന്തായാലും ഇന്ന് ഈ കുട്ടമ്പുഴയിൽ ജനകീയ ഹർത്താലാണ്. അതായത് ഈ ഒരു കാട്ടാനാക്രമണത്തിൽ പ്രതിഷേധിച്ച് ജനകീയ ഹർത്താലാണ് നിലവിൽ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളത്. അത് രാവിലെ മുതൽ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും ആളുകൾ കൂടുതൽ പ്രതിഷേധങ്ങളിലേക്ക് കടക്കാനുള്ള ഒരു സാധ്യത തന്നെയാണുള്ളത്. പ്രധാനമായും ഈ കാട്ടാന ആക്രമണത്തിന്റെ ഒരു പശ്ചാത്തലമുള്ളത് കൊണ്ട് തന്നെ കൂടുതൽ വന്യമൃഗങ്ങൾ ഈ ജനവാസ മേഖലയിലേക്ക് എത്തുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധം അത് വരും മണിക്കൂറുകളിൽ ഉടലെടുക്കാനുള്ള ഒരു സാധ്യത ഉണ്ട്. സുബിൻ വിവരങ്ങൾ നൽകുകയായിരുന്നു. ശരി സുബിൻ, ആ സ്ഥലത്തു നിന്നുള്ള ഈ കാട്ടാന ആക്രമണം, എൽദോസിനെ കാട്ടാന ആക്രമിച്ച് കൊലപ്പെടുത്തിയ സംഭവ സ്ഥലത്തു നിന്നുള്ള
വിവരങ്ങളാണ് സുബിൻ തത്സമയം പങ്കുവച്ചത്. ഈ വിഷയം എത്ര കണ്ട് നാട്ടുകാരെ ആശങ്കയിലാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടിയാണ് പങ്കുവച്ചിരിക്കുന്നത്. അപ്പോൾ ഉണ്ടാകാൻ പോകുന്ന നടപടികളിൽ തൃപ്തരാണോ എന്നുള്ളത് നമുക്ക് വരും മണിക്കൂറുകളിലേ പറയാൻ കഴിയുകയുള്ളൂ. ഏതായാലും പ്രതിഷേധിച്ച് അവരവിടെ ഒരു ഹർത്താൽ നടത്തുകയുമാണ്. ഇപ്പോൾ നേരത്തെ ചൂണ്ടിക്കാട്ടിയ പോലെ തന്നെ ഓരോ ജീവനുകൾ നഷ്ടമാകുമ്പോൾ മാത്രമാണ് വനം വകുപ്പും അല്ലെങ്കിൽ അധികാരികളും ഇതിലേക്ക് ശ്രദ്ധ ചെലുത്തുന്നത്. കാരണം ജനങ്ങൾ പ്രതിഷേധിക്കേണ്ടിയിരിക്കുന്നു. ഞങ്ങൾക്ക് ജീവിക്കണം എന്നുള്ളൊരു ആവശ്യം ഇവരെ വീണ്ടും വീണ്ടും ബോധ്യപ്പെടുത്താൻ എന്നത് ഏറെ ഖേദകരമായൊരു സാഹചര്യം കൂടി. നമുക്ക് മറ്റു വാർത്തകളിലേക്ക് കൂടി പോകാമല്ലേ. സംഭൽ സംഘർഷത്തിൽ പ്രതിപക്ഷത്തെ കടന്നാക്രമിച്ച് UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. സ്വാതന്ത്ര്യത്തിന് ശേഷം സംഭലിൽ 209 ഹിന്ദുക്കൾ വർഗീയ കലാപത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അടുത്തിടെ നടന്ന സംഘർഷത്തിന് കാരണം വെള്ളിയാഴ്ച നിസ്കാരത്തിന് ശേഷം ചിലർ നടത്തിയ വർഗീയ പ്രസംഗമാണ്. ഇതൊന്നും പരാമർശിക്കാത്ത പ്രതിപക്ഷം വിഷയത്തെ രാഷ്ട്രീയവൽക്കരിക്കുന്നതായി കൂടി യോഗി ചൂണ്ടിക്കാട്ടുന്നു. ഉത്തർപ്രദേശ് നിയമസഭയിലായിരുന്നു യോഗി ആദിത്യനാഥിന്റെ പ്രതികരണം. ये संभल में दंगों का जो इतिहास है 1947 से ही प्रारंभ होता है। 1947 में एक मौत होती है, 1948 में 6 लोग मारे जाते हैं, 1958 में भी दंगा होता है, 1962 में भी दंगा होता है, 1976 में भी 5 लोगों की मौत वहां पर हुई थी और 1978 में 184 हिंदुओं को सामूहिक रूप से जला दिया गया था। 184 हिंदुओं को हत्या हुई थी, हिंदुओं की हत्या हुई थी और जलाया भी गया था और 184 हिंदू मारे गए थे वहां। 184। मैं वही तो कह रहा हूं ना, आप उस सच को स्वीकार नहीं करेंगे कि लगातार इस सिलसिला चलता रहा। 1947 से लेकर के अब तक 209 हिंदुओं की निर्मम हत्या वहां हुई है संभल के अंदर, 209 हिंदुओं की। और एक भी बार किसी ने उन निर्दोष हिंदुओं के लिए कभी 2 शब्द नहीं कहे, उनके प्रति, उन परिवारों के प्रति संवेदना के शब्द नहीं कहे। ഗൗതം അനന്തനാരായൺ ചേരുകയാണ് വിവരങ്ങളുമായി. ഗൗതം, കണക്കുകൾ ഉൾപ്പെടെയാണ് UP മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ വാക്കുകൾ സാധൂകരിക്കുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ പ്രതികരണത്തിന്റെ അടിസ്ഥാന കാരണം പ്രതിപക്ഷം ഈ വിഷയത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ചില നീക്കങ്ങളാണ്. പ്രത്യേകിച്ച് ഉത്തർപ്രദേശിലെ സമാജ്വാദി പാർട്ടി, നമുക്കറിയാം സമാജ്വാദി പാർട്ടിയുടെ എക്കാലത്തെയും വോട്ട് ബാങ്ക് മുസ്ലിം വോട്ട് ബാങ്കാണ്. അതിനാൽ തന്നെ ഈ വിഷയത്തിൽ സാമ്പലിലെ തീവ്ര ഇസ്ലാമിസ്റ്റുകളെ പ്രീണിപ്പിക്കുന്ന രീതിയിലുള്ള പ്രതികരണം തുടർച്ചയായി സമാജ്വാദി പാർട്ടിയുടെ അധ്യക്ഷൻ അഖിലേഷ് യാദവ്, മുൻ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി കൂടിയായ അഖിലേഷ് നടത്തുകയാണ്. അടുത്തിടെ നടന്ന സംഘർഷത്തിൽ 4 പേർ കൊല്ലപ്പെട്ടിരുന്നു. അവർ ഈ കല്ലേറിൻ്റെ ഭാഗമായി അവിടെ അക്രമം നടത്തിയ 4 പേരാണ് ഈ കഴിഞ്ഞിടെ നടന്ന സംഘർഷത്തിനിടയിൽ കൊല്ലപ്പെട്ടിട്ടുള്ളത്. അതിനെ ന്യായീകരിച്ചുകൊണ്ട് ഈ ഇസ്ലാമിക സംഘടനകൾക്കെതിരെ അവരെ അനുകൂലിച്ചുകൊണ്ടുള്ള തുടർച്ചയായ പ്രതികരണത്തിന് മറുപടി നൽകവെയാണ് യോഗി ആദിത്യനാഥ് സാമ്പലിൻ്റെ വർഗീയ സംഘർഷങ്ങളുടെ ചരിത്രം അദ്ദേഹം ഉത്തർപ്രദേശ് നിയമസഭയിൽ തുറന്നു കാണിച്ചത്. അദ്ദേഹം പറയുന്നത് 1947, അതായത് നമ്മുടെ രാഷ്ട്രത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം മാത്രം പിന്നീട് ഇങ്ങോട്ട് പല കലാപങ്ങളുണ്ടായി. അതായത് അതിന് മുൻപ് തന്നെ അവിടെ കലാപങ്ങൾ നടന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ബാബറുടെയും മറ്റും അധിനിവേശത്തിലാണ് അവിടെ ക്ഷേത്രം തകർക്കുന്നത്. വളരെ പുരാതനമായൊരു ക്ഷേത്രം അവിടെ ഉണ്ടായിരുന്നു. ആ ക്ഷേത്രം തകർത്തതിന് ശേഷമാണ് അതിന് മുകളിൽ തർക്കമന്ദിരം നിർമ്മിച്ചത് എന്ന് യോഗി ആദിത്യനാഥ് വ്യക്തമാക്കുന്നുണ്ട്. അദ്ദേഹം അതിന് ഒരു ചരിത്രപരമായ രേഖ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് ബാബർ നാമയിൽ തന്നെ, അതായത് ബാബറിൻ്റെ ചരിത്രം എഴുതിയിട്ടുള്ള, ബാബർ തന്നെ എഴുതിപ്പിച്ചിട്ടുള്ള ചരിത്രത്തിൽ തന്നെ സാമ്പലിൽ ഇത്തരത്തിലൊരു ഹരിഹർ ക്ഷേത്രം തകർത്തുവെന്നും ആ ക്ഷേത്രത്തിന് മുകളിലാണ് പള്ളി നിർമ്മിച്ചതെന്ന് ബാബർനാമയിൽ പറയുന്നു എന്നാണ് യോഗി ആദിത്യനാഥ് വിശദീകരിക്കുന്നത്. അതോടൊപ്പം അദ്ദേഹം സാമ്പലിൻ്റെ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമുള്ള വർഗീയ ചരിത്രത്തെപ്പറ്റി അദ്ദേഹം ഉത്തർപ്രദേശ് നിയമസഭയിൽ ചൂണ്ടിക്കാണിച്ചു. അങ്ങനെ 1947 മുതൽ ഇപ്പോൾ വരെയുള്ള കണക്കുകൾ പ്രകാരം 209 ഹിന്ദുക്കളാണ് മുസ്ലിം മത തീവ്രവാദികളുടെ ആക്രമണത്തിൽ സാമ്പലിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത്. 1980കളിലും
മറ്റും നടന്ന കലാപത്തിൽ നിരവധി ഹിന്ദുക്കളെ ചുട്ടുകൊന്നു മുസ്ലിം ഭീകരവാദികൾ. അത്തരം കണക്കുകളെല്ലാം അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ തുടർച്ചയായി നടന്നിരുന്ന കലാപങ്ങളിൽ അവിടെ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുള്ളത് ഹിന്ദുക്കൾക്കാണ്. 209 ഹിന്ദുക്കൾ 1947-നും 2024-നും ഇടയിൽ കൊല്ലപ്പെട്ടു. എന്നാൽ ഇതൊന്നും സമാജ്വാദി പാർട്ടിയുടെ നേതാക്കൾ കാണുന്നില്ല. അവർ അടുത്ത കാലത്ത് അക്രമം നടത്തിയപ്പോൾ പോലീസ് നടത്തിയ പ്രതികരണത്തിൽ കൊല്ലപ്പെട്ട 4 പേരെ പറ്റി മാത്രമാണ് പറയുന്നത് എന്നാണ് യോഗി ആദിത്യനാഥ് വിമർശിക്കുന്നത്. മാത്രമല്ല അദ്ദേഹം വളരെ പ്രസക്തമായ മറ്റൊരു കാര്യം കൂടി ചൂണ്ടിക്കാണിച്ചത് അടുത്തിടെ നടന്ന സംഘർഷത്തിൻ്റെ അടിസ്ഥാനപരമായ കാരണം ഇസ്ലാമിസ്റ്റുകൾ നടത്തിയ പ്രകോപനപരമായ പ്രസംഗമാണ് എന്നുകൂടി ചൂണ്ടിക്കാണിക്കുന്നുണ്ടായിരുന്നു. അതായത് കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ തർക്കമന്ദിരത്തിന് അകത്ത് സർവേ നടന്നത്. നവംബർ മാസത്തിലെ 3-ാമത്തെ ആഴ്ചയിൽ സർവേ ആരംഭിച്ചു. സർവേയുടെ ആദ്യത്തെ 2 ദിനങ്ങൾ വളരെ സമാധാനപരമായിരുന്നു. പക്ഷേ പിന്നീട് വെള്ളിയാഴ്ച നിസ്കാരത്തിന് ശേഷം നവംബർ 23 വെള്ളിയാഴ്ച ദിവസം ജുമാ നിസ്കാരത്തിന് ശേഷം ചില മതതീവ്രവാദികൾ അവിടെ പ്രകോപനം ഉണ്ടാക്കുന്ന രീതിയിലുള്ള പ്രസംഗം നടത്തി. അങ്ങനെ വെള്ളിയാഴ്ച നിസ്കാരം കഴിഞ്ഞ ശേഷം പിന്നീട് നടന്നിട്ടുള്ള സർവേക്കെതിരെയാണ് കല്ലേറ് നടന്നത്. ആ കല്ലേറിനെ തുടർന്നാണ് പിന്നീട് അവിടെ വലിയ സംഘർഷം അടുത്ത കാലത്ത് രൂപപ്പെട്ടത്. അപ്പോൾ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് 2-3 കാര്യങ്ങൾ പ്രധാനമായി ചൂണ്ടിക്കാണിക്കുന്നു. ഒന്ന്, ഇപ്പോൾ നടന്ന കലാപത്തിൻ്റെ കാരണക്കാർ തീവ്ര ഇസ്ലാമിസ്റ്റുകളാണ്. അവർ നടത്തിയ പ്രസംഗവും കോടതിയുടെ സർവേ അവർ തടസ്സപ്പെടുത്താൻ ശ്രമിച്ചതുമാണ് ഇപ്പോൾ സംഘർഷമുണ്ടായത്. ഒപ്പം അദ്ദേഹം പറയുന്നത് സാമ്പലിൻ്റെ വർഗീയ കലാപങ്ങളുടെ ചരിത്രമാണ്. ആ കലാപത്തിൽ ഏറ്റവും വലിയ നഷ്ടങ്ങൾ സംഭവിച്ചത് ഹിന്ദുക്കൾക്കാണ്. 209 ഹിന്ദുക്കൾക്ക് ഈ കലാപങ്ങൾക്കിടയിൽ ജീവൻ നഷ്ടപ്പെട്ടു. അതേപ്പറ്റി അദ്ദേഹം പറയുന്നു. ഒപ്പം വളരെ പ്രസക്തമായ മറ്റൊരു കാര്യം, ഈ സാമ്പലിലെ തർക്കമന്ദിരം അത് ഒരു പുരാതന ഹൈന്ദവ ക്ഷേത്രം തകർത്തതിന് ശേഷമാണ് അതിന് മുകളിൽ ഇസ്ലാമിക മതമൗലികവാദികൾ തർക്കമന്ദിരം നിർമ്മിച്ചത് എന്ന കാര്യം കൂടി ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് വിശദീകരിക്കുകയാണ്. ശക്തമായ താക്കീത് ഇസ്ലാമിസ്റ്റുകൾക്കും ഒപ്പം പ്രതിപക്ഷ പാർട്ടികൾക്കും നൽകുകയാണ് യോഗി. അനു, ശരി ഗൗതം. ഇനി മറ്റൊന്ന്, ഈ റോഡ് അപകടങ്ങൾ വർദ്ധിക്കുന്ന ഒരു സാഹചര്യമുണ്ടല്ലോ സംസ്ഥാനത്ത്. അതുമായി ബന്ധപ്പെട്ട് ഗതാഗത വകുപ്പ് മന്ത്രി ഒരു യോഗം വിളിച്ചിട്ടുണ്ട്. അത് ഇന്ന് നടക്കും എന്നതാണ്. വിവിധ വകുപ്പുകളിലെ ഉന്നത ഉദ്യോഗസ്ഥർ യോഗത്തിൽ പങ്കെടുക്കും. വാഹനാപകടങ്ങൾ കുറയ്ക്കുന്നതിനുള്ള റിപ്പോർട്ടുകളും നിർദ്ദേശങ്ങളും ഒക്കെ ഈ യോഗത്തിൽ ചർച്ചയാകുമെന്നാണ് പറയുന്നത്. എന്നാലും പോലീസും മോട്ടോർ വാഹന വകുപ്പും ചേർന്നുള്ള സംയുക്ത പരിശോധനയ്ക്ക് ശേഷം കഴിഞ്ഞ ദിവസം ക്രമസമാധാന ചുമതലയുള്ള ADGP വിളിച്ച യോഗത്തിൽ തീരുമാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് ഇന്നത്തെ യോഗത്തിൽ തീർച്ചയായും വീണ്ടും ചർച്ചയിൽ വരുമെന്നാണ് കരുതുന്നതും. വിനീഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. വിനീഷ്, ഇന്നിപ്പോൾ ഗതാഗത മന്ത്രി വിളിക്കുന്ന യോഗത്തിൽ, കാരണം അദ്ദേഹം അവിടെ ചെന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തുകയുണ്ടായി, അതിൽ നിന്ന് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പ്രതീക്ഷിക്കാൻ കഴിയുമോ? കാരണം ഇത് ഈ റോഡ് അപകടങ്ങൾ തുടർക്കഥയാവുന്നത്, അതായത് നിത്യേന മരണങ്ങൾ ഉണ്ടാകുന്നത് പോലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എത്ര ഗൗരവത്തോടെ ഇത് എടുത്തു എന്ന് ഇന്നത്തെ യോഗത്തിൽ മനസ്സിലാക്കാൻ കഴിയും വിനീഷ്? തീർച്ചയായിട്ടും സംസ്ഥാനത്ത് നിരന്തരമായി വലിയ രീതിയിലുള്ള റോഡ് അപകടങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യത്തിലാണ് ഗതാഗത വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ ഇന്ന് വിവിധ വകുപ്പുകളുടെ സംയുക്ത യോഗം ചേരുന്നത്. വൈകുന്നേരം 4 മണിയോടുകൂടിയാണ് യോഗം തുടരുക. പോലീസ്, ഒപ്പം തന്നെ മോട്ടോർ വാഹന വകുപ്പ്, RTO, അങ്ങനെ നിരവധി വകുപ്പുകളുടെ നേതൃത്വത്തിലുള്ള യോഗമാണ്. സംയുക്തമായി യോഗം നടക്കുന്നു. സംസ്ഥാനത്തുടനീളം പ്രധാനമായും വലിയ രീതിയിൽ ആക്സിഡന്റുകൾ, അപകടങ്ങൾ പൂർണ്ണമായും നടക്കുന്ന സാഹചര്യം ഇത്തരത്തിൽ ഏതൊക്കെ തരത്തിൽ ഇത് നിയന്ത്രിക്കാൻ സാധിക്കും, റോഡുകളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ചർച്ചയാകുന്നത്. ഒപ്പം തന്നെ മറ്റു ഇതര സ്ഥലങ്ങളിൽ AI ക്യാമറകൾ കൂടുതൽ ഒരുക്കാനുള്ള ഒരു സാഹചര്യം, ഒപ്പം തന്നെ റോഡുകളുടെ നിയമലംഘനങ്ങൾ കൃത്യമായ രീതിയിൽ അല്ലെങ്കിൽ അത്തരത്തിൽ റോഡുകളുടെ നിയമലംഘനങ്ങൾ സംസ്ഥാനത്ത് കൂടുതലായി നടക്കുന്നു എന്ന് സംബന്ധിച്ചുള്ള ആക്ഷേപങ്ങളാണ് ഗതാഗത വകുപ്പ് കൂടുതലായി മുന്നോട്ട് വയ്ക്കുന്നത്. സുരക്ഷാ ക്രമീകരണങ്ങൾ നടത്തുമ്പോൾ പോലും അത് കൃത്യമായി പാലിക്കാൻ ജനങ്ങൾ തയ്യാറാകുന്നില്ല എന്ന തരത്തിലുള്ള ഒരു പ്രതികരണം ഗതാഗത വകുപ്പ് മന്ത്രിയുടെ ഭാഗത്തു നിന്ന് പോലും ഉണ്ടാകുന്നു. ഒപ്പം തന്നെ റോഡുകളുടെ ശോചനീയാവസ്ഥ സംബന്ധിച്ചുള്ള കാര്യങ്ങളിലും വലിയ രീതിയിൽ ചർച്ചയാകും. എങ്ങനെയാണ് കൂടുതലായി സുരക്ഷ സംസ്ഥാനത്തിന്റെ നിരത്തുകളിൽ ഒരുക്കാൻ സാധിക്കുക എന്നീ കാര്യങ്ങളാണ് ഇന്ന് വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ ചേരുന്ന യോഗത്തിൽ ചർച്ച ചെയ്യുന്നത്. ഈ യോഗം വൈകുന്നേരം 4 മണിയോട് കൂടി ആരംഭിക്കും. നേരത്തെ അപകടങ്ങൾ നടന്ന സ്ഥലങ്ങളിൽ നേരിട്ട് തന്നെ ഗതാഗത വകുപ്പ് മന്ത്രി സന്ദർശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിന് തൊട്ടു പിന്നാലെയാണ് വിവിധ വകുപ്പുകളെ സംയുക്തമായി ചേർത്തുകൊണ്ടുള്ള യോഗം നടത്താൻ ഗതാഗത വകുപ്പ് തന്നെ തീരുമാനിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ പോലീസിന്റെ ഉന്നത നേതൃത്വത്തിലുള്ള യോഗങ്ങൾ നടന്നിരുന്നു. പ്രത്യേകിച്ച് സംസ്ഥാനത്ത് അപകടങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ അതിനെ എങ്ങനെ പ്രതിരോധിക്കാം എന്ന് സംബന്ധിച്ചുള്ള ഒരു റിപ്പോർട്ട് തന്നെ
ക്രമസമാധാന ചുമതലയുള്ള ADGP സംസ്ഥാന ഗതാഗത വകുപ്പിന് നൽകുന്ന സാഹചര്യവും ഉണ്ടായി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് യോഗം ചേരുന്നത്. പോലീസും മോട്ടോർ വാഹന വകുപ്പും സംയുക്തമായി തന്നെയാണ് യോഗത്തിൽ പങ്കെടുക്കുക. ഗതാഗത വകുപ്പ് മന്ത്രിയാണ് യോഗത്തിന് നേതൃത്വം നൽകുന്നത്. വീണ. ഓക്കെ, ശരി വിനീഷ്. ADM നവീൻ ബാബുവിന്റെ മരണം നടന്ന് 2 മാസം പിന്നിടുമ്പോൾ കേസിന്റെ അന്വേഷണം ഇഴയുന്നു എന്ന ആരോപണം. കേസ് ഡയറി ഹാജരാക്കണമെന്ന ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് അതുവരെ നടത്തിയ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചെങ്കിലും തുടരന്വേഷണം ഇഴയുകയാണ് എന്നാണ് വിമർശനം. അതേസമയം കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള കുടുംബത്തിന്റെ ഹർജിയിൽ ഹൈക്കോടതി ഉടൻ വിധി പറഞ്ഞേക്കും. മിഥുൻ പിള്ള ചേരുന്ന വിവരങ്ങളുമായി. മിഥുൻ, CBI അന്വേഷണത്തിൽ മാത്രം ട്രസ്റ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സംസ്ഥാനം എന്ന് പറയേണ്ടി വരും. കാരണം ഏത് വിഷയം എടുത്താലും ലോക്കൽ പോലീസിന് അത് അന്വേഷിക്കാമെന്നിരിക്കെ, അതിനുമപ്പുറം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കാമെന്നിരിക്കെ, സംസ്ഥാനത്തിന് പോലീസ് സംവിധാനം, അന്വേഷണ സംവിധാനങ്ങൾ ഉണ്ട് എന്നിരിക്കെ അതിലൊന്നും ട്രസ്റ്റ് ചെയ്യാൻ നാട്ടുകാർക്ക് കഴിയാത്ത അവസ്ഥ. അതിലാണ് എന്തുകൊണ്ട് ഈ CBI അന്വേഷണം എന്നതിലേക്ക് പോകുന്നത്. കുടുംബത്തിനൊപ്പം എന്ന് പറഞ്ഞ സംസ്ഥാന സർക്കാരാണ് കുടുംബത്തിന്റെ CBI അന്വേഷണം എന്നുള്ള ആവശ്യത്തോട് മുഖം തിരിഞ്ഞത് എന്നതും വസ്തുതയാണ്. കുടുംബം തന്നെ കഴിഞ്ഞ ദിവസം ചൂണ്ടിക്കാട്ടിയിരുന്നു ഇൻക്വസ്റ്റ് പോസ്റ്റ്മോർട്ടം. ഒരു പക്ഷേ PCR നമുക്കൊരു കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളത് ദൃശ്യങ്ങൾ മാറിപ്പോകുന്നു എന്നുള്ളതാണ്. ADM നവീൻ ബാബുവിന്റെ മരണത്തെക്കുറിച്ചാണ് നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതേസമയം അമ്മു സജീവന്റെ വിഷയത്തിലും ഇത് ഒരു പ്രസക്തമായ കാര്യം തന്നെയാണ്. അതിന്റെ വിശദാംശങ്ങളിലേക്കും പോകേണ്ടതുണ്ട്. പക്ഷെ നമ്മളിപ്പോൾ സംസാരിച്ചത് ADM നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തെക്കുറിച്ചാണ്. കുടുംബത്തിന്റെ ദുഃഖത്തിൽ ഇപ്പോഴും ഞങ്ങളും പങ്കുചേരുന്നു. അവരുടെ ആവശ്യം ന്യായവുമാണ്. കാരണം ഈ ഇൻക്വസ്റ്റ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ ഈ വൈരുദ്ധ്യത അവർ ചൂണ്ടിക്കാട്ടിയതുമാണ്. അത് കുടുംബം തന്നെ അത് ചൂണ്ടിക്കാട്ടേണ്ടി വന്നു എന്ന വസ്തുതയുണ്ട്. അതിന് സർക്കാർ മറുപടി പറഞ്ഞേ മതിയാവും. എന്നിട്ട് പോലും ഈ CBI അന്വേഷണം വേണമെന്ന നിലപാടിനോട് സർക്കാർ മുഖം തിരിഞ്ഞാണുള്ളത്. മാത്രമല്ല ഇതിലെ ഈ വൈരുദ്ധ്യത എന്തുകൊണ്ട് വന്നു എന്ന് കുടുംബത്തെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പോലും ആർക്കും കഴിഞ്ഞിട്ടില്ല എന്നതും വസ്തുതയാണ്. മിഥുൻ പിള്ള ചേരുകയാണ് നമ്മളോടൊപ്പം. മിഥുൻ, ഈ CBI അന്വേഷണം എന്ന ആവശ്യം അത് കോടതിയുടെ പരിഗണനയിലാണ്. കോടതി ഉടൻ വിധി പറഞ്ഞേക്കും. പക്ഷേ ഇപ്പോഴും ഈ കേസ് അന്വേഷണം സംസ്ഥാന പോലീസിന്റെ ഭാഗത്ത് നിന്ന് പുരോഗമിക്കുമ്പോൾ ഇത് എന്തുകൊണ്ട് ഇഴയുന്നു? ADM നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് കുടുംബം ഉൾപ്പെടെ വലിയ ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നതെന്ന് നമുക്ക് അറിയാം. കാരണം ഇതൊരു കൊലപാതകമാണ് എന്നൊരു രീതിയിൽ തന്നെയാണ് കുടുംബം ആരോപണം ഉന്നയിച്ചത്. മാത്രമല്ല ഈ കേസുമായി ബന്ധപ്പെട്ട് ഇതൊരു പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിച്ചാൽ പോരാ, കേസ് CBI അന്വേഷിക്കണമെന്ന ഒരു ആവശ്യം കുടുംബം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. ആ കേസിന്റെ വിധി പറയാൻ വേണ്ടി അത് ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുകയാണ്. അതേസമയം നമുക്കറിയാം ADM നവീൻ ബാബുവിന്റെ മരണം നടന്നിട്ട് ഇന്നിപ്പോൾ 2 മാസം പിന്നിട്ടിരിക്കുന്നു. ഈ 2 മാസം കഴിഞ്ഞിട്ടും ഈ കേസ് അന്വേഷണം അത് ഇഴയുകയാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഈ പ്രാഥമിക വിവരങ്ങളൊക്കെ തന്നെ പോലീസ് ശേഖരിച്ചു എന്ന് പറയുമ്പോൾ പോലും അടുത്ത ഏത് സ്റ്റേജിലേക്കാണ് അന്വേഷണം കടക്കുന്നത് എന്നതിനെ സംബന്ധിച്ചൊരു വ്യക്തതയില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. മാത്രമല്ല ഈ കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി ഈ അന്വേഷണ സംഘത്തിന്റെ പ്രവർത്തികളൊക്കെ തന്നെ സംശയത്തിന്റെ നിഴലിലാണ് എന്ന് നേരത്തെ തന്നെ ഈ ADMന്റെ കുടുംബം ആരോപിക്കുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം സാധാരണഗതിയിൽ ഒരു മരണം നടന്ന് അസ്വാഭാവികതയൊന്നും ഇല്ല എങ്കിൽ പോലും, അല്ലെങ്കിൽ എന്തെങ്കിലും അസ്വാഭാവികത ഉണ്ടെങ്കിലും ഈ മരണവുമായി ബന്ധപ്പെട്ട ഇൻക്വസ്റ്റ് റിപ്പോർട്ടും അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടൊക്കെ തന്നെ ഉടനെ പുറത്തു വരേണ്ടതാണ്. എന്നാൽ ഇവിടെ ആ സംഭവങ്ങളൊക്കെ നേരെ തിരിച്ചായിരുന്നു. മരണം നടന്ന ഏതാണ്ട് 1.5 മാസങ്ങൾക്ക് ശേഷമാണ് ഇൻക്വസ്റ്റ് റിപ്പോർട്ടും അതുപോലെ തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഒക്കെ പുറത്തു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതായത് എന്തുകൊണ്ടോ ആ റിപ്പോർട്ട് പുറത്തു വരുന്നത് വൈകണമെന്നൊരു പിടിവാശി അന്വേഷണ സംഘത്തിന് ഉണ്ടായിരുന്നു എന്നൊരു വിമർശനം തന്നെയാണ് പൊതുവെ ഉയർന്നു വരുന്നത്. മറ്റൊന്ന്, തെളിവുകൾ ശേഖരിക്കുന്നതുമായി ബന്ധപ്പെട്ട് പല കാര്യത്തിലും അതൊരു ഇഴയലുണ്ടായി അല്ലെങ്കിൽ വൈകിപ്പിക്കൽ ഉണ്ടായി എന്നൊരു വിമർശനം മറ്റൊരു ഭാഗത്ത് ഉയരുന്നുണ്ട്. കാരണം അതിന് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ CBI അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ADMന്റെ കുടുംബം ഹൈക്കോടതിയെ സമീപിച്ചതിന് തൊട്ട് പിന്നാലെയാണ് ഫോറൻസിക് പരിശോധന പോലും നടത്താതെ ADMന്റെ മൊബൈൽ ഫോൺ ജില്ലാ കോടതിയിൽ ഹാജരാക്കുന്നൊരു സ്ഥിതിവിശേഷം ഉണ്ടായത്. അത് തന്നെ സംശയാസ്പദമാണ്. എന്തുകൊണ്ട് ഈ ഒരു മൊബൈൽ ഫോൺ അടക്കം ഫോറൻസിക് പരിശോധന നടത്തി വിവരങ്ങൾ ശേഖരിക്കാൻ അന്വേഷണ സംഘം തയ്യാറായില്ല എന്നൊരു ചോദ്യം പ്രധാനമായും ഉയരുന്നുണ്ട്. ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരുപാട് പുകമറകൾ നിലനിൽക്കുന്നൊരു സാഹചര്യമുണ്ട്. മാത്രമല്ല ഈ നവംബർ 15-ാം തീയതി ഒക്ടോബർ 15-ാം തീയതിയാണ് ADMനെ അദ്ദേഹത്തിന്റെ സ്റ്റാഫ് ക്വാർട്ടേഴ്സിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത്.
ആ വിവാദങ്ങൾ അന്ന് തന്നെ വിവാദങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടെങ്കിലും ഏതാണ്ട് 10 ദിവസങ്ങൾക്ക് ശേഷമാണ് ഒരു പ്രത്യേക അന്വേഷണ സംഘം കേസിൽ വിവാദങ്ങളും അതിന് പിന്നാലെ കുടുംബത്തിന്റെ പരാതി പോലും ആ ദിവസങ്ങളിൽ സർക്കാർ അവഗണിച്ചു എന്ന് വേണം കരുതാൻ. അതെ. ഇനി മറ്റു വാർത്തകളിലേക്ക് കൂടി എത്താം. പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും എഡ്വിൻ മൗണ്ട് ബാറ്റനും തമ്മിലുള്ള കത്തിടപാടുകളിൽ വിവാദങ്ങളിൽ നിറഞ്ഞു നിന്നിട്ടുള്ളതാണ് എല്ലാ കാലത്തും. ഈ കത്തുകൾ 2008 സോണിയാഗാന്ധി കൈക്കലാക്കി. ഈ കത്തുകൾ തിരികെ ആവശ്യപ്പെട്ടിരിക്കുകയാണ് പ്രൈം മിനിസ്റ്റേഴ്സ് മ്യൂസിയം. കത്തുകൾ തിരികെ നൽകണമെന്ന് BJPയും ആവശ്യപ്പെടുന്നു. ഗൗതം അനന്തനാരായണൻ വിവരങ്ങളുമായി ചേരുന്നു. ഗൗതം, വിശദാംശങ്ങൾ. കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ ഉൾപ്പെടെ ഈ വിഷയം ഉയർന്നു വന്നിരിക്കുകയാണ്. ഇന്നലെ പ്രൈം മിനിസ്റ്റേഴ്സ് മ്യൂസിയം ആൻഡ് ലൈബ്രറി നെഹ്റു കുടുംബത്തോട് ഔദ്യോഗികമായി തന്നെ ഒരു കത്ത് മുഖാന്തരം ഈ ഒരു ആവശ്യം മുന്നോട്ട് വെച്ചിരിക്കുന്നു. ഇതിൻ്റെ അടിസ്ഥാനപരമായ പ്രശ്നം നേരത്തെ സൂചിപ്പിച്ചതുപോലെയാണ്. അതായത് പ്രഥമ പ്രധാനമന്ത്രി നെഹ്റുവും എഡ്വിന മൗണ്ട് ബാറ്റനും തമ്മിലുള്ള കത്തുകളുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്ക് വളരെയേറെ പഴക്കമുണ്ട്. ഇരുവരും തമ്മിൽ വഴിവിട്ട ബന്ധമുണ്ടായിരുന്നുവെന്ന് പരാമർശിക്കുന്നവരും അത്തരം ചില രീതിയിൽ പരാമർശിക്കുന്ന ചരിത്രകാരന്മാരും ഒക്കെ ഉള്ളത് നമുക്കറിയാവുന്നതാണ്. എന്തായാലും ഇത്തരം വിവാദങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ടാകാം, എന്തോ ചില കാര്യങ്ങൾ മറച്ചു പിടിക്കേണ്ടത് കൊണ്ടാകാം 2008 UPA സർക്കാരിൻ്റെ കാലത്ത്, ഒന്നാം UPA സർക്കാർ ഭരണത്തിലിരിക്കുമ്പോൾ ആ സ്വാധീനം ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് അന്ന് സോണിയാഗാന്ധി പ്രൈം മിനിസ്റ്റേഴ്സ് മ്യൂസിയത്തിൽ നിന്ന് ഈ കത്തുകൾ 51 കത്തുകൾ നെഹ്റു കുടുംബം അധികാരത്തിൻ്റെ സ്വാധീനത്തിൽ പൊതുമധ്യത്തിൽ നിന്നും മാറ്റുന്ന ഒരു പശ്ചാത്തലമുണ്ടായി. ഇപ്പോൾ ഈ കത്തുകൾ ഉള്ളത് സോണിയാഗാന്ധിയുടെ പക്കലാണ്. 51 ഇത്തരം കത്തുകളാണ് സോണിയാഗാന്ധി അന്ന് കൈക്കലാക്കിയത്. ഈ 51 കത്തുകളും നെഹ്റുവും എഡ്വിനെയും തമ്മിലുള്ളതല്ല. അതിൽ കൂടുതലും നെഹ്റുവും എഡ്വിനെയും പരസ്പരം എഴുതിയ കത്തുകളാണ്. അതോടൊപ്പം തന്നെ നെഹ്റു ജയപ്രകാശ് നാരായണനും ആൽബർട്ട് ഐൻസ്റ്റൈനും ഒക്കെ എഴുതിയ കത്തുകൾ എന്തൊക്കെയോ ചില കാരണങ്ങളാൽ സോണിയാഗാന്ധി മുഖ്യധാരയിൽ നിന്നും മാറ്റിവെക്കുവാനായിട്ട് ഒരു ശ്രമം നടത്തി. അങ്ങനെ 10 ജൻമത്തിൽ സോണിയ സ്വന്തം വസതിയിലേക്ക് ഈ 51 കത്തുകൾ കൊണ്ട് രഹസ്യമായി സൂക്ഷിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ടായി. അന്ന് തന്നെ ഇതിനെതിരെ വിമർശനം ഉയർന്നിരുന്നുവെങ്കിലും നമുക്കറിയാം UPA ഭരണകാലം അത് ഒരു പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ഉണ്ട്, അതിനെ റിമോട്ട് കൺട്രോൾ പ്രധാനമന്ത്രി എന്നാണ് പൊതുവെ വിശേഷിപ്പിച്ചിരുന്നത്. കാര്യങ്ങൾ തീരുമാനിച്ചത് 10 ജൻമത്തിലിരുന്നു കൊണ്ട് UPAയുടെ ചെയർപേഴ്സണായ സോണിയാഗാന്ധിയായിരുന്നു. അതിനാൽ അന്ന് തന്നെ പല ചരിത്രകാരന്മാരും ഈ രേഖകൾ പ്രൈം മിനിസ്റ്റേഴ്സ് മ്യൂസിയത്തിൽ നിന്നും എടുത്തു മാറ്റിയ സോണിയയുടെ നടപടിയെ ചോദ്യം ചെയ്തുവെങ്കിലും അധികാരത്തിൻ്റെ ഹുങ്കിൽ ആ ചോദ്യം ചെയ്യലിനെ എല്ലാം അടിച്ചമർത്തുകയാണ് നെഹ്റു കുടുംബം ചെയ്തത്. പക്ഷേ ഇപ്പോൾ വളരെ ശ്രദ്ധേയമായൊരു നീക്കം നടന്നിരിക്കുന്നത് പ്രൈം മിനിസ്റ്റേഴ്സ് മ്യൂസിയം ഔദ്യോഗികമായി തന്നെ കത്ത് മുഖാന്തരം ഈ കത്തുകൾ തിരിച്ചേൽപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. സോണിയാഗാന്ധിയുടെ മകനും ലോക്സഭാ പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധിക്കാണ് പ്രൈം മിനിസ്റ്റേഴ്സ് മ്യൂസിയം കത്തെഴുതിയിരിക്കുന്നത്. ഈ 51 കത്തുകൾ തിരികെ ഏൽപ്പിക്കണം. ഇനി അതിൻ്റെ യഥാർത്ഥ കത്തുകൾ, അതായത് നെഹ്റു ഈ എഡ്വിനയ്ക്കൊക്കെ എഴുതിയിട്ടുള്ള യഥാർത്ഥ കത്തുകൾ ഏൽപ്പിക്കാൻ പറ്റത്തില്ല എങ്കിൽ, എന്തെങ്കിലും കാരണത്താൽ അതിന് തടസ്സമുണ്ടെങ്കിൽ അതിൻ്റെ ഫോട്ടോ കോപ്പിയെങ്കിലും തിരിച്ചേൽപ്പിക്കണമെന്നാണ് പ്രൈം മിനിസ്റ്റേഴ്സ് മ്യൂസിയം ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്തായാലും BJP ഈ വിഷയം ഉയർത്തുന്നുണ്ട്. ഇന്നലെ രാജ്യസഭയിലും ലോക്സഭയിലും ഒക്കെ ചർച്ച നടക്കുമ്പോൾ രാജ്യസഭയിൽ ഇന്നലെ ഈ ഭരണഘടനാ വിഷയത്തിൽ ചർച്ച ആരംഭിച്ചിരുന്നു. ആ ചർച്ചയിൽ തന്നെ BJP എന്തിനാണ് ഈ കത്തുകൾ സോണിയാഗാന്ധി ഇങ്ങനെ സൂക്ഷിച്ചു വെക്കുന്നത്, മുഖ്യധാരയിൽ നിന്നും എന്തിന് ഈ കത്തുകളെ എടുത്തു മാറ്റിയെന്ന ചോദ്യം ഉന്നയിച്ചിരുന്നു. അതിനാൽ ഈ കത്തുകൾ എത്രയും പെട്ടെന്ന് തിരികെ മ്യൂസിയത്തിനും ലൈബ്രറിക്കും നൽകണമെന്ന ആവശ്യമാണ് BJP പാർലമെന്റിൽ ഉൾപ്പെടെ ആവശ്യപ്പെടുന്നത്. എന്തായാലും നമുക്കറിയാം ഈ എഡ്വിനെയും നെഹ്റുവും തമ്മിൽ എഴുതിയ കത്തുകളെ സംബന്ധിച്ചുള്ള വാദഗതികൾ അല്ലെങ്കിൽ അത്തരം വിവാദങ്ങൾ അത് വളരെ പഴക്കം ചെന്നതാണ്. അതിപ്പോഴും തുടരുന്നു എന്നത് തന്നെയാണ് ഇതിലൂടെ മനസ്സിലാക്കേണ്ടത്. ഒപ്പം നെഹ്റു കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു ക്ഷീണം കൂടിയാണ്. കാരണം ഇത് മറച്ചു പിടിക്കാൻ വേണ്ടിയാണ് ഈ കത്തുകൾ 2008 അധികാരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സോണിയാഗാന്ധി ഇത് സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോയത്. പക്ഷേ ഇതിപ്പോൾ പൊതുമധ്യത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം എന്ന് പറയുന്നത് തീർച്ചയായും നെഹ്റു പരിവാറിനെ സംബന്ധിച്ചൊരു വലിയ ക്ഷീണമാണ്. അനു. ശരി ഗൗതം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വീണ്ടും രോഗിയുടെ അവഗണന. വയറ്റിലെ മുഴ നീക്കം ചെയ്യുന്നതിനായി ശസ്ത്രക്രിയയ്ക്കായി എത്തിയ രോഗിക്ക് വീൽ ചെയർ നൽകിയില്ല. സൂപ്പർ സ്പെഷ്യാലിറ്റിയിൽ നിന്നും ട്യൂബ് ഇട്ട് അബോധാവസ്ഥയിൽ SCTയിലെത്തിയ പൂവാർ സ്വദേശിനി അഞ്ജുവിനോടായിരുന്നു ക്രൂരത. SCTയിലെ സെക്യൂരിറ്റി ജീവനക്കാർ ഭീഷണിപ്പെടുത്തിയെന്നും പരാതിയുണ്ട്. ഒപ്പമുണ്ടായിരുന്നവരുടെ സഹായത്താലാണ് രോഗിയെ 3ാം നിലയിൽ എത്തിച്ചത്. രശ്മി കാർത്തിക് ചേരുന്ന വിവരങ്ങളുമായി. രശ്മി, എന്താണ് നമ്മുടെ ആശുപത്രികളിൽ സംഭവിക്കുന്നത് എന്നത് വലിയ ആശങ്കയാകുന്നു.
വീണ, ഇത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ സ്ഥിരമായി സംഭവിക്കുന്ന കാര്യമാണ്. ഇത്തരത്തിൽ ചികിത്സ നിഷേധിക്കുക അല്ലെങ്കിൽ രോഗികളോട് അവഗണന കാട്ടുക. ഇത് പൂവാർ സ്വദേശി അഞ്ജുവിനോടായിരുന്നു ഈ ക്രൂരത. അഞ്ജു കുറച്ചു നാളായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ SITയിൽ ചികിത്സയിൽ തുടരുകയായിരുന്നു. വയറ്റിലെ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടിയിട്ടാണ് അഞ്ജു മെഡിക്കൽ കോളേജിലേക്ക് എത്തിയത്. ഗർഭപാത്രത്തിന് പുറത്തുള്ള ഒരു മുഴ നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയയ്ക്കാണ് എത്തിയത്. ഈ ശസ്ത്രക്രിയ ഉൾപ്പെടെ നടക്കുന്നത് SITയിലെ 3ാം നിലയിലാണ്. അഞ്ജു എത്തി സൂപ്പർ സ്പെഷ്യാലിറ്റിയിൽ പോയി. അവിടെ നിന്നും ട്യൂബ് ഇട്ടതിനെ തുടർന്ന് ഇവർക്ക് രക്തസ്രാവം ഉണ്ടാവുകയും പിന്നീട് അബോധാവസ്ഥയിലാവുകയും ചെയ്തു. പിന്നീട് SITയിലേക്ക് സൂപ്പർ സ്പെഷ്യാലിറ്റിയിൽ നിന്നും SITയിലേക്ക് അഞ്ജു എത്തുന്നു. അവിടെ എത്തിയപ്പോഴാണ് നടന്നു കയറാൻ പറ്റില്ല, അല്ലെങ്കിൽ ലിഫ്റ്റിൽ തന്നെ പോകണമെങ്കിൽ വീൽ ചെയർ ഇല്ലാതെ കഴിയില്ല എന്ന് സെക്യൂരിറ്റി ജീവനക്കാരോട് പറയുന്നത്. പക്ഷേ വീൽ ചെയർ ഇല്ല, അല്ലെങ്കിൽ വീൽ ചെയർ നൽകാൻ കഴിയില്ല എന്നുള്ളതായിരുന്നു സെക്യൂരിറ്റി ജീവനക്കാരുടെ മറുപടി. മാത്രമല്ല ഭീഷണിപ്പെടുത്തുന്ന രീതിയിലാണ് ഇയാൾ സംസാരിച്ചത് എന്നുള്ളതും ഈ അഞ്ജുവും അഞ്ജുവിന്റെ കുടുംബവും ആരോപിക്കുന്നുണ്ട്. പിന്നീട് അവിടെ സമീപമുണ്ടായിരുന്ന ആളുകൾ, അതായത് ആശുപത്രിയിൽ മറ്റു ചികിത്സയ്ക്കായി എത്തിയവരുടെ സഹായത്തിലാണ് അഞ്ജുവിനെ 3ാം നിലയിലേക്ക് എത്തിച്ചത്. ഇത്തരത്തിൽ അബോധാവസ്ഥയിൽ ട്യൂബ് ഇട്ട് രക്തസ്രാവത്തോടുകൂടി എത്തി തീരെ ഗുരുതരാവസ്ഥയിൽ എത്തിയ രോഗിയോടാണ് ഇത്തരത്തിൽ ഒരു അവഗണന കാണിച്ചിരിക്കുന്നത്. ഇത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സ്ഥിരം സംഭവമാണ്. മാത്രമല്ല അവിടെയുള്ള സെക്യൂരിറ്റി ജീവനക്കാർ വളരെ മോശമായി ഗുണ്ടായിസം കാണിക്കുന്നത് പോലെ അവിടെ ചികിത്സ തേടി എത്തുന്ന രോഗികളോട് പെരുമാറുന്നു എന്നുള്ളത് വലിയ രീതിയിൽ വിമർശനം ഉയരുന്നുണ്ട്. CPM അനുഭാവികളാണ് കൂടുതലും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഈ സെക്യൂരിറ്റി ജീവനക്കാരായി ജോലി ചെയ്യുന്നവരിൽ ഭൂരിഭാഗവും. അവരുടെ ഭാഗത്തു നിന്നാണ് ഇത്തരത്തിൽ രോഗികളോട് തീർത്തും അവഗണിക്കുന്ന തരത്തിൽ, അല്ലെങ്കിൽ അവർക്ക് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള സ്ട്രെച്ചറോ അല്ലെങ്കിൽ വീൽ ചെയറോ ഒന്നും നൽകാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ അടുത്തിടെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നതാണ്. ഹൃദയാഘാതം സംഭവിച്ചു ഗുരുതരാവസ്ഥയിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെത്തി രാത്രി ഏതാണ്ട് 1 മണിക്ക് ആശുപത്രിയിൽ എത്തിയ രോഗി പുലർച്ചെ 6-7 മണി വരെയും ചികിത്സ ലഭിക്കാതെ ആശുപത്രിയിൽ തുടരുന്നൊരു സാഹചര്യം. പിന്നീട് മറ്റൊരു നിവൃത്തിയുമില്ലാതെ ആ കുടുംബമായ അദ്ദേഹത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. അതിനു മുൻപാണ് ഇത്തരത്തിലൊരു ശരീരമാസകലം ഏതാണ്ട് 80% പൊള്ളലേറ്റ ഒരു രോഗി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ കാഷ്വാലിറ്റിയുടെ മുന്നിൽ ഏതാണ്ട് 1 മണിക്കൂറോളം വീൽ ചെയറിന് വേണ്ടി കാത്തു നിൽക്കേണ്ട ഒരു സാഹചര്യം. ഇത്തരത്തിൽ ഉള്ള ചികിത്സാ പിഴവുകളും ഒപ്പം തന്നെ ഈ അവഗണിക്കുക, രോഗികൾ എത്തുന്ന സമയത്ത് അവർക്ക് ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങൾ നൽകാതെ അവരോട് അവഗണന കാണിക്കുകയും ചെയ്ത സംഭവങ്ങൾ ഇത്തരത്തിൽ തുടർക്കഥയാവുകയാണ്. ഏതായാലും കുടുംബം പരാതി നൽകും എന്നുള്ളതാണ് നിലവിൽ അറിയിച്ചിരിക്കുന്നത്. വീണ. ശരി രശ്മി. ഹയാത്ത് തഹ്രീർ അൽ-ഷം പിരിച്ചുവിടുമെന്ന് നേതാവ് അബു മുഹമ്മദ് അൽ ജുലാനി തന്നെ പറഞ്ഞിരിക്കുന്നു. വിമതരെല്ലാം വ്യവസ്ഥാപിത സൈന്യത്തിന്റെ ഭാഗമാകും, നിയമവ്യവസ്ഥയ്ക്ക് അനുസരിച്ച് പ്രവർത്തിക്കുമെന്നും അൽ ജലാനി പറയുന്നു. സിറിയയിലെ കാര്യമാണ്. അന്താരാഷ്ട്ര ഇടപെടലും തുർക്കിയുടെ നേരിട്ടുള്ള ആശയവിനിമയവും പുരോഗമിക്കുന്നതിനിടയിലാണ് സിറിയൻ വിമത നേതാവിൻ്റെ ഈ നിലപാട് കൂടി വരുന്നത്. ഐസൺ ജോസഫ് വിവരങ്ങളുമായി ചേരുന്നു. ഐസൺ, സിറിയയിൽ ഭരണം പിടിച്ചെടുത്ത സംഘടനയാണ്, അത് പിരിച്ചുവിടും എന്ന് വിമത നേതാവ് പറയുന്നതിൻ്റെ കാരണം എന്താണ്? വിവരങ്ങൾ. തീർച്ചയായും മനു, ഈ ഭരണം പിടിച്ചെടുത്ത ഹയാത്ത് തഹ്രീർ അൽ-ഷം എന്ന് പറയുന്ന സംഘടന പിരിച്ചുവിടും എന്ന് പറയുന്നതിന്റെ പിന്നിലെ കൃത്യമായ നീക്കങ്ങൾ അമേരിക്കയുടെയും അതുപോലെ തന്നെ ബ്രിട്ടന്റെയുമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. നമുക്കറിയാവുന്നതാണ്, ഇന്നലെയാണ് ഈ 2 രാജ്യങ്ങളും തൊട്ട് മുൻപുള്ള ദിവസം നയതന്ത്ര ബന്ധം ആരംഭിച്ചു എന്ന് ആന്റണി ബ്ലിങ്കൻ വ്യക്തമാക്കിയിരുന്നു. അതുപോലെ ഇന്നലെ ഡേവിഡ് ലാമിയും ബ്രിട്ടനുമായി ബന്ധം ആരംഭിച്ചിട്ടുണ്ട് എന്ന് വളരെ കൃത്യമായി പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഈ നയതന്ത്ര ബന്ധങ്ങൾ തുടരുന്നതിനെ ഈ ഭീകര സ്വഭാവമുള്ള സംഘടന തുടരുന്നത് സാധ്യമല്ല എന്ന നിലപാട് ഈ 2 രാജ്യങ്ങളും അറിയിച്ചു എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. സ്വാഭാവികമായും തുർക്കിയുടെ ഭാഗത്തു നിന്നും അതിന് അനുകൂലമായൊരു നിലപാടുമുണ്ടായി. ഈ ഒരു പശ്ചാത്തലത്തിലാണ് STS എന്ന് പറയുന്ന ഭീകര സ്വഭാവമുള്ള വിമത വിഭാഗത്തെ പൂർണ്ണമായും പിരിച്ചുവിട്ടതിന് ശേഷം അവരെ സൈന്യത്തിലേക്ക് ഉൾച്ചേർക്കുന്നതിനുള്ള നീക്കങ്ങൾ നടത്തുമെന്ന് അൽ ജലാനി തന്നെ വളരെ കൃത്യമായി പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, നിലവിലെ സാഹചര്യത്തിൽ ഈ സംഘടന തുടരുകയാണെങ്കിൽ ആ സംഘടനയുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന ജിഹാദി വിഭാഗങ്ങൾ ശക്തമായ എതിർപ്പ് ഇത്തരത്തിലുള്ള നീക്കങ്ങൾക്ക്, അതായത് ഒരു മിലീഷ്യയായി തുടരുന്നതിനെ എതിർക്കാനുള്ള നീക്കങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഒരു ജനാധിപത്യ സ്വഭാവത്തിലേക്ക് രാജ്യത്തെ ട്രാൻസ്ഫോം ചെയ്യുന്നതിനുള്ള നീക്കത്തിന്റെ ഒരു ഭാഗമായി തന്നെ ഇതിനെ കണക്കാക്കേണ്ടിയിരിക്കുന്നു. നേരത്തെ പറഞ്ഞതുപോലെ പടിഞ്ഞാറൻ രാജ്യങ്ങളുമായി ശത്രുതയ്ക്കില്ല എന്ന നിലപാട് അൽ ജലാനി വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. അത്തരത്തിലൊരു ബഷാർ അൽ അസദിന്റെ ഏകാധിപത്യ ഭരണത്തെ ഇല്ലാതാക്കിയതിന് ശേഷം കൃത്യമായൊരു രാഷ്ട്രീയ സംവിധാനം അവിടെ കൊണ്ടുവരുന്നതിന്റെ ഭാഗമായി തന്നെയാണ് ഈ നീക്കത്തെ നിരീക്ഷിക്കപ്പെടുന്നത്. വളരെ കൃത്യമായി ജലാനി പറയുന്നത് അതത് റാങ്കുകളിൽ നിയമിക്കുമെന്നാണ്. സ്വാഭാവികമായും ഈ സൈന്യത്തിന്റെ നിയന്ത്രണം ഈ സംവിധാനത്തിന്റെ ഭാഗമാകും എന്നത് മറ്റൊരു യാഥാർത്ഥ്യം കൂടിയാണ്. അത്
തീർച്ചയായും ഈ ജിഹാദി സംഘടനകളെ ഒഴിവാക്കിക്കൊണ്ടുള്ള അല്ലെങ്കിൽ ജിഹാദി വിഭാഗങ്ങളെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു നീക്കം തന്നെയായിരിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ തീർച്ചയായും ഒരു വ്യവസ്ഥാപിത സംവിധാനത്തിലേക്കുള്ള യാത്ര സിറിയയിൽ ആരംഭിച്ചിരിക്കുന്നുവെന്ന് അനുമാനിക്കാവുന്ന നീക്കങ്ങളാണ് ഉണ്ടാകുന്നത്. പക്ഷേ ഇതെല്ലാം തന്നെ യാഥാർത്ഥ്യമാകുന്നത് എത്ര സമയം എടുത്തുകൊണ്ടായിരിക്കും എന്നെല്ലാം തന്നെ കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ഈ STS-നെ പിരിച്ചുവിടും, ഹയാത്ത് തഹ്രീർ അൽ ഷം എന്ന് പറയുന്ന സംഘടനയെ പിരിച്ചുവിടുമെന്ന് കൃത്യമായി അൽ ജുലാനി പറയുന്നുണ്ട്. ശരിയായി സർ. മറ്റൊരു കാര്യം കൂടി, വലിയ കാര്യങ്ങളിലെ അറിവ് കൊണ്ട് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടി കുഞ്ഞ് ആമി. കോഴിക്കോട് ബേപ്പൂർ സ്വദേശിയായ 1.5 വയസ്സുകാരി അലവ് ബെയ്സ സഹദാണ് ഏവരെയും വിസ്മയിപ്പിക്കുന്നത്. ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം പിടിച്ച ഒരു കുഞ്ഞു മിടുക്കിയുണ്ട് കോഴിക്കോട് ജില്ലയിലെ ബേപ്പൂരിൽ. 1.5 വയസ്സും 9 മാസവും മാത്രം പ്രായമുള്ള ആമി. ഗ്രീൻ എവിടെ? ഗ്രീന്. യെല്ലോ എവിടെ? യെല്ലോ. റെഡ് എവിടെ? റെഡ്. കാറ്റ് എങ്ങനെ കഴിയാ? ഡോഗ് എങ്ങനെ കഴിയാ? ക്രോ എങ്ങനെ കഴിയാ? ഗോട്ട് എങ്ങനെ കഴിയാ? കൊക്ക് എങ്ങനെ കഴിയ? കൊക്കോ. ഡെക്ക് എങ്ങനെ കഴിയാ? ആമിക്ക് ഇതൊക്കെ നിസാരം. ചെറുകൊഞ്ചലോടെ ഇതൊക്കെ പറയുമ്പോൾ കണ്ടു നിൽക്കുന്നവരിൽ അതിശയവും. പക്ഷിമൃഗാദികൾ, വിവിധ ഇനം പച്ചക്കറികൾ, നിരവധി നിറങ്ങൾ, ഫലവർഗ്ഗങ്ങൾ, മനുഷ്യ ശരീരഭാഗങ്ങൾ, എന്തുമാകട്ടെ 1 വയസ്സും 9 മാസം മാത്രം പ്രായമുള്ള കുഞ്ഞാമിക്ക് ഇതൊക്കെ നിസാരം. ചെറുപ്പത്തിൽ തന്നെ കഴിവ് തിരിച്ചറിഞ്ഞ മാതാപിതാക്കളായ അഫ്നയും മുഹമ്മദ് ഷഹദും പ്രോത്സാഹനവുമായി കൂടെ കൂടുകയായിരുന്നു. ഒരു 8 months ഒക്കെ ആയപ്പോഴാണല്ലോ മോള് റിയാക്ട് ചെയ്യാനൊക്കെ തുടങ്ങിയത്. റിയാക്ഷൻസും സൗണ്ട്സും ഒക്കെ എടുക്കാൻ തുടങ്ങിയത് അപ്പേനു. അവളെ സറൗണ്ടിങ്സിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ ഡോഗിനെ കണ്ടാലും ക്രോനൊക്കെ കണ്ടു കഴിഞ്ഞാലും ഒക്കെ സൗണ്ട് പറഞ്ഞു കൊടുക്കും. അങ്ങനെയാണ് അവർ ഇമിറ്റേറ്റ് ചെയ്യുന്നതിന്. അപ്പോൾ നെക്സ്റ്റ് അതേപോലെ കാണിച്ചു തരും. അങ്ങനെ പൂച്ചനൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അമ്മ ആ സൗണ്ട് എടുത്തിട്ട് ഇമിറ്റേറ്റ് ചെയ്ത് തരും. അങ്ങനെ പിന്നെ 1.5 വയസ്സിലാണ് ഞാൻ ഇത് ഫ്ലാഷ് കാർഡ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അങ്ങനെ ഡേ ബൈ ഡേ ആയിട്ട് അങ്ങനെ ഇപ്പോൾ 200 ഫ്ലാഷ് കാർഡ്സ് പറഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഏതു കാര്യത്തിലും ഉത്തരം റെഡിയാണ്. പേരക്കുട്ടിയുടെ കഴിവിൽ ഉപ്പുപ്പായ്ക്കും വലിയ സന്തോഷം. അല്ല, നമുക്ക് ചെറുപ്പത്തിൽ തന്നെ അവൾക്ക് എന്തൊരു ഇതുള്ളത് നമുക്ക് തോന്നി. ഇങ്ങനെ ഈ ലാൻഡ് ഫോണിലൊക്കെ ഫോൺ വരുന്ന സമയത്ത് അവൾക്ക് ആദ്യം എടുക്കണം ഫോണ്. വേറെ ആരെയും എടുത്തിട്ട് അവൾ ദേഷ്യം പിടിക്കും. എടുത്തിട്ട് ഹലോ എന്ന് വെച്ചിട്ട് വെക്കും. പിന്നെ വിളിച്ച് ഉമ്മനെ വിളിക്കും, ഫോൺ വന്നെന്നുള്ള അങ്ങനെ ഒരു ആക്ഷൻ കാണിക്കും. അപ്പം നമുക്ക് തോന്നി എന്തൊക്കെ ഒരു കഴിവുണ്ടെന്നുള്ളത്. അങ്ങനെ ഓരോന്ന് പഠിപ്പിക്കാനൊക്കെ തുടങ്ങി. അങ്ങനെ പഠിച്ച് അങ്ങനെയാണ് അതിൻ്റെ ഇതൊക്കെ. ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിന്റെ വണ്ടർ കിഡ്സ് അഥവാ അത്ഭുത ശിശു വിഭാഗത്തിലാണ് ആമി ഇടം നേടിയിരിക്കുന്നത്. ശബ്ദാനുകരണവും സംഗീതവും നൃത്തവും ഉൾപ്പെടെ നിരവധി മേഖലകളിലെ കഴിവും പ്രായത്തിൽ കവിഞ്ഞ പ്രതികരണശേഷിയുമാണ് ആമിയെ പട്ടികയിൽ ഇടം പിടിപ്പിച്ചത്. വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും പുതിയ നേട്ടങ്ങൾ ആമിയെ തേടിയെത്തട്ടെ എന്ന് ആശംസിക്കാം. ക്യാമറമാൻ സന്തോഷ് മണ്ണാർക്കാടിനോടൊപ്പം ദിസ്ന സുരേഷ്, ജനം, കോഴിക്കോട്. അങ്ങനെ ഈ കൊച്ചു മിടുക്കിയെ കണ്ടുകൊണ്ട് ഇന്നത്തെ പുത്തൻ പുള്ളിയുടെ സമയം അവസാനിപ്പിക്കാം. എല്ലാവർക്കും ശുഭദിനം നേരുന്നു. നന്ദി, നമസ്തേ.